ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ഗംഗണപതയേ നമഃ. ഓം സരസ്വത്യേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഒരു ശിവരാത്രി ദിവസം മഹാദേവന്റെ തിരുസന്നിധിയിൽ അഖണ്ഡ നാമജപം, അതും പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ധന്യരായിട്ടിരിക്കുകയാണ്. ചെറിയ ഒരു കൂട്ടായ്മയാണെങ്കിലും നിങ്ങളുടെ വലിയ മനസ്സുകൾ. എന്താ അങ്ങനെ പറഞ്ഞ്? ഏതൊരു ക്ഷേത്രവും ആദ്യം ഉയർന്നു വരുമ്പോൾ ചെറിയ ചെറിയ ഒരു ഉറുമ്പ് അരിമണി കൂട്ടി വെക്കുന്നത് പോലെയാണത്രേ. ചെറുതായി ചെറുതായിട്ട് അങ്ങനെ വരും. പിന്നീട് അതിൻ്റെ വലിപ്പം കൂടും. മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലേ, അങ്ങനെ വരും. അതുപോലെ നമ്മുടെ ക്ഷേത്രവും ഉയർന്നു വരും. ഏതായാലും ഒരു ശിവരാത്രിക്ക് ഇങ്ങനെ സന്ധ്യാസമയത്ത് ഒരു ക്ഷേത്രാങ്കണത്തിൽ വന്നിരിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടായില്ലോ. അപ്പം നമുക്ക് തോന്നും, ഇതൊക്കെ അത്ര വലിയ ഭാഗ്യമാണോ? ഭാഗ്യം തന്നെയാ. ഇന്നത്തെ ഈ ശിവരാത്രി ദിവസം എത്രയോ ആശുപത്രികളിൽ കിടക്കുന്നവരുണ്ട്. മറ്റുള്ള പെല അങ്ങനെയുള്ള വാലായ്മ കാരണം ഇങ്ങോട്ട് വരാൻ പറ്റാത്തവരുണ്ട്. അതിനും അപ്പുറം വീട്ടിൽ തന്നെ ഉണ്ടായിട്ടും മാനസികമായി പല പ്രശ്നങ്ങളും ശാരീരികമായി ബുദ്ധിമുട്ടുകളും ഉള്ളത് കൊണ്ട് ഇങ്ങോട്ട് വരാൻ കഴിയാത്തവരുണ്ട്. അതിനെല്ലാം അപ്പുറം നമ്മുടെ അടുത്തുള്ള തേവര്, അതാരാ? മഹാദേവന. എന്തേ മഹാദേവൻ എന്ന് പറയുന്നത്? ശ്രീഭദ്രയെ ഓം ശ്രീ മഹാദേവേ നമ എന്ന് പറഞ്ഞാൽ നമ്മൾ നമിക്കുക. മഹാന്മാരായ ദേവന്മാർ പോലും നമിക്കുന്നവളാണ് ശ്രീഭദ്ര, അല്ലെങ്കിൽ ലക്ഷ്മി ഭഗവതി. മായ, അത്രയേ ഉള്ളൂ. അതുപോലെ തന്ത്രശാസ്ത്ര വിധി പ്രകാരം മഹാദേവൻ ഏറ്റവും ഉയരത്തിലാണ്. അതുകൊണ്ടാണ് ആദിദേവനാണ് മഹാദേവൻ എന്ന് പറയുന്നത്. അതിനെല്ലാം അപ്പുറം നമ്മുടെ എല്ലാം മനസ്സിൽ മഹാദേവൻ എന്ന് പറയുമ്പോൾ അത് ശിവക്ഷേത്ര ഒരു ചെറിയൊരു ഭയ. എന്തുകൊണ്ടാണോ? നമുക്ക് മഹാദേവൻ കുട്ടിക്കളിക്ക് നിൽക്കില്ല നന്നായിട്ടറിയാം. നേരെ മറിച്ച് കൃഷ്ണനാണെങ്കിലോ നമുക്ക് പറയാം അത് കള്ളകൃഷ്ണനല്ലേ, അത്രയൊക്കെ മതി, ഒരു വാത്സല്യ ഭാവ. കാരണം വിഷ്ണു എപ്പോഴും പ്രേമ പ്രതീകമാണ്. പ്രേമാത്മക സ്വരൂപനായി നമ്മളോട് അങ്ങനെ അനുരാഗത്തോടു കൂടി നിൽക്കുമ്പോൾ കൃഷ്ണന്റെ നിപ്പ് തന്നെ നോക്കൂ, ചിരിച്ചോണ്ട്. മഹാദേവനോ ചിരിക്കുന്നത് വളരെ കുറവാണ് നമ്മൾ കാണുന്നത്. മഹാദേവൻ എപ്പോഴും ധ്യാനത്തിലാ, തപസ്സ. ആർക്ക് വേണ്ടിയാ തപസ് ചെയ്യുന്നേ? അതിനപ്പുറം മഹാദേവൻ വൈരാഗ്യത്തിൻ്റെ മൂർത്തിയാണ്. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചങ്ങടെ ഇഷ്ടാവാത്തൊരു പരിപാടിയാണ്. പക്ഷേ ഈ ഭക്തി പ്രഭാഷണങ്ങളും ക്ഷേത്രത്തിൽ വന്നിട്ടുള്ള ആരാധനയും എല്ലാം കൊണ്ടുപോകുന്നത് ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളിലേക്കാ. എന്താ ഭക്തി? ഇതന്നെ ഭക്തി. നമ്മളോട് മോക്ഷം വേണോ ചോദിച്ചാൽ നമ്മൾ ഒരു പക്ഷേ കുറച്ചുകൂടി ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ വേണ്ട കൃഷ്ണ, അല്ലെങ്കിൽ മഹാദേവ എനിക്കിപ്പോൾ മോക്ഷം വേണ്ട എന്ന് പറയും. കാരണം ഈ ഭക്തിയാണ് ആനന്ദം. ഭക്തിയിൽ അങ്ങനെ ആറാടി തിമർത്ത് നടക്കുക. എന്താ ഏറ്റവും വലിയ സുഖം? ഭക്തനായി മാറുക. ഭക്തനാവാൻ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ളവരെല്ലാം ഭക്തരാണോ? എല്ലാവരും ഭക്തരാ. ഭക്തി ഉള്ളവർ മാത്രമാണ് ഒരു ക്ഷേത്രത്തിലേക്ക് ആ പടവുകൾ കയറി ഇങ്ങോട്ട് വരിക.
ഇവിടെ വന്ന് ഒന്ന് തൊഴുത് നമസ്കരിച്ച് എന്നാ അങ്ങോട്ട് പോവാന്ന് വിചാരിക്കും. അത് തോന്നാതെ വീണ്ടും എന്ത് വേണം? ഭക്തിയോടുകൂടി എനിക്ക് ഇത്തിരി ജ്ഞാനം, അറിവ് കിട്ടണം എന്ന് ആഗ്രഹിക്കും. ഭക്തന്റെ ലക്ഷണം തന്നെ എന്താ? ഭക്തലക്ഷണതു ജിജ്ഞാസ ഏവ. ഭക്തന്റെ ലക്ഷണം ജിജ്ഞാസ. ഇതെന്താണ്? ആരാണ് ശിവൻ? എന്താണ് ശൈവനും വൈഷ്ണവനും ശാക്തേയക്കാരും തമ്മിലുള്ള വ്യത്യാസം? ഇതൊക്കെ അറിയാനൊരാഗ്രഹം അവർക്ക് ഉണ്ടായിരിക്കും. എല്ലാം അങ്ങനെ അറിയാനുള്ള ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടോ? അപ്പൊ എന്തായി? നിങ്ങൾ ഭക്തി ഉള്ള ഭക്തനായി മാറി എന്ന് മനസ്സിലാക്കുക. അതേസമയം ഈ ഭക്തി ഉണ്ടായി, എനിക്കിത്തിരി ജ്ഞാനം വേണമെന്ന് ആഗ്രഹിച്ചു, ഭക്തന്റെ ലക്ഷണവും തികഞ്ഞു, പിന്നെ അവസാനം എത്തേണ്ടതാണ് എന്ത്? വൈരാഗ്യം. ഇനി ത്രിമൂർത്തികളെ എടുത്തു നോക്കൂ. ബ്രഹ്മം, വിഷ്ണു, മഹേശ്വരന്മാരാ. ബ്രഹ്മാവ് എന്ത് ചെയ്യുന്നു? സൃഷ്ടി അങ്ങനെ നടത്തുക. എല്ലാം സൃഷ്ടികളും താഴെ നിന്ന് ഒരു ചെടി മുളച്ചു പൊങ്ങുന്നത് പോലെ. ഇതിനെ ഇങ്ങനെ സ്ഥിതി പരിപാലനം ചെയ്യുന്നത് വിഷ്ണുവാണ്. അവസാനം സംഹാരമൂർത്തിയാണ് ആര്? മഹാദേവൻ. അതാണ് ഭക്തി, ജ്ഞാന, വൈരാഗ്യങ്ങൾ. അവസാനം നമ്മൾ എത്തിപ്പെടേണ്ടത് മഹാദേവനില. കാരണം മംഗളമൂർത്തിയാണ് മഹാദേവൻ. ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയും ആണ്. മംഗളം എന്ന് പറയാൻ കാരണം, ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നാൽ എന്താ പറയാ? ശംഭോ മഹാദേവ എന്നാണ് ഇത്രേ വിളിക്കേണ്ടത്. ആ ശംഭോ എന്നുള്ള വിളി, ഹേ ശംഭോ, അല്ലയോ മഹാദേവ, മംഗളമൂർത്തേ എന്ന് വിളിക്കുമ്പോൾ മഹാദേവനൊന്ന് കണ്ണു തുറക്കൂത്രേ. ആരാ എന്നെ വിളിക്കാൻ വന്നെന്ന്? ശിവൻ എന്ന് പറഞ്ഞാൽ മംഗളകാരിയാണ്. ശിവം എന്ന് പറയുമ്പോൾ മംഗളം എന്നർത്ഥം. ശിവാനന്ദ ലഹരി 100 സ്തോത്രങ്ങളാ. അത് എടുത്തു വെച്ച ആ മംഗളമൂർത്തിയായ മഹാദേവന്റെ ആനന്ദത്തില് നമ്മൾ അറിവിൽ അങ്ങനെ നിറഞ്ഞ് ആറാടും. അതാണ് പറഞ്ഞത്, ഭക്തിയിൽ നമ്മൾ ഉയർന്നു നിൽക്കണം. ഭക്തിയിൽ ഉയരണമെങ്കിൽ എന്ത് വേണം? അറിവ്. ആ അറിവിൽ ആനന്ദം കണ്ടെത്തണം. ഇവിടെ പലരമ്മമാരും ടീച്ചറെ പ്രഭാഷണം ഒന്നും കൂടി വെക്കണം കേട്ടോ, ആവശ്യത്തിനൊന്ന് നമ്മൾ അവിടെ മനക്കിലുള്ളിലിരുന്ന് കേട്ടു അല്ലേ? അത് ആലോചിച്ച് നോക്കൂ. മഹാദേവൻ 1 കൊല്ലം കൂടിയും കഴിഞ്ഞിട്ടാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുള്ളൂ. നിങ്ങളാണ് എങ്ങോട്ട് വിളിച്ചത്? ആ മനയുടെ ഉള്ളിൽ. പക്ഷെ അവിടെയും തേവരുടെ സാന്നിധ്യം ഉണ്ട് കേട്ടോ. മഹാദേവന്റെ അടുത്തേക്ക് അത്ര പെട്ടെന്നൊന്നും കൂടെ എത്താനാവില്ലേ? നമ്മുടെ അങ്ങോട്ടുള്ള വഴി തന്നെ നോക്കൂ. തിരുമേനി വിളിക്കുമ്പോൾ പറയും, അതൊക്കെ ടീച്ചറെ മഹാദേവന്റെ അടുത്തേക്കല്ലേ, കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാവും ആ വഴിയെക്കുറിച്ച് പറയുമ്പോൾ. അതുകൊണ്ട് അവിടെ നിന്ന് വന്നു, മനക്കിൽ വന്നു. പിന്നെ ഞാൻ ഇവിടെ വന്ന് ഒരു കീർത്തനവും രാമായണവും ഒക്കെ ചൊല്ലി. എന്നിട്ടും ഇവിടെ ഈ തിരുസന്നിധിയിൽ, അതും ഒരു ത്രിസന്ധ്യക്ക് ഇങ്ങനെ വന്നിരിക്കാൻ കുറേ കൂടി കാത്തിരിക്കേണ്ടി വന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കായിരുന്നു, ഒരു തവണ വിളിച്ചതല്ലേ, വേറൊരാളെ ആവാം. പക്ഷേ മഹാദേവൻ തോന്നിപ്പിക്കുക, മേധാ ആണ്. മേധാശക്തിയായിട്ട്, ബുദ്ധിയായിട്ട്, സരസ്വതിയായിട്ട്, ശ്രീ പാർവതിയായിട്ട് വിളങ്ങുകയാണ്. ആ ബുദ്ധിയിൽ ഇന്നാളെ ഒന്നുകൂടി വിളിക്കട്ടെ. മഹാദേവന്റെ അനുഗ്രഹം. ഇനി ശിവം എന്ന് പറഞ്ഞാൽ മംഗളം ആണ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ മറ്റും ഒരുപാട് നാമങ്ങളുണ്ട്. ഇപ്പോൾ ശിവ അഷ്ടോത്തരം ഉണ്ട്. മഹാദേവന്റെ അഷ്ടോത്തര ബുക്ക് വെച്ച് നമുക്ക് വേണമെങ്കിൽ ജപിച്ച് അർച്ചിക്കാം. അരമണിക്കൂർ പോലും വേണ്ട. 108 നാമം അർച്ചന, ഏറ്റവും പുണ്യ. ഈ കൈ കിട്ടിയിരിക്കുന്നതിന് എന്തിനാണെന്നറിയോ? അർച്ചന നടത്താനാ. കണ്ണനെ കുറിച്ച് പാടുമ്പോൾ എന്താ പറയാ? നിൻ പൂജ ചെയ്യാത്ത കയ്യെന്തിനാ കണ്ണാ, കയ്യെന്തിനാ കണ്ണ, കയ്യെന്തിനാ. അപ്പൊ ഇവിടെ വന്ന് തിരുസന്നിധിയിൽ ഇപ്പോൾ കുറച്ച് സ്ഥലമായാലും മതി, ആരെങ്കിലും മാതൃസമിതിയിൽ ഒരമ്മ ഇത്തിരി വായിക്കാൻ സ്പീഡുള്ള ഒരമ്മ ആ അഷ്ടോത്തരം വെച്ചിട്ട് ഒരു വിളക്കും ഒരു പിടി, ഒറ്റ പിടി പൂക്കൾ മതി. 108 പൂക്കളായി. ഈ 108 പൂക്കൾ അങ്ങനെ വിളക്ക് തന്നെയാണ് മഹാദേവൻ. വിളക്കിന്റെ തത്വം എന്താ? മഹാദേവൻ ഇവിടെ കണ്ടോ? ശിവലിംഗത്തിന്റെ രൂപത്തിലാ. എന്താ ശിവലിംഗത്തിന്റെ പ്രത്യേകത? ആ വരമുദ്രയും അഭയമുദ്രയും ഒക്കെ ആയിട്ട് മഹാദേവന്റെ ഒരു ശില്പം, വിഗ്രഹം വെക്കായിരുന്നില്ലേ? എന്തിനാ ഈ ശിവലിംഗം വെച്ചത്? ശിവലിംഗത്തിന് ഒരുപാട് തത്വങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് വിളക്കും. വിളക്കിനെ പോലെ തന്നെയാണ് ശിവലിംഗം എന്നാ പറയാ. വിളക്ക് പൂജ അതുകൊണ്ടാണ് അത്രയും പവിത്രമാകുന്നത്. ഇനി അതുപോലെ തന്നെ മറ്റൊരാളും കൂടി ഉണ്ട് പുറത്ത്. അവിടെ ഒരു ആൽമരം നിൽക്കുന്നില്ലേ? ആലിനെ 7 പ്രദക്ഷിണം വെക്കണം എന്നാ വിധി, പ്രദക്ഷിണ വിധി. ആ സമയത്ത്
നമ്മളെന്താ ചൊല്ലുക? മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണേ അഗ്രതാ ശിവരൂപായ വൃക്ഷരാജയതേ നമ. ഇതൊക്കെ ഒരു ഇതിൽ എഴുതിയിട്ട് ഇങ്ങനെ വെക്കും, ആൽത്തറയുടെ താഴെ ഒരു ഫലകം പോലെ. കാരണം അറിയാത്തവരൊക്കെ ചൊല്ലി പഠിക്കട്ടെ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ വരുമ്പോൾ ശിവം ശിവകരം ശാന്തം അതവിടെ എഴുതി ഒരു ഭാഗത്ത് വെച്ചാൽ അറിയാത്ത കുട്ടികളൊക്കെ വരുമ്പോൾ അത് വെറുതെ നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണിനൊരിതുണ്ട്, അതങ്ങനെ വായിക്കും നമ്മൾ. അപ്പോൾ അതങ്ങോട്ട് ബൈഹേർട്ടാവും. അങ്ങനെ ഓരോ ഭാഗത്തും നമ്മളിപ്പോൾ ഗണപതിയുടെ അവിടെ പോകുമ്പോൾ ഗജാനനം അത് ചൊല്ല, അപ്പുറത്ത് സ്വാമിയെ ശരണം അയ്യപ്പ, സ്വാമിക്കുണ്ട് ഒരുപാട് കീർത്തനങ്ങൾ. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പലരും അത് വായിക്കും. ഇങ്ങനെ ഇത് പ്രചരിപ്പിക്കാൻ കഴിയുള്ളൂ. ഈ ആലിന് ഒരു തത്വമുണ്ട് പറഞ്ഞില്ലേ, മൂലതോ ബ്രഹ്മരൂപായ. ആൽമരത്തെ അതുകൊണ്ടാണ് നമ്മൾ പ്രദക്ഷിണം വെക്കും, തൊഴും ചെയ്യുന്നത്. അതിൻ്റെ താഴെ ബ്രഹ്മാവ് കുടികൊള്ളുന്നു. മധ്യതോ വിഷ്ണുരൂപിണേ, അതിൻ്റെ മധ്യത്തിലായിട്ട് വിഷ്ണു ഭഗവാൻ കുടികൊള്ളുന്നു. അഗ്രത ശിവരൂപായ, ആൽമരത്തിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ശിവനാണ്, മംഗളമൂർത്തിയായ ശിവൻ. വിളക്കിലും അതുപോലെ തന്നെ വിളക്കിൻ്റെ അടിഭാഗത്തായിട്ട് സൃഷ്ടി നടത്തുന്ന ബ്രഹ്മാവും തണ്ടിലായിട്ട് വിഷ്ണുവും നാരായണത്തിന് മുകളിലായിട്ട് മഹാദേവനും കുടികൊള്ളുന്നു. ഇതുപോലെ തന്നെയാണ് ആ പീഠം നോക്കൂ, ആ ഒരു യോനി പീഠത്തിലേക്ക് അങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ടാവും മഹാദേവന്റെ ശിവലിംഗം. ഈ ലിംഗം എന്ന് പറയുമ്പോൾ അതൊരു സിമ്പൽ മാത്രമാണ്. എന്തിൻ്റെയാ? നമ്മുടെ ഭൂമി, നമ്മൾ ഭൂമിശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ സയൻസ് ചേർത്ത് പറയും നമ്മളുടെ ബ്രഹ്മാണ്ടത്തെക്കുറിച്ച്. നമ്മുടെ ഭൂമി ഒരു ബ്രഹ്മാണ്ടം ആണെന്ന് കൂട്ടിക്കോളൂ. അല്ലെങ്കിൽ സൗരയൂഥം, ഈ പ്രപഞ്ചം ഒരു ബ്രഹ്മാണ്ടമാണ്. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ആ കറങ്ങുന്ന സൗരയൂഥത്തിൻ്റെ ഷേപ്പ് എന്താ? ഒരു ഓവൽ ഷേപ്പ് അല്ലേ? അതുപോലെ തന്നെയല്ലേ ഇവിടെയും കാണുന്നത്? ഒരു ഓവൽ പോലത്തെ ഷേപ്പാണ്. എന്തിന്? ശിവലിംഗത്തിന്. എന്തേ ഇത് ഇങ്ങനെ പ്രതിഷ്ഠിക്കാൻ? കുട്ടികൾക്ക് സംശയം ഉണ്ടാവും. കാരണം ഈ ബ്രഹ്മാണ്ടത്തിൽ നിറയെ എനർജി നിറച്ചു വെച്ചിരിക്കുക, ശക്തി, ഊർജം. ബ്രഹ്മവൈവർത്ത പുരാണം എന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ പറയുന്നത്, ബ്രഹ്മാണ്ഡ പുരാണത്തിലൊക്കെ പറയുന്നത്, ഈ എനർജി നിറച്ചു വച്ചിരിക്കുന്ന ബ്രഹ്മാണ്ടത്തിലുള്ള പൂർണ്ണമായ എനർജിയെയും മഹർഷീശ്വരന്മാർ ആവാഹിച്ചെടുത്ത് നിറച്ചു വെച്ചിരിക്കുകയാണ് ഈ ശിവലിംഗമാകുന്ന ലിംഗത്തിൽ, മഹാദേവനിൽ. അതുകൊണ്ട് മഹാദേവൻ എത്ര വലിയവനാ, ചിന്തിച്ചു നോക്കൂ. മഹാദേവന്റെ അറാ പോലെ എഴുതിയ ശിവലിംഗത്തിന്റെ ആകൃതിയിൽ ഈ ലോകത്ത് 446 അറ്റോമിക് റിയാക്ടറുകളുണ്ട്. അതിനൊക്കെ എനർജി അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കണം. അങ്ങനത്തെ പണികളാണ് അവിടെ ചെയ്യുന്നത്. എന്തേ ആ രൂപത്തിൽ വെക്കാൻ? വേറെ എന്തൊക്കെ ഷേപ്പ് ഉണ്ട് ഇല്ലേ? ഒരു ചന്ദ്രക്കലയുടെ മാത്രം വെക്കായിരുന്നില്ലേ? റൗണ്ടിൽ വെക്കായിരുന്നില്ലേ? നീളത്തിലാവായിരുന്നില്ലേ? എന്തിനാ ഈ ശിവലിംഗത്തിൻ്റെ ആകൃതിയിൽ വെച്ചത്? അതിൻ്റെ ശക്തി, അതിൻ്റെ എനർജി അത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനാ. ഇനി ഈ വിളക്കിനെ കുറിച്ചും അരയാൽ വൃക്ഷത്തിനെ കുറിച്ചും പറഞ്ഞതുപോലെ മഹാദേവന്റെ ആ ലിംഗത്തില് വെറും മഹാദേവനല്ല, സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ നടത്താൻ കഴിവുള്ള മൂർത്തിയാണ് മഹാദേവൻ. ഇത് മൂന്നും ആ ശിവലിംഗത്തിലുണ്ട്. താഴെ മൂലതു ബ്രഹ്മരൂപായ, ആ താഴെ യോനി പീഠത്തിലേക്ക് ഭഗവതിയാണത് ഇറക്കി വെച്ചിരിക്കുന്ന പുരുഷന്റെ ആ ലിംഗം താഴെ സൃഷ്ടി നടത്തുന്നു. എങ്ങനെയാ സൃഷ്ടി? നമ്മളെല്ലാം ജീവിതത്തിൽ കാണുന്നതിനെ അല്ലേ? കല്യാണം കഴിക്കുന്നു, കുട്ടികൾ ഉണ്ടാവുന്നു, എങ്കിലേ ആ കുടുംബം നിലനിൽക്കൂ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ചലനാത്മകമാവൂ. അതുപോലെ ശ്രീ മായ, ശ്രീ പാർവതീ ദേവിയാകുന്ന ആ പീഠം, അതിനാണ് യോനി പീഠം എന്ന് പറയുക. അതിലേക്ക് പുരുഷനും പ്രകൃതിയും യോജിക്കുന്നതിന് വേണ്ടി ഈ ലിംഗത്തിൻ്റെ കുഴ അങ്ങടെ ഇറക്കി വെക്കും. അത് കറക്റ്റായിട്ട് ഇറങ്ങിയിരുന്നാലാണ് എന്ത് സംഭവിക്കൂ? നമ്മുടെ പ്രപഞ്ചത്തിൽ സൃഷ്ടി നടക്കൂ. പ്രകൃതിയും പുരുഷനും സംയോജിക്കുമ്പോൾ സൃഷ്ടി സംഭവിക്കുന്നു, പ്രപഞ്ചം ചലനാത്മകമാകുന്നു. ഇല്ലെങ്കിൽ എന്താ? കുട്ടികളൊന്നും ഉണ്ടായില്ല, ആ വീട് കുലമുടിയല്ലേ ചെയ്യുന്നത്. അപ്പോൾ പ്രകൃതിയെ ചലനാത്മകമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് യോനി പീഠത്തിലേക്ക് എന്തിറക്കി വെച്ചിരിക്കുന്നത്? ഈ മഹാദേവന്റെ ലിംഗം ഇറക്കി വെച്ചിരിക്കുന്നത്. അതാണ് സൃഷ്ടി ഏറ്റവും താഴെയായി സംഭവിക്കുന്നു എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ നടുവിലായിട്ട് എന്താ? സ്ഥിതി പരിപാലനം നടത്തുന്നതും മഹാദേവൻ തന്നെ, നാരായണമൂർത്തിയായിട്ട്.
മുകളിലായിട്ടോ മഹാദേവനും. ഇതാണ് ശിവലിംഗത്തിലുള്ള ത്രിമൂർത്തികൾ. ശങ്കരനാരായണൻ എന്ന് പറഞ്ഞിട്ട് കാണാം ധന്വന്തിരി ക്ഷേത്രത്തിലൊക്കെ ചെല്ലുമ്പോൾ. ശങ്കരനെയും നാരായണനെയും ചേർത്താണ് അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരിക്കുക. ശങ്കരനാരാ വൈരാഗ്യം ഉള്ള ആളാ, അതേസമയം നാരായണനോ പ്രേമപ്രതീക. ഇത് രണ്ടും ചേർന്നാലേ പ്രപഞ്ചത്തിൽ എല്ലാ കാര്യങ്ങളും ഇതുപോലെ ചലനാത്മകമായി നടക്കൂ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതിഷ്ഠ. ഇനി ഈ ശിവലിംഗ കുറിച്ച് പറയുമ്പോൾ അണ്ടം നിറച്ചു വെച്ചിരിക്കുക പറഞ്ഞില്ലേ, നിറയെ എനർജിയാണെന്ന് പറഞ്ഞില്ലേ. ഇതിനെക്കുറിച്ച് പലരും പലതരത്തിൽ പരിഹസിക്കുന്നുണ്ട്. പക്ഷേ നിത്യജീവിതത്തില് നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഒരു ക്ഷേത്രമായി ആ സങ്കല്പത്തിലൂടെ നമുക്ക് കാണിച്ചു തരിക. അതേസമയം ഇനിയിപ്പോൾ മഹാദേവന്റെ ക്ഷേത്രത്തിൽ വന്നാലും എന്തേ നമ്മൾ മുക്കാൽ പ്രദക്ഷിണം ചെയ്യുന്നത്? ഈ പ്രദക്ഷിണത്തിന് ഒരുപാട് തത്വങ്ങളുണ്ട്. ഇവിടെ വന്നാൽ എങ്ങനെയാ തൊഴുക? ഇങ്ങനെ അല്ലേ. അപ്പൊ ഈ വിരലുകൾ നമ്മൾ ആ സമയത്ത് മാത്രമാണ് ചേർത്ത് വെക്കുക. വിരലുകൾ 5ഉം 5 വലിപ്പ അല്ലേ. പക്ഷെ ഇങ്ങനെ പിടിച്ചു നോക്കൂ, എല്ലാം ഒരേ വലിപ്പായില്ലേ. ഈ ഒരു യൂണിറ്റി, അതായത് നമ്മളെല്ലാവരും ഒരു ഭാഗത്ത് സ്നേഹം, ഐക്യം, സേവനം എല്ലാം കാണുന്നത് ഒരു ക്ഷേത്ര സങ്കേതത്തിലാണ്. ആ ഒരു യൂണിറ്റി ആണ്, ഐക്യം ആണ് ഈ കാണിക്കുന്നത്. ഈ വിരലുകൾ കാലിൻ്റെയും കയ്യിൻ്റെയും ചേർത്ത് വെച്ച് നിന്നിട്ടാണ് നമ്മൾ തൊഴുക. ആ തൊഴുന്ന സമയത്ത് ബ്രെയിനിൽ ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാവും. ഇവിടെ വന്ന് തൊഴുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേക എനർജി അനുഭവപ്പെടും. വീട്ടിലിങ്ങനെ മടി പിടിച്ചിരിക്കും പോലെ ആയിരിക്കില്ല. ഇനി വന്ന് തൊഴുതാലോ പ്രദക്ഷിണം വെക്കുമ്പോൾ ആ ഓങ്കാരം, അതായത് നമ്മുടെ ജീവൻ എന്ന കുണ്ടലിനി ശക്തി പിറകിൽ നിന്നും ഈ നമ്മുടെ നട്ടെല്ലിൻ്റെ കശേരുക്കളിലൂടെ, യോഗാചക്രങ്ങൾ എന്ന് പറയും, ഉയർന്ന് ഈ സഹസ്രാര പത്മത്തിലെത്തും. മഹാദേവന്റെ ക്ഷേത്രത്തിൽ ഇങ്ങനെ മുക്കാൽ പ്രദക്ഷിണം എത്തുമ്പോഴേക്കും ആ പ്രോസസ്സ് പൂർത്തിയാവും. മറ്റു ക്ഷേത്രങ്ങളിൽ പൂർണ്ണ പ്രദക്ഷിണം ചെയ്താലേ അങ്ങനെ സംഭവിക്കും. അപ്പോൾ ആ ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവിടെ ബലിക്കല്ലൊക്കെ വരും, ക്ഷേത്രം മാറ്റി പണിയുമ്പോൾ. അവിടെ ചെന്ന് ഏറ്റവും പുറകിൽ ചെന്ന 4 നടക്കിലും തൊഴണമെന്ന താഴികക്കുടം നോക്കി ഇങ്ങനെ നിന്ന് തൊഴണത്രേ. കാരണം നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ശരീരം ഒരു ക്ഷേത്രത്തിന്റെ രൂപ, നെറുകിൽ കൈവച്ച് തൊഴുന്നത് അതാ. അവിടെ ചെന്ന് താഴികക്കുടത്തിലേക്ക് നോക്കി വേണം നമ്മൾ തൊഴാൻ. ഇവിടെ നമുക്ക് ശരിക്ക് കാണണമെങ്കിൽ ഒന്നുകൂടിയും പിറകിലേക്ക് നിൽക്കണം. അത് അളവിൻ്റെ പ്രശ്നം മുറ്റത്തിൻ്റെ. എന്നിട്ട് അവിടെ എത്തുമ്പോൾ തിരിച്ച് ബലിക്കല്ല് നമ്മുടെ വലത്തെ കൈയിൻ്റെ ഭാഗത്താവും തരത്തിൽ തിരിച്ച് പ്രദക്ഷിണം വെക്കുമ്പോൾ ഉള്ളിലൂടെ, മഹാക്ഷേത്രങ്ങളിൽ വൈക്കത്തൊക്കെ പോയാൽ അങ്ങനെയാ, പിന്നെ ഉള്ളിലൂടെ പ്രദക്ഷിണം വരിക. അങ്ങനെ മഹാദേവന്റെ മുന്നിലെത്തി വീണ്ടും പ്രദക്ഷിണം പൂർത്തിയാക്കാൻ ഓവ് വരെ പോയി വീണ്ടും നമ്മൾ താഴികക്കുടം നോക്കി തൊഴുത് വന്നിട്ട് എന്താ ചെയ്യുക? ഒറ്റ നമസ്കരിക്കല അല്ലേ. നമസ്കാരത്തിന്റെ തത്വം എന്താണോ? ആ കണ്ണിങ്ങനെ തുറന്ന് ആ ബിംബത്തെ അങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുക. ചന്ദ്രകലയ്ക്കൊക്കെ എന്താ തത്വമെന്നോ, ആ ചന്ദ്രശേഖരനായി അങ്ങനെ നിൽക്കുകയാണ് മഹാദേവൻ. നമ്മൾ ആ ബിംബത്തെ അലങ്കരിച്ച് ബിംബത്തെ മനസ്സിലേക്ക് ആവാഹിക്കുക. എന്നിട്ട് ആ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കാനായി കണ്ണടച്ച് തൊഴുത് അഹം ബ്രഹ്മാസ്മി എന്ന ആ ക്ഷേത്ര ദർശനത്തിൻ്റെ മൂർത്തമായ ഒരു നിമിഷത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് ഉയരും. അതാണ് ഏറ്റവും മൂർത്തമായ സമയം ക്ഷേത്ര ദർശനത്തിൻ്റെ. ശേഷമാണ് പ്രസാദമൊക്കെ വാങ്ങിക്കുന്നത്. എന്നാൽ അതൊക്കെ വിസ്തരിച്ച് പറഞ്ഞിരുന്നു. ഇനി ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ മഹാദേവൻ്റെ പ്രാധാന്യം മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ ഞാൻ ശിവനെ ഉപാസിക്കുന്ന, അല്ലെങ്കിൽ ചിലരുണ്ടാവും ഞാൻ കൃഷ്ണനെ ഉപാസിക്കുന്ന, ഞാൻ ഭഗവതിയെ ഉപാസിക്കുന്ന. നമുക്ക് ഏതെങ്കിലും ഒരു ഉപാസനാമൂർത്തി ഉണ്ടായിരിക്കണം. ചിലർക്ക് ഉണ്ടാവില്ല ചോദിക്കുമ്പോൾ, അത് ഉണ്ടായിരിക്കണം. ഒരുപാട് ഫോട്ടോ ഒക്കെ കാണും വീട്ടിൽ, പക്ഷേ എല്ലാവരെയും ഒന്നൊന്ന് ശൂശു കഴിഞ്ഞു. അങ്ങനെയല്ല, കുറേ കുഴികൾ കുത്തിയാൽ നമുക്ക് വെള്ളം കിട്ടില്ല. ഒരേ കുഴി തന്നെ വീണ്ടും കുഴിച്ചാലേ നമുക്ക് വെള്ളം കിട്ടൂ. അതുപോലെയാണ് ഒരു ഉപാസന ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇഷ്ടദേവത ഉണ്ടായിരിക്കണം. 33 ദേവതകളുണ്ട്. ഏത് ദേവനെ നമസ്കരിച്ചാലും എങ്ങനെയാ? ആകാശാൽ പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. ഇത് കേശവനെ ഭജിക്കുന്നവർ പറയുന്നതാ. അതായത് ആകാശത്തിൽ നിന്നും മഴവെള്ളം താഴത്തേക്ക് വരും. അത് ഒലിച്ച് അവസാനം എവിടെ എത്തുന്നു? സമുദ്രത്തിൽ അല്ലേ. കുറച്ചൊക്കെ അരുവിയായിട്ട് വരും, തോടായിട്ട് വരും, പുഴയിൽ ചാടും. പുഴയൊക്കെ കൂടെ ചേർന്നിട്ട് എവിടെ പോയിട്ട് പൊന്നാനി കടലിലേക്കാണ് ചേരും ഇല്ലേ. നമ്മുടെ പുഴയൊക്കെ അങ്ങടാ പോകണം. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ സമുദ്രജലമൊക്കെ ഒന്നായി. അതുപോലെ ഏത് ദേവനെ നിങ്ങൾ ഇഷ്ടദേവതയായി എടുത്ത് നമസ്കരിച്ചാലും അതെല്ലാം പരബ്രഹ്മമായ ശക്തിയിലേക്ക്. ഹരിനാമകീർത്തനം എന്താ പറയുന്നത്? ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായ
ഓങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു. അപ്പോ ഓങ്കാരമായ ആ ഒരൊറ്റ ബ്രഹ്മേ ഇവിടെ ഉള്ളൂന്ന ഒരു ശക്തി, ഒരേ ഒരു ശക്തിയാണ് ഈ പ്രപഞ്ചത്തിൽ. അത് മൂന്നായി സൃഷ്ടി സ്ഥിതി സംഹാരം നടത്താൻ ബ്രഹ്മം വിഷ്ണു മഹേശ്വരനായി മാറി, അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഉള്ള ആ മഹാദേവൻ തന്നെയാണ് എല്ലാ ദേവതകളിലും കുടികൊള്ളുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഭജിക്കുക. ഇപ്പൊ കൃഷ്ണനായാലും ഭഗവതി ആയാലും പ്രശ്നമില്ലല്ലോ. ഈ വേദം ഇങ്ങനെ വായിച്ചു മനസ്സിലാക്കി വരുമ്പോഴാണ് അത്രയും സംശയമായത്. ഇപ്പൊ ഏത് ദേവനെ ഭജിക്കണം? ഇപ്പൊ രുദ്രൻ ജപിക്കുമ്പോൾ മഹാദേവനാണ്, പുരുഷ സൂക്തം ജപിക്കുമ്പോൾ കൃഷ്ണനാണ്, നാരായണനാണ്, നാരായണോപനിഷത്ത്. അപ്പൊ സംശയമായി. അപ്പോഴാണ് ഉപനിഷത്തിലെ ഋഷീശ്വരന്മാർ എഴുതി വെക്കുന്നത്, ഏകം സത് വിപ്ര ബഹുദ വദന്തി. ഏകമാണ് ഈ സത്ത് എന്ന് പറയുന്ന ബ്രഹ്മം. പക്ഷെ വിപ്രൻ, അതായത് വിവരമുള്ളവരെന്ത്, അത് പലതാണ് എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്നു. കാരണം നമ്മുടെ ജീവിതത്തിൽ ഉപാസന നടത്തുന്നതിന്, ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിന് ഓരോ ദേവതകൾക്കും ഓരോ നിയമങ്ങളാ. അത് മനസ്സിലാക്കി നമ്മൾ ആരാധിക്കണം, അത്രേ ഉള്ളൂ. ഇനി ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത പറയാം. ഇന്ന് രാവിലെ ഒരു അമ്പലത്തിൽ പോയി. അപ്പോൾ അവിടെ കൊല്ലവും പ്രഭാഷണം ഉണ്ട് അത്രേ. അപ്പം എന്നോട് പറഞ്ഞു കമ്മിറ്റിക്കാർ, ശിവരാത്രി കൂടുതലൊന്നും പറയണ്ട, ഇവിടെ ഒരു ബേസിക്കായ കാര്യങ്ങളാണ് വേണ്ടത്. അപ്പം ഞാൻ ശിവരാത്രിയെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ശിവനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ മാതൃസമിതിയിലെ അമ്മ പറഞ്ഞു, സംശയം ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഞാൻ പറയുമായിരുന്നു. 10 മണിക്ക് തുടങ്ങി 12:30 വരെയും പറഞ്ഞു. ടീച്ചർ എന്നാലും ഇന്ന് ശിവരാത്രിയായിട്ട് ശിവരാത്രിയെ കുറിച്ചൊന്നും പറയായിരുന്നു കേട്ടോ. ഞാൻ എന്താ വിചാരിക്കുകയെന്നോ, എല്ലാ ശിവരാത്രിക്കും പ്രഭാഷണം, എല്ലാവരും ഈ പാലാഴി മദനം കഥ അറിയുന്നവരാ അല്ലേ. അപ്പം ഇത് പറയണ്ട വെച്ചിട്ട് വിട്ടുപോയതാ. എങ്കിലും കുട്ടികളൊക്കെ ഉണ്ടല്ലോ. പാലാഴി മദനം കഥയോട് ബന്ധപ്പെട്ടിട്ടാണ് ശിവരാത്രി. നമ്മൾ നോട്ടീസ് അടിക്കുമ്പോൾ എന്താ, മഹാശിവരാത്രി, മഹാദേവി നമ എന്ന് പറഞ്ഞതുപോലെ ആദിദേവൻ മഹാദേവനാണ്, ആദിദേവനാണ് മഹാദേവൻ. അപ്പോൾ ശിവന്റെ, മഹാദേവന്റെ രാത്രിയാണ് ശിവരാത്രി, ഇന്നത്തെ രാത്രി. ഇതിൻ്റെ പിറകില് ഒരുപാട് കഥകളുണ്ട്. നമുക്കെല്ലാം അറിയുന്ന കഥയാണ് ഭാഗവതത്തിൽ കാണുന്ന കഥ. എന്താ, പാലാഴി മദനം ചെയ്യാൻ തീരുമാനിച്ചു. കാരണം എന്താ, ദുർവാസാവ്. ആരാണ് ഈ ദുർവാസാവ്? പാർവതിയുടെ ദുർവാസം ഇല്ലാതെയാക്കാൻ മഹാദേവൻ സൃഷ്ടിച്ച ഒരു മഹർഷിയാണ് ദുർവാസാവ്. സത്യത്തിലെ ക്ഷിപ്രകോപിയായ മഹാദേവൻ തന്നെയാണ് ഈ ദുർവാസാവ് മഹർഷി. ഇദ്ദേഹം ഈ മഹർഷീശ്വരന്മാരെ ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യും, ഈ ഇന്ദ്രലോകം ഒക്കെ ഒന്ന് സന്ദർശിക്കും. അവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ മഹർഷീശ്വരന്മാരല്ലേ, നമ്മൾ ബ്രാഹ്മണരെ അത്രയും ബഹുമാനിക്കണം, ആ കഥ എന്ന് പറഞ്ഞത്. അപ്പോൾ കയറി വന്നു, അർഘ്യപാദ്യങ്ങളൊക്കെ കൊടുത്തു. എന്താ അർഘ്യപാദ്യങ്ങൾ? വരുമ്പോൾ കാല് കഴിക്കും, മഹർഷീശ്വരനാണ്. പിന്നെ ജലം കൊടുക്കും ദാഹം തീർക്കാൻ. അത് കഴിഞ്ഞാൽ ഫലമൂലാദികളൊക്കെ കൊടുക്കും അവർക്ക് കഴിക്കാൻ. ഇങ്ങനെയൊക്കെയാണ് സ്വീകരണം. അങ്ങനെയൊക്കെ സ്വീകരിച്ചിരുത്തി. അങ്ങനെ എല്ലാ കാര്യങ്ങളും സന്തോഷമായി. പൂർണ്ണ സമയത്ത് ഈ സന്തോഷം കൊണ്ട് സഹിക്കാൻ വയ്യാതെ ഒരു മാല, ഒരു പൂമാല എടുത്തിട്ട് ദേവേന്ദ്രന് കൊടുത്തു. ഇത് വെച്ചോളൂ, സന്തോഷമായി എനിക്ക്. അതും ദുർവാസാവല്ലേ തന്നത്. ദേവേന്ദ്രനും സന്തോഷമായി. ഇങ്ങനെ അത് കഴിഞ്ഞ് ദേവേന്ദ്രൻ ഈ ഐരാവതത്തിന്റെ പുറത്ത് കയറിയപ്പോൾ ഈ മാല ഇപ്പം എവിടെയെങ്കിലും വെക്കുന്ന മോശമല്ലേ. ഐരാവതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പോലെയല്ല, വലിയ വെളുത്ത ആനയാട്ടോ, സ്വർഗത്തിലെ ആനയല്ലേ. അപ്പോൾ ഈ മഹർഷി നടന്നു തിരിച്ചു പോവുക. ഈ സമയത്ത് വണ്ടുകൾ വന്നിട്ട് പൂമാലയല്ലേ ഈ പൂവിൽ കുത്താൻ തുടങ്ങി. അപ്പോൾ ഇതിന് വേദനിച്ചു. മൃഗങ്ങൾ അവരുടെ സ്വഭാവം കാണിക്കും. മഹാഭാരത എല്ലാ കഥയിലും പറയുന്നുണ്ട്. ആ പൂമാല തുമ്പി കൈ കൊണ്ട് എടുത്തിട്ട് നിലത്തിട്ട് ചവിട്ടി അങ്ങോട്ട് അരച്ചു. ഈശോ, മഹർഷി ഇത് കണ്ടു. മഹർഷി ജ്ഞാനദൃഷ്ടി ഉണ്ടല്ലോ, തിരിഞ്ഞു നോക്കി. ഇത് എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. മഹർഷീശ്വരന്മാർക്ക് ദേഷ്യം വന്നാൽ എന്താ ചെയ്യുക? അപ്പശപിക്കും അല്ലേ. അപ്പോൾ ദേവേന്ദ്രനെ ശപിച്ചു, ഈ സ്വർഗത്തിലുള്ള എല്ലാവർക്കും ജരാനര ബാധിക്കട്ടെ, നമ്മുടെ ഭൂമിയിലെ മനുഷ്യന്മാരെ പോലെ. ഇപ്പം നമ്മളത്ര കേമന്മാരല്ല എന്ന് മനസ്സിലായില്ലേ. അങ്ങനെ നമ്മളവിടെ നമ്മൾ ജരാനര ബാധിച്ച് മരിച്ചു പോകുന്നില്ലേ, അതുപോലെ ദേവേന്ദ്രനും കൂട്ടരും ഒക്കെ നല്ല സുന്ദരന്മാരായിട്ട് ഇരുന്നതാ. എന്നും യൗവന, അവർക്ക് എന്തായി മാറി? ജരാനരയൊക്കെ വന്നു വയസ്സന്മാരായി വടിയും കുത്തി നടക്കാൻ തുടങ്ങി. ഇത് ബുദ്ധിമുട്ടാണ്, അവർക്കത് ശീലമില്ലല്ലോ. അപ്പം എന്ത് ചെയ്തു? നേരെ കംപ്ലൈൻറ്റ് എവിടേക്ക് പോവും? ബ്രഹ്മദേവന്റെ അടുത്ത് ചെന്നു. ബ്രഹ്മാവിനോട്, ലോകഗുരുവല്ലേ, അയ്യോ ബ്രഹ്മദേവ, ഞങ്ങളുടെ അവസ്ഥ കണ്ടോ, ഇതിനൊരു പരിഹാരം കാണണേ. അയ്യോ എന്നെ കൊണ്ടാവില്ല, നമുക്ക് വിഷ്ണുവിൻ്റെ അടുത്ത് പോയി നോക്കാം. വൈകുണ്ഠത്തിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴോ ഭഗവാൻ യോഗനിദ്രയിലാ, പരാതി കൊണ്ട് പോരുന്ന്. സർവന്തര്യാമിയല്ലേ ഭഗവാൻ, അറിയാലോ. അവിടെ ചെന്നു.
എല്ലാവരും നാരായണനെ സ്തുതിക്കാൻ തുടങ്ങി. അപ്പോൾ യോഗനിദ്രയിൽ നിന്ന് എഴുന്നേറ്റു. എന്താ ഇപ്പം എല്ലാവരും കൂടി നമ്മുടെ വീട്ടിൽ വന്നാൽ ചോദിക്കില്ലേ, നമ്മുടെ ജീവിതം തന്നെയാണ് ഈ വൈകുണ്ഠവും ലോകവും എല്ലാതും സ്വർഗവും ഒക്കെ. അപ്പോൾ പരാതി പറഞ്ഞു. പരാതി കംപ്ലൈൻറ്റ് വെച്ചപ്പോൾ സ്വീകരിച്ചെണ്ണു, നമുക്കൊരു പണി ചെയ്യാം. ഇനിയിപ്പോൾ ഈ ജരാനര പോകണമെങ്കിൽ അമൃത് കഴിക്കണം. അമൃത് എവിടുന്നാ കിട്ടുക, പോയിന്റ് എടുത്തോണ്ടിരാന്നുള്ള പോലെ ചോദ്യം. അപ്പൊ പറഞ്ഞു, അത് അത്ര പെട്ടെന്നൊന്നും കിട്ടില്ല, മനസ്സിലാക്കിക്കോളൂ, അമൃത് അത്ര പെട്ടെന്നൊന്നും കിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അമൃതാട്ടോ, അതിന് വലിയ സുഹൃതം വേണം. അപ്പോ അമൃത് കിട്ടാൻ എന്ത് ചെയ്യണം? പാലാഴി കടയണം. പാലാഴി, മിൽക്കി വേ, ഭഗവാൻ കടക്കുന്നത് തന്നെ അനന്തശയനം പാലാഴിയില. ആ സമുദ്രം കടഞ്ഞ് എന്തെടുക്കണം? അമൃത് എടുക്കണം. അതിനിപ്പോൾ എന്താ ചെയ്യുക? ഇത്രയും വലിയ പാലാഴി, കടൽ പോയി കണ്ടിട്ടില്ലേ, അതിന് വലുതല്ലേ, എല്ലാ കടലും ചേരുന്നത് സമുദ്രം. ഈ സമുദ്രം കടഞ്ഞ് എങ്ങനെ അമൃത് എടുക്കാനാ? അപ്പോൾ വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു വിഷ്ണു. എങ്ങനെയാ അമൃത് എടുക്കേണ്ടത്? മഹാദേവനെയൊക്കെ വിവരം അറിയിച്ചു കേട്ടോ. എല്ലാവരും സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒപ്പം വേണമല്ലോ. തീരുമാനമായി. അപ്പോൾ ആദ്യം ഒരു കടകോല് വേണം. നമ്മൾ പാല് തൈരൊക്കെ കടയാറില്ലേ, അതുപോലെ കടകോലാക്കാൻ ഇപ്പോൾ സമുദ്രത്ത് കൊണ്ടിടാൻ പറ്റുന്ന കടകോല് മന്ദരപർവ്വതത്തിനെ കൊണ്ടുവന്നു. അതവിടെ ഇട്ട് കൊടുത്തു ഭഗവാൻ. സഹായിക്കുക, ഇടയ്ക്ക് ഇവർ ഈ ഒറ്റയ്ക്ക് ചെയ്യാൻ വയ്യ. അപ്പോൾ ദേവന്മാർ വയസ്സന്മാരായില്ലേ, അപ്പോൾ ശക്തിയിൽ ആരാ കേമന്മാര്? രാക്ഷസന്മാരാ, അസുരന്മാരാ. ഈ കാര്യം കാണാൻ വേണ്ടിയിട്ട് കാലും പിടിക്കണം എന്ന് പറയില്ലേ, അവിടെ ചെന്നു അസുരന്മാരോട് പറഞ്ഞു, ഞങ്ങളെ അമൃത് കടയാൻ പോവുക, നിങ്ങൾക്ക് വേണോ എങ്കിൽ നിങ്ങളും കൂടിക്കോളൂ. ഇവർക്ക് ബുദ്ധി കുറവാ, ശക്തി മാത്രമേ ഉള്ളൂ. ഓടി ഞങ്ങളും കൂടാ, കേമായി, സന്തോഷമായി, കിട്ടുമെന്ന് വിചാരിച്ചു. അങ്ങനെ കൂടെ ചെന്നു. ഇവർ രണ്ടു കൂട്ടരും കൂടി ഏറ്റിക്കൊണ്ടിരാ. മന്ദരപർവ്വതം ദേ കിടക്കണു താഴെ, അവർക്ക് പൊങ്ങണില്ല. ഭഗവാൻ വന്ന് അത് കൊണ്ടുവന്നിട്ട് കൊടുത്തു. അപ്പം ഇനി കടയാനൊരു കടകോല് വേണ്ടേ? ഈ കടകോല എന്താണെന്നറിയോ? വാസുകിയെ കൊണ്ടുവന്നു. അത്രയും വലിയ പാമ്പാ. ഇപ്പൊ കേൾക്കണ കരിമരുന്നുണ്ടല്ലോ, അതും ശിവരാത്രിയുമായി ബന്ധപ്പെട്ടതാ. ഇതെന്തിനാ ഇപ്പൊ ഈ നേരത്ത് പൊട്ടിക്കണേന്നറിയോ? ഇന്നത്തെ ദിവസം ഹലാഹലം, അതാണ് ഈ കാളകൂടം വിഷം എന്ന് പറയുന്നത്. ഈ വിഷം വമിച്ചിരിക്കുകയാണ് പ്രകൃതിയിൽ നിറയെന്നാ പറയുക. അത് ലാസ്റ്റ് പറയാമെന്നാ വിചാരിച്ചത്. ഹലാഹലം എന്ന വിഷം നമ്മുടെ പ്രകൃതിയിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് വിഷം ബാധിച്ചു കഴിഞ്ഞാൽ മുത്തശ്ശി എന്താ പറയുക? ഉറങ്ങാൻ സമ്മതിക്കില്ല. പാമ്പ് കടി ഏറ്റാ പണ്ടൊക്കെ പാമ്പ് കടിച്ചുവോ, എന്നാലേ ഇനി ഉറങ്ങാൻ സമ്മതിക്കരുത്. ഇപ്പോഴും തന്നെ പാമ്പ് കടിയേറ്റ് സാധാരണ മെഡിക്കൽ കോളേജിൽ ചെന്നാലും പറയും, വിഷം തീണ്ടിയോ, ഇനി ഉറങ്ങിയ പ്രശ്നം, ഉറങ്ങാതെ നോക്കണം കേട്ടോ. ഈ ശബ്ദം ഇങ്ങനെ ഉണ്ടാവുമ്പോൾ നമുക്കാർക്കും ഉറക്കം വരില്ല. ഈ വിഷം കഴിച്ച് വിഷം തീണ്ടി കിടക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ പണ്ട് വൈദ്യന്മാർ എന്താത്ര ചെയ്യാന്നോ? കുരുമുളകും പച്ചമരുന്ന് കൂടിയും ചമയ്ക്കും അവർ വായയിലിട്ടിട്ട്. ചെറിയ വിഷമൊക്കെ ആണെങ്കിൽ 1-2 ആളെ ചമയ്ക്കും, അല്ലെങ്കിൽ കൂടെ ചെന്നവരോടൊക്കെ ചമയ്ക്കാൻ പറയും ഇത്രേ. എന്നിട്ട് ഊതാൻ പറയും. ഈ വിഷം തീണ്ടി കിടക്കുന്ന ആളുടെ ചെവിയിലാണത്രേ ഊതുക. ഇതുപോലത്തെ ഒരു ശബ്ദമാണ് അപ്പോൾ അയാൾക്ക് ഫീൽ ചെയ്യുക എന്ന് പറയുമ്പോൾ അല്ലേ. അപ്പോൾ ആ കോലാഹലം, ഹലാഹലത്തെ മാറ്റാൻ കോലാഹലം ഉണ്ടാക്കണം. അതിനാണ് വെടിമരുന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ എന്തിനാണ് ഈ വെടിമരുന്നിൻ്റെ തത്വം എന്നുള്ളത്? അപ്പോൾ ഈ ആൾ ഇങ്ങനെ വയ്യാതെ കിടക്കുമ്പോൾ കുറേ ആളുണ്ട്, വലിയ വിഷമാണ്, വലിയ പാമ്പൊക്കെ ആണെങ്കിൽ എല്ലാവരും ഊതുത്രേ ശരീരത്തിലാകെ ഈ കുരുമുളകും പച്ചമരുന്നും കൂടി ചമച്ചിട്ട്. അപ്പോൾ മനുഷ്യന് ഉറങ്ങാൻ കഴിയില്ല. അയാൾ ഉറങ്ങാതിരുന്നാൽ അയാളുടെ വിഷം ഇറങ്ങും. അങ്ങനെയാ സങ്കല്പം. ആ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കുന്ന വൈദ്യന്മാരൊക്കെ പണ്ടുണ്ടായിരുന്നു. ഹലാഹലത്തിനെ കുറിച്ച് കുറേ പറയാനുണ്ട്. അത് അവസാനം കുറച്ച് വിശദമായിട്ട് പറയാം. ഇവിടെ പാലാഴിയിൽ എന്തുകൊണ്ട് ചെന്നിട്ടു? മന്ദരപർവ്വതം കടകോലായിട്ടും വാസുകി എന്ന പാമ്പിനെ ആ ഒരു കയറായിട്ടും കൊണ്ടുവന്നിട്ടു. വലിക്കണ്ടേ? അവിടെ ഗോപികമാർ വലിച്ചിരുന്ന പോലെ. അപ്പോൾ വലിച്ച് കുറച്ച് സമയം ആദ്യം പറഞ്ഞു ഇവര്, അയ്യോ ഞങ്ങൾ വാലൊന്നും പിടിക്കില്ല, പൃഷ്ഠഭാഗം പിടിക്കേ മോശം, ഞങ്ങൾ തല മാത്രമേ പിടിക്കൂ. സന്തോഷമായി. ഭഗവാനും പറഞ്ഞു, കൈകൊണ്ട് ഇങ്ങോട്ട് പോന്നോളൂ, അവരോട് നിൽക്കട്ടെ. കാരണം വലിക്കൽ മുറുകിയപ്പോൾ എന്താണ് ഇതിൻ്റെ വായിന്ന് വരിക? വിഷല്ലേ വരിക. കാളകൂടം പുറത്ത് വരികയാണ്, ഹലാഹലം എന്ന വിഷം. ആ വിഷം വമിച്ചിട്ട് ഇവർ പല രാക്ഷസന്മാരും ബോധം കെട്ടും തളർന്നും ഒക്കെ വീണു. ഇത് വന്നു കഴിഞ്ഞപ്പോൾ താഴെ വീഴാൻ പാടില്ല, ദേ പൊങ്ങി വരുന്നു കാളകൂട വിഷം, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് നാരായണൻ ചോദിച്ചു. ബ്രഹ്മദേവനും ശ്രീനാരായണനും ആണല്ലോ ഇത് പ്ലാൻ ചെയ്തത്. രണ്ടുപേർക്കും സാധിക്കില്ല. അപ്പോഴാണ് മഹാദേവൻ, ചന്ദ്രക്കലയൊക്കെ ഉള്ള ആളാണല്ലോ, ഈ ചന്ദ്രക്കല കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നാറുണ്ടോ? മഹാദേവന്റെ വലിപ്പം മനസ്സിലാക്കാൻ ആ ചന്ദ്രക്കല നോക്കിയാൽ മതി.
ചന്ദ്രൻ നമ്മൾ പഠിക്കുന്നുണ്ട് 9 ഗ്രഹങ്ങളെ കുറിച്ചിട്ടൊക്കെ അല്ലേ, പെട്ട് ആക്കി കുറച്ചു. പണിക്കന്മാരിപ്പോഴും ആ ചന്ദ്രൻ, കുജൻ, രാഹു, കേതു എന്നൊക്കെ പറഞ്ഞു വെക്കും. ഒരു ഗ്രഹമാണ്, നമ്മുടെ ഭൂമിയെ പോലെയുള്ള ഒരു ഗ്രഹമാണ് ഈ ചന്ദ്രൻ. ആ അത്രയും വലിയ ചന്ദ്രനെ തൻ്റെ ആഭരണമാക്കി തലയിൽ വെക്കണമെങ്കിൽ മഹാദേവന് എത്ര വലിപ്പമുണ്ടായിരിക്കും. ഈ പ്രപഞ്ചം തന്നെ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന മഹാപുരുഷനാണ് മഹാദേവൻ. അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. നമുക്ക് കണ്ണിനെ ആവാഹിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ചെറുതായ രൂപം വെച്ച് ആരാധിക്കുന്നു എന്നേ ഉള്ളൂ. ഈ പ്രപഞ്ചം അങ്ങനെ നിറഞ്ഞു നിൽക്കുക. അങ്ങനെയുള്ള മഹാദേവൻ ചന്ദ്രക്കല ഇല്ലാതെ അങ്ങനെ നിൽക്കുക. എൻ്റെ ആഭരണവും പോയി, അതും താന്നു പോയത്രേ ഈ ശാപത്തിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ മഹാദേവൻ മുന്നോട്ട് വരിക. നമ്മൾ പല കഥകളിലും വായിക്കും, ശ്രീപാർവതി ദേവി കണ്ടത്തിൽ പിടിച്ചു, വിഷ്ണു വായ പൊത്തി. ഇതൊന്നും പുരാണങ്ങളിൽ പറയുന്നില്ല. ഓരോരുത്തരും അങ്ങനെ അതിൻ്റെ കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി കുട്ടിക്കഥകൾ എഴുതി പ്രചരിപ്പിക്കുന്നതാണ്. മഹാദേവൻ തന്നിഷ്ടപ്രകാരം ഈ ഭൂമിയെ രക്ഷിക്കാൻ, ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത മഹാത്യാഗമാണ് ഈ ഹലാഹലം എന്ന വിഷം ഭക്ഷിച്ചത്. കാളകൂടം സ്വന്തം ഇഷ്ടപ്രകാരം ഈ ഭൂമിയിൽ വീണ ഭൂമി കത്തിച്ചാമ്പലാകും, ഈ ലോകം മുഴുവൻ കത്തിച്ചാമ്പലാകും, പ്രപഞ്ചം പിന്നെ ഉണ്ടാവില്ല. ഈ ഭക്തജനങ്ങള് കാരുണ്യം ഉള്ളവരാ, ഭക്തജനങ്ങളോട് കാരുണ്യമുള്ള ഈശ്വരന്മാരുടെ ത്യാഗത്തിൻ്റെ കഥയാണ് ഈ കഥ. എന്ത്? ശിവരാത്രി മഹാത്മ്യം. ഈ ശിവരാത്രി എന്ന് ആഘോഷിക്കാൻ കാരണം ഈ കാളകൂടം ഭഗവാൻ തന്നെ നേരിട്ട് സ്വീകരിച്ച് കഴിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ നമുക്കറിയാം, മനുഷ്യന്മാരെ പോലെ തന്നെ ദേവന്മാരുടെയും കാറ്റ് പോകും. അപ്പൊ ഇത് ഇറങ്ങി അങ്ങോട്ട് ദഹിച്ചാലേ ശരീരത്തിൽ പടരൂ എന്നുള്ളത് കൊണ്ട് ഇവിടെ തന്നെ വെക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? മഹാദേവനുണ്ട്. കാരണം ഈ പ്രപഞ്ചത്തെ മുഴുവൻ സംഹരിക്കാൻ കഴിവുള്ള മഹാദേവന് ഈ വിഷം ഒരു പാല് മാത്ര. അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അങ്ങനെ ഒരു നീല കളറ്, നമ്മൾ പറയില്ലേ വിഷം തീണ്ട നീല കളറാവും, നീലകണ്ഠൻ എന്ന പേര് വന്നു മഹാദേവന്. ഈ കാളകൂടൊക്കെ ആദ്യം കുടിച്ചു. അത് കഴിഞ്ഞ സമയത്ത് പിന്നെ പൊന്തി വരുന്നത് ആരൊക്കെയെന്നറിയോ? ലക്ഷ്മി പൊന്തി വന്നു, ഐരാവതം പൊങ്ങി വന്നു, മഹാദേവന്റെ ചന്ദ്രക്കല പൊങ്ങി വന്നു. ഭഗവാൻ ഓരോരുത്തരുടെയും ഇന്നൊക്കെ ഇന്ന ആൾക്കാർ എടുത്തോളൂ. കാമധേനും പൊങ്ങി വന്നു. ആർക്കാ കൊടുത്ത്? മഹർഷീശ്വരന്മാർക്ക്. അവർക്കാണ് കറന്നെടുത്തിട്ട് യാഗങ്ങളും യജ്ഞങ്ങളും ചെയ്യേണ്ടത്. ഇതൊക്കെ ചെയ്തു. ഇങ്ങനെ എല്ലാവർക്കും ഇതൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി പൊങ്ങി വന്നപ്പോൾ എല്ലാവരും കൂടി ചെന്നു. ഇത്രയും ഭരണമാല്യമായിട്ട് അത്രേ വന്നത്. ഇൻ്റെ കഴുത്തിലിട്ടോളൂ. അപ്പോൾ ഭഗവതി നമ്മൾ അങ്ങോട്ട് ലക്ഷ്മീനെ വേണം കരുതി ചെന്നാൽ നമുക്ക് തരില്ല. അത്രേ ആക്രാന്തമുള്ളവരുടെ അടുത്തേക്ക് ലക്ഷ്മി പൈസ വരില്ല. എനിക്ക് വേണ്ട അത്രയൊക്കെ മതി എന്ന് കരുതിയിരിക്കുന്നവരുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്ന പറയുക. അവസാനം പ്രാരബ്ധം എനിക്ക് വേണ്ടാച്ചിട്ട് ഭഗവാൻ ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുക. ഭഗവാന്റെ കഴുത്തിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? ലക്ഷ്മി വരണമാല്യം ചാർത്തി. അവസാനം ആര് പൊങ്ങി വന്നു? ഗരളം തരണാനനം. നാരായണീയത്തിൽ പറയുന്നുണ്ട്. എന്ത് രസമായിട്ടാണത്. അതായത് അവസാനം അമൃതകുംഭവുമായി ധന്വന്തരി മൂർത്തി അവതരിച്ചു. ധന്വന്തരി അമൃതകുംഭവുമായിട്ട് വരികയാണ്. ഈ പാലാഴി മദനത്തില് ഒരു കാര്യം മാത്രമേ ശിവരാത്രിയിൽ ഓർക്കാനുള്ളൂ. കാളകൂടം കുടിച്ച് മഹാദേവൻ ഈ ലോകത്തെ രക്ഷിച്ച ആ ഒരു ഓർമ്മയ്ക്ക് അന്ന് രാത്രി എല്ലാ ദേവന്മാരും ഭഗവതിമാരും എല്ലാവരും എന്ത് ചെയ്തു? ഉറക്കം ഒഴിച്ചിരുന്ന് മഹാദേവന് ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിച്ചു കൊടുത്തു. ഈ പഞ്ചാക്ഷരി മന്ത്രം അമ്മ കുട്ടിക്ക് ആദ്യം പറഞ്ഞു കൊടുക്കുന്ന മന്ത്രം, നമ്മൾ പറയും മന്ത്രം അറിയില്ല എന്ന്. മനനേന ത്രായതേ ഇതി മന്ത്ര. മനനം ചെയ്യും തോറും നമ്മളെ ഉയർത്താൻ കഴിവുള്ളതാണ് മന്ത്രങ്ങൾ. ഒരമ്മയും ഓരോ അമ്മമാരും സന്ധ്യയ്ക്ക് കുട്ടി ഒന്ന് മുതിർന്ന ഇരിക്കാൻ പ്രായമായ ഒപ്പം ഇരുത്തിയിട്ട് എന്താ പറഞ്ഞു കൊടുക്കുക? നമഃശിവായ ജപിക്കൂ. നമഃശിവായയുടെ പ്രത്യേകത എന്താ? നഭസ്, മഹസ്, ശിരസ്, വഹസ്, യശസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർന്നതാണ് നമഃശിവായ. അതിനും അപ്പുറം പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം. പഞ്ചഭൂതങ്ങൾ അറിയാലോ. ഈ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്ന നമഃശിവായ എന്ന മന്ത്രം ശ്രീ രുദ്രചക്രം സ്തോത്രത്തിലുള്ളതാണ്. യജുർവേദത്തിലുള്ള മന്ത്രമാണ്. അപ്പം മന്ത്രം അറിയില്ല എന്ന് പറയരുത്. ഈ നമഃശിവായെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓം കൂട്ടി ജപിക്കുന്നു. ഇപ്പോൾ വൈകുന്നേരം വരെ ജപിച്ചില്ലേ? ഓം എന്നത് മൂലമന്ത്രമാണ്. ഓങ്കാരം മാത്രം മതി ഈ
ജന്മമോക്ഷം നേടാൻ ഏകാക്ഷരോപനിഷത്ത് പറയുന്നുണ്ട്. ഈ ഓങ്കാരം മാത്രമാണ് വേദത്തിൽ അനുസ്വാരം കൂട്ടി ചൊല്ലുന്നത്. എന്താ അനുസ്വാരം എന്ന് പറഞ്ഞാൽ ചുണ്ട് കൂട്ടുക, പൂജ്യം എന്ന് പറയില്ലേ, അത് വരുമ്പോൾ ഓം ചുണ്ട് കൂടി വരും ഇല്ലേ. ഈ ഓങ്കാരത്തിലാണ് എല്ലാ വേദമന്ത്രങ്ങളും തുടങ്ങുന്നത് അവസാനിക്കുന്നതും. ഒരു യജ്ഞം, ദാനം, തപസ് എല്ലാം ഓങ്കാരം ജപിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഒരു യജ്ഞം തുടങ്ങുമ്പോൾ ആദ്യം ഓങ്കാരമല്ലേ ചെയ്തത്, നാമം ജപിക്കാതിരുന്നപ്പോൾ ഓങ്കാരം മുഴക്കിയിട്ടല്ലേ തുടങ്ങിയത്. അതാണ് ഓങ്കാരത്തിൻ്റെ മഹത്വം. ഈ ഓം നമഃശിവായ എന്ന മഹാമന്ത്രം മാത്രം മതി നമുക്ക് BP കുറയാനെന്ന്. ഇപ്പം എൻ്റെ കൂടെ വന്ന ആ ചേട്ടൻ പറഞ്ഞു BP ആയിട്ട് ആകെ പ്രശ്നമായി ടീച്ചറെ. ഞാൻ പറഞ്ഞു പഞ്ചാക്ഷരി ജപിച്ചാൽ മതി. ശരിക്കും പഞ്ചാക്ഷരിക്കും അപ്പുറം ഇപ്പം ഇന്ന് രാത്രി ശിവരാത്രി എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് അത് മുഴുവനാക്കിയില്ല. ശിവരാത്രി എന്ന് പറയാൻ കാരണം ഈ കാളകൂടം ഭക്ഷിച്ച മഹാദേവന് ആപത്തൊന്നും വരാതിരിക്കാൻ അന്ന് രാത്രി മുഴുവൻ അവരെല്ലാവരും ഉറക്കമൊഴിച്ചിരുന്നിട്ട് എന്ത് ചെയ്തു, ഓം നമഃശിവായ ജപിച്ചു. മഹാദേവന് ആപത്തൊന്നും വന്നില്ല. അതേസമയം ശിവൻ പാർവതിയെ കല്യാണം കഴിച്ച ദിവസമാണെന്നും പറയുന്നുണ്ട് ശിവരാത്രി. ശിവനെ നമ്മൾ ഉറക്കമൊഴിച്ച് കാത്തിരിക്കുക എന്നൊക്കെ അമ്മ അന്ന് എനിക്ക് പറഞ്ഞു തന്നിരുന്നു. ഏതായാലും നമ്മളാരും ശിവനെ കാത്തിരിക്കാൻ മാത്രം മുതിർന്നില്ല. അന്ന് കുട്ടിയായതുകൊണ്ട് അതൊക്കെ വിശ്വസിച്ചു. മഹാദേവൻ ലോകത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി ചെയ്ത ത്യാഗമാണ് ഈ മഹാശിവരാത്രി. അതിനപ്പുറം എന്താ ഇന്നത്തെ പ്രത്യേകത? എന്തുകൊണ്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഉപവാസം എടുത്ത് ഉറക്കൊഴിച്ച് രുദ്രം ജപിക്കുന്നത്? രുദ്രം അറിയില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ശ്രീരുദ്രം ആണ് ഇന്ന് ജപിക്കേണ്ടത് രാത്രി. വേദമന്ത്രങ്ങളാണ്. അതായത് രുദ്രത്തിലെ സങ്കല്പം, അത് കഴിഞ്ഞാൽ ഓം നമോ ഭഗവതേ രുദ്രായ എന്നും പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങിയാൽ ആ നമകവും ചമകവും 6 റൗണ്ടാണ്. വൈകുന്നേരം 10:30 അങ്ങോട്ട് ഇരുന്ന വേദം ക്ലാസ്സിൽ രാവിലെ 4:30 വരെ ആകുമ്പോഴേക്കും ഞങ്ങൾ 6 റൗണ്ട് ശ്രീരുദ്രം ചൊല്ലും. എന്തിനാ രുദ്രം ചൊല്ലുന്നത്? അല്ലെങ്കിൽ രുദ്രം അറിയാത്തവർ ഓം നമഃശിവായ പഞ്ചാക്ഷരി എന്തിനാണ് ഇന്ന് രാത്രി മുഴുവൻ ഉറക്കൊഴിച്ചിരുന്ന് ജപിക്കുന്നത്? അതിനെ സയൻസ് ചേർത്ത് പറയുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. ഈ ഹലാഹല വിഷം ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, ഇത് നമ്മുടെ പ്രപഞ്ചത്തിലും ഉണ്ട്. നമ്മൾ ഏകാദശി മുതൽ അമാവാസി വരെ, അതായത് പ്രഥമ ദ്വിതീയ തൃതീയ എന്ന് പറഞ്ഞിട്ട് ദശമി വരെ കഴിഞ്ഞാലാണ് ഏകാദശി 11ാം ദിവസം. ഈ ഏകാദശി കഴിഞ്ഞ ഈ 4 ദിവസം വരുമ്പോൾ ഇന്ന് 14ാമത്തെ ദിവസം അറിയാലോ, കറുത്ത പക്ഷത്തിൽ കുംഭമാസത്തിൽ നാളെ വാവാണ്. ഈ വാവിനോടനുബന്ധിച്ച് അസുഖമുള്ളവരോട് ചോദിച്ചാൽ അറിയാം, ആസ്മയുടെ പ്രശ്നം, അപസ്മാരം ഒക്കെ ഉള്ളവർക്ക് അത് ഇത്തിരി അധികമാവും, വലിവൊക്കെ അധികമാവും. കാരണം സയൻസ് പ്രകാരം ഈ കറുത്ത വാവ് ദിവസങ്ങളിൽ ചന്ദ്രൻ സമുദ്രജലത്തെ ആകർഷിക്കും, ഭൂമിയെയും ആകർഷിക്കും. ആ സമയത്ത് സമുദ്രജലം വേലിയേറ്റം വേലിയിറക്കം എന്ന് പറഞ്ഞ് എന്നും കയറുന്നതിനേക്കാളും കുറച്ച് ഉള്ളിലേക്ക് വലിയും പുറത്തേക്ക് കയറുകയൊക്കെ ചെയ്യും. അത് സ്കൂളിൽ പഠിക്കുമ്പോൾ അത് കറക്റ്റ് മനസ്സിലാവും. MES EMS എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പഠിപ്പിക്കും ടീച്ചർമാർ. ഇത്ര മനസ്സിലാക്കിയാൽ മതി. ചന്ദ്രന് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയും. അതേസമയം ഈ ചന്ദ്രൻ എന്ന ഗ്രഹത്തിന് നമ്മുടെ ഭൂമിയുടെ ചലനങ്ങളെയും സമുദ്രത്തിൻ്റെ ചലനങ്ങളെയും സ്വാധീനിക്കാൻ കഴിയും. അത് സയൻസ്. അങ്ങനെ ആകുമ്പോൾ ഈ കറുത്ത വാവ് ദിനങ്ങളിൽ എന്ത് ചെയ്യുന്നു? വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് പുരുഷ സൂക്തം ജപിക്കുമ്പോൾ ചന്ദ്രമാ മനസോ ജായതേ, ചന്ദ്രമ മനസാ ജായതേ, ചന്ദ്രൻ മനസ്സിൽ നിന്നും ഉണ്ടായി. അല്ലെങ്കിൽ ഭഗവാന്റെ മനസ്സാണ് ചന്ദ്രൻ, സൂര്യൻ ഭഗവാന്റെ കണ്ണാണ്. ഇതൊക്കെ പുരുഷ സൂക്തം പറയുന്നതാ. ഇത് വെച്ച് നോക്കുമ്പോൾ ഭഗവാന്റെ ഓരോ അംഗങ്ങളാണ് ഈ ഭൂമിയിൽ ഓരോന്നായിട്ട് നിൽക്കുന്നത്. ഔഷധ ചെടികളൊക്കെ ഭഗവാന്റെ രോമങ്ങളാ, രാമായണത്തിലും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സും എന്താണ്? ചന്ദ്രനുമായി ബന്ധപ്പെട്ടിരിക്കും. ഭഗവാന്റെ അംശാവതാരങ്ങളാണല്ലോ നമ്മളൊക്കെ. ഈ മനസ്സിനെ സ്വാധീനിക്കാൻ ചന്ദ്രന് കഴിയും. ഇപ്പൊ തിരുവാതിര, നമുക്ക് സന്തോഷമാണ് തിരുവാതിര. കാരണം എന്താ? തിരുവാതിരയുടെ അന്ന് പൂത്തിരുവാതിര നിറഞ്ഞ് നിലാവ് ഇങ്ങനെ കിടക്കുന്നുണ്ടാവൂലേ പുഴയിൽ. നമ്മൾ തുടിച്ച് കുളിക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് ആ പൂർണ്ണചന്ദ്രനെ കാണുമ്പോൾ. അതേസമയം അമാവാസി ദിവസം ഒന്ന് പുഴയിൽ പോയി നോക്കൂ, വലിയ സുഖമൊന്നുമില്ലല്ലോ. നമ്മുടെ മനസ്സിന് സന്തോഷം തരാൻ അപ്പം ചന്ദ്രന് കഴിയുന്നുണ്ട് നിലാവ് കാണുമ്പോൾ. എഴുത്തുകാരൊക്കെ വലിയ എഴുത്തൊക്കെ എഴുതും, കവിതയൊക്കെ എഴുതും.
കറുത്ത വാവ് ദിവസം അല്ലെങ്കിൽ അമാവാസി, ഇപ്പൊ നാളത്തെ ദിവസം, ഇന്നത്തെ രാത്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയില്ല. കുറ്റാകുരി ഇരുട്ടല്ലേ. ഈ ഇരുട്ടിനോട് നമുക്ക് താല്പര്യമില്ല. അപ്പൊ നമ്മുടെ മനസ്സിന് വലിയ ഉന്മേഷമൊന്നും ഉണ്ടാവില്ല. ഇതാണ് ഇതിന് പിറകിലുള്ള സയൻസ്. ഈ ഉന്മേഷം ഇല്ലാതെ ഇരിക്കുമ്പോൾ നമുക്ക് ശരീരത്തിന് തളർച്ച തോന്നും. പ്രത്യേകിച്ച് രാത്രി നമുക്ക് ശക്തി കുറയും. അപ്പോൾ ഈ ഭൂമുഖത്ത് ചന്ദ്രന്റെ വെളിച്ചം ഇല്ലാതെയാകുന്ന സമയത്ത് അമാവാസി, ഈ ഏകാദശി മുതൽ അമാവാസി വരെയുള്ള ഈ 4 ദിവസങ്ങളിൽ എല്ലാത്തിലും വിഷം ഉണ്ടായിരിക്കുന്ന ഈ ദിവസങ്ങളിൽ സത്യത്തിൽ പണ്ടൊന്നും വെള്ളം, അതായത് കഞ്ഞി പോലത്തെ ലിക്വിഡായ ആഹാരത്തിനെ കഴിച്ചിരുന്നുള്ളൂ. സയൻസ് പറയുന്നു ചോറ് കഴിക്കില്ല, കനുള്ള ആഹാരമൊന്നും കഴിക്കില്ല, കാരണം വിഷ. അത്തവും ചതുർത്ഥിയും കേട്ടില്ലേ? വിഘ്നേശ്വരനാ. ആ അത്തവും ചതുർത്ഥി ഉണ്ടാകുമ്പോഴും ഇതേ അവസ്ഥയാണ്. ചന്ദ്രനാണ് പ്രശ്നം. ചന്ദ്രനെ കാണില്ല. അത്തവും ചതുർത്ഥിയും പുറത്തേക്ക് ഇറങ്ങരുത്, ചന്ദ്രനെ കാണരുത് എന്നാ പറയുക. അത്രയും ദോഷാ പറയും. അതുപോലെ തന്നെയാണ് ശിവരാത്രിക്കും അമാവാസി. നല്ല കൂരാക്കൂരി ഇരുട്ടാണ്. ചന്ദ്രനാണ് നമ്മളെ അപ്പോൾ ഇങ്ങനെ ബലഹീനനാക്കുന്നത്. ചന്ദ്രന് നമ്മുടെ എല്ലാം മനസ്സിനെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ ഭസ്മം കരിക്കില്ലേ നമ്മുടെ ശിവരാത്രിക്ക്? എന്തിനാ നമ്മൾ ഭസ്മം കരിക്കുന്നതെന്നറിയോ? ഗണപതി അഗ്നിയാണ് എന്നാ പറയാ. ഗണപതി ഹോമം നടത്തുന്നില്ലേ? അപ്പോൾ ഭസ്മം ഇങ്ങനെ കരിക്കുന്നതിന് വേണ്ടി ഈ ചാണകമൊക്കെ, ഗോമൂത്രമൊക്കെ ഉപയോഗിച്ച് അതിൽ നിക്ഷേപിച്ച് നമ്മൾ ഭസ്മം കരിച്ച് കൊണ്ടുവന്ന അവസാനം എന്താ ഉണ്ടാവുക? ഭസ്മം ഉണ്ടാവുക. ഈ ഭസ്മത്തിനെ കരിക്കാൻ ഗണപതിയായ അഗ്നിക്ക് പോലും കഴിവില്ല. അതേസമയം ഭസ്മത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഭസ്മം പുറത്തേക്ക് നമ്മൾ വെണ്ണീർ എന്ന് പറയും, മറ്റെന്തെങ്കിലും കത്തിച്ച്, അതും ഭസ്മാണ്. അതിന് സൃഷ്ടി നടത്താനുള്ള കഴിവുണ്ട്. നമ്മൾ വളപ്പൊടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ വെണ്ണീറല്ലേ അതിൽ ചേർക്കുന്നത്. അങ്ങനെ ലളിതമായിട്ട് സാധാരണക്കാർ മനസ്സിലാക്കുക. ഭസ്മത്തിന് സൃഷ്ടി നടത്താനുള്ള കഴിവുണ്ട്. അതേസമയം ഭസ്മാന്തം ശരീരം. തിരുമേനി സന്ധ്യാമ്പം എന്താ തന്നത്? ഭസ്മം 3 വരെ. മഹാദേവന്റെ തിരുനെറ്റിയിൽ നോക്കിയിട്ടുണ്ടോ? 3 വരെ അങ്ങോട്ട് വരച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ താപത്രയങ്ങളെയാണ് അത് കാണിക്കുന്നത്. 3 ദുഃഖേത്ര നമുക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്കൊക്കെ എൻ്റെ ടീച്ചറെ 3 ഒന്നുമല്ല, ധാരാളം ഉണ്ട് ഇല്ലേ? പക്ഷെ 3 ഉള്ളൂ. ആത്യന്തികമായിട്ട് താപത്രയ വിനാശായ ഭാഗവതം പറയുന്നുണ്ട്. ഒന്ന്, നമ്മളുടെ ശരീരത്തെ കുറിച്ച് ഓർത്തുള്ള ദുഃഖം, കാലുവേദന, കൈവേദന, അവിടെ മടങ്ങായ, ഇവിടെ കയറായാലേ. അതേസമയം പിന്നൊന്നുള്ള ദുഃഖം എന്താ? ശരീരവുമായി ബന്ധപ്പെട്ടവരെ കുറിച്ച് ഓർത്തുള്ള ദുഃഖം. മുത്തശ്ശിക്ക് വരാൻ കഴിഞ്ഞില്ല, വൈകുന്നേരം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, ഇതൊക്കെ നമ്മുടെ ബന്ധുക്കളെ ഓർത്തിട്ടുള്ള ദുഃഖം. മറ്റൊന്ന് സ്ഥാവര ജംഗമ വസ്തുക്കളെ കുറിച്ച് ഓർത്തിട്ടുള്ള ദുഃഖം. അതാണത്രേ ഈ 3 വര. ഈ ഭസ്മം ഇങ്ങനെ അങ്ങോട്ട് പൂശിക്കഴിഞ്ഞാൽ എന്താ ഗുണം? നമ്മളെ തിലകം ചാർത്തണേന് ഒരുപാട് തത്വങ്ങളുണ്ട്. നമ്മുടെ കയ്യോ കാലോ മുറിഞ്ഞു പോയാലും നമ്മുടെ ജീവൻ പോവില്ല. പക്ഷേ നമ്മുടെ തല അങ്ങോട്ട് പോയാൽ ജീവൻ പോയില്ലേ? നമ്മുടെ ശരീരത്തിൽ ആത്മാവിരിക്കുന്നത് ഈ ഭ്രൂമധ്യത്തിലാത്രേ. ഈ ആത്മാവിനെ പ്രശോഭിപ്പിക്കാനാണ് നമ്മൾ തിലകം തൊടുന്നത്, അല്ലെങ്കിൽ ചന്ദനം ഭസ്മം തൊടുന്നത്. ആ ആത്മാവിനെ പ്രശോഭിപ്പിക്കുന്നതിനപ്പുറം ഇപ്പൊ ചന്ദനം തൊട്ടു എന്ന് പറഞ്ഞാൽ ചന്ദനം ഭൂമിയെ പ്രതിനിധീകരിക്കുന്നതാ. ഔഷധ ഗുണമുണ്ട്. നമ്മളെ ത്വക്ക് രോഗങ്ങൾക്ക് ഏറ്റവും നല്ലതാ. അപസ്മാരവും ഉണ്ടാവില്ല, സയൻസ്. അതേസമയം ചന്ദനം തൊട്ടാൽ കാണാനും നല്ല ഭംഗിയല്ലേ? ഒരു ഐശ്വര്യമൊക്കെ തോന്നും നമുക്ക്. ഈ മഹാദേവന് ഭസ്മ, വിഭൂതി എന്നാ അതിന് പറയാം ഭസ്മത്തിന്. ഈ വിഭൂതി ചാർത്തിക്കഴിഞ്ഞാൽ നീർക്കെട്ടുണ്ടാവില്ല. മുത്തശ്ശിയൊക്കെ നോക്കിയിട്ടുണ്ടോ? ഇവിടെ 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 എല്ലാ സന്തുക്കളിലും അങ്ങോട്ട് തൊടും. കാരണം എവിടെയെങ്കിലും ഇത്തിരി നീർക്കെട്ടുണ്ടെങ്കിൽ ഭസ്മത്തിന് ഇല്ലാതെ വെക്കാൻ കഴിയും. പണ്ടൊക്കെ കൊടുത്തൂവൊക്കെ കളിച്ചാൽ മുത്തശ്ശി എന്താ ചെയ്യുക? ഇവിടെ വാ എന്ന് പറഞ്ഞിട്ട് ഇത്തിരി ഭസ്മം എടുത്ത് പൂശിക്കും ഇല്ലേ നമ്മളതിനെ. അപ്പോൾ ചേരൊക്കെ പൊള്ളി വന്നാൽ അങ്ങനെയാ. താണി എന്ന് പറയുന്ന മരത്തിൻ്റെ ഇല ചുട്ട് കരിച്ചിട്ട് ആ ഭസ്മ തേപ്പിക്കുക. വിഭൂതിയുടെ ഗുണമാണത്. അപ്പോൾ ഭസ്മാന്തം ശരീരം, നമ്മുടെ ശരീരം അവസാനം ഭസ്മമാവണം എന്ന ആ സങ്കല്പം കൂടിയാണത്. ഹൈന്ദവന്റെ ആചാരങ്ങളിൽ ഏറ്റവും ഉന്നതമാണ് എന്തെന്നറിയോ? നമ്മുടെ ശരീരം ചിതയിൽ വെക്കുന്നത്. മറ്റുള്ളവരെ നോക്കൂ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? അതിനടുത്തുള്ള എല്ലാ തീർത്ഥക്കുളങ്ങളും കിണറുകളും ഒക്കെ അഴുക്കായി മാറുത്രേ കുറച്ച് കാലം കഴിഞ്ഞ്. അത്ര തോനെ ജഡങ്ങളെ കൊണ്ടുപോയി നിക്ഷേപിക്കുമ്പോൾ. ഹൈന്ദവന് സ്വന്തമായിട്ട് 6 അടി മണ്ണ് പോലും വേണ്ട. അത് കൃഷിഭൂമിയാക്കിയിട്ടാ പിന്നെ മാറ്റുക നമ്മുടെ ചിത വെക്കൽ കഴിഞ്ഞ. അത്രയും വലിയ ചിന്താഗതിയാണ് സനാതനധർമ്മത്തിൽ ഊന്നി നിൽക്കുന്നവർക്ക് ഉള്ളത്. ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ ശിവരാത്രി എന്താണ് എന്ന് മനസ്സിലായി. ഇനി ഒരു കഥ പറയാം. കഥയിലൂടെയാണ് പുരാണങ്ങളൊക്കെ വരുന്നത്.
മഹാദേവന്റെ മുന്നിൽ വന്ന നമുക്ക് ശിവന്റെ മുന്നിൽ കൂറ്റനെ എഴുന്നള്ളിച്ച പോലെ എന്നാ പറയുക അല്ലെ. മഹാദേവൻ എങ്ങനെയാ ഈ കാളയെ വാഹനായിട്ട് ലഭിച്ചത്? ഇത് വലിയൊരു സംശയം അല്ലെ. ആർക്കെങ്കിലും അറിയോ? നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ ഭയപ്പെടുക. ചോദ്യം ചോദിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ പേടിയാ. കാരണം നമുക്കത് അറിയാത്തത് കൊണ്ടാണ്. ഇവിടെ കാളയെ എങ്ങനെ മഹാദേവന് വാഹനമായി ലഭിച്ചു? ഇത് വലിയൊരു ചോദ്യമാണ്. ബ്രഹ്മദേവൻ കാമധേനുവിനെ, പശുവിനെ സൃഷ്ടിച്ചു. കാമദേവന് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? ഒരു കിടാവുണ്ടായി. ഈ കിടാവിന് എന്തുണ്ടാവും? കുട്ടി ഉണ്ടായ അമ്മിഞ്ഞപ്പാൽ കൊടുക്കണം. അപ്പം നമ്മൾ പാലഭിഷേകമൊക്കെ ചെയ്യുന്നില്ലേ? ഈ പാലങ്ങനെ കുടിച്ചോണ്ടിരിക്കുമ്പോൾ ഈ കുട്ടിയുടെ ഈ സൈഡിലൂടെ എന്ത് വരും? പത ഇങ്ങനെ വരും, പാലിൻ്റെ. ആ പത കുറച്ച് കുറച്ച് കുടിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ താഴെ വീണപ്പോൾ മഹാദേവന്റെ ശരീരത്തിൽ വീണു. മഹാദേവൻ ഇങ്ങനെ യോഗനിദ്രയിൽ കിടക്കുകയല്ലേ. മഹാദേവന് ദേഷ്യം വന്നു. പെട്ടെന്ന് ദേഷ്യത്തോടെ ഈ പശുവിനെ നോക്കി. അതോടുകൂടി ആ പശു വെന്തു എന്നാണ് പറയുന്നത്. വെന്തപ്പോൾ, പണ്ടൊക്കെ വെളുത്ത പശുക്കളെ എത്ര ഉണ്ടായിരുന്നുള്ളൂ, എല്ലാ പശുക്കളുടെയും കളർ അങ്ങോട്ട് മാറി വെന്തതിൻ്റെ ആ കാഠിന്യത്തിനനുസരിച്ച്. വേഗം വന്നു ബ്രഹ്മദേവൻ. ലോകഗുരുവല്ലേ, ലോകത്തിൽ സംഹാരം പാടില്ലല്ലോ, പ്രത്യേകിച്ച് പശുക്കളെ പെട്ടെന്ന് തന്നെ. അവർ നിലനിൽക്കണം, കാമധേനു ഉണ്ടായിരിക്കണം, ചാണകമൊക്കെ നമുക്ക് വേണ്ടേ, ഗോമൂത്രം വേണം, ഇവിടെ ഒരു പഞ്ചഗവ്യം നടത്തണമെങ്കിൽ അവർ 5 സാധനങ്ങളും വേണം. ഓടി വന്നു. അയ്യോ മഹാദേവ ക്ഷമിക്കണേ, കോപിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ കോപമൊക്കെ ശമിച്ചു. അതുകൊണ്ട് പശുക്കൾ ചത്തുപോയില്ലേ അത്രേ. എന്നിട്ടോ ആ കളറൊക്കെ മാറിയ പശുക്കള് അപ്പോൾ എന്തായാലും കോപം വന്ന് നിൽക്കല്ലേ, ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം വേണമല്ലോ. അപ്പോൾ തീരുമാനമാക്കി. എന്ത്? ഈ കാളക്കുട്ടനെ എന്ത് ചെയ്യാം? മഹാദേവ നിങ്ങൾ വാഹനമായിട്ട് വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആര് കൊടുത്തു? ബ്രഹ്മദേവൻ മഹാദേവന് കൊടുത്ത വാഹനമാണ് കാള, നന്ദികേശ്വരൻ. ആ കാര്യം മനസ്സിലായില്ലോ. ഇതൊക്കെ നമുക്ക് സംശയം. അറിയണം, അറിഞ്ഞാരാധിക്കണം. ഇവിടെ അങ്ങനെ വരുമ്പോൾ നന്ദികേശ്വരൻ അവിടെ ഇരിക്കുന്നുണ്ടാവൂലേ? നിങ്ങൾ അമ്പലത്തിലേക്ക് വരണമെന്ന് വൈകുന്നേരം വിചാരിച്ചപ്പോൾ തന്നെ മഹാദേവൻ ഇന്നലെ ഇവിടെ വിചാരിച്ചു അത്രേ. പ്രദോഷത്തിന് വന്ന് ജപിക്കുക, എല്ലാവരും ഓം നമ ശിവായ ഇങ്ങനെ ജപിക്കുക. നിങ്ങളുടെ ക്ഷേത്ര, എനിക്കറിയുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഒരു കാര്യങ്ങളൊക്കെ എന്നെ അറിയിക്കും. ടീച്ചറെ മാതൃസമിതി ഇപ്പം ഇത്രയും കാര്യങ്ങളായിട്ടോ. പക്ഷെ ഇവിടെ മാത്രമാണ് ശിവരാത്രിയായിട്ട് 3 ദിവസം പരിപാടി ഉള്ളത്. ഇന്നലെ പ്രദോഷം, ഇന്ന് ശിവരാത്രി, നാളെ ബാഹുബലി അല്ലേ. എല്ലാം നമ്മൾ ആഘോഷം തന്നെയാണ്. എല്ലാ ആചാരങ്ങളും നമ്മൾ ആഘോഷമായിട്ട് എടുത്ത് ഉത്സവമായിട്ട് കൊണ്ടാടണം. ഉത്സാഹം ഉള്ളതാണ് ഉത്സവം എന്നാ പറയുക. പ്രത്യേകിച്ചും ദേവന്റെ ക്ഷേത്രത്തിൽ ഉത്സവങ്ങളാണ് നടക്കുക, ഭഗവതിക്ക് പൂരം നടക്കുക. ഇങ്ങനെ കാളക്കുട്ടനെ കിട്ടി. അത് അറിഞ്ഞ് ആരാധിക്കുമ്പോൾ നമുക്ക് വലിയൊരു സുഖം. ഇതുപോലെ മറ്റൊരു കാര്യം, ബ്രാഹ്മണർക്ക് ദാനം നൽകണം. നമ്മളെല്ലാവരും ബ്രാഹ്മണരെ വളരെയധികം ആരാധിക്കും, ബഹുമാനിക്കും ചെയ്യും. എന്തുകൊണ്ടാണ് ബ്രാഹ്മണർക്ക് ദാനം നൽകണം എന്ന് പറഞ്ഞത്? പ്രത്യേകിച്ചും നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങളും, ഇപ്പോൾ റേഡിയോ കണ്ടുപിടിച്ചത്, പേന കണ്ടുപിടിച്ചത് ഒക്കെ പഠിച്ചില്ലേ? കൊട കണ്ടുപിടിച്ചത് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. മഹാദേവന്റെ ജന്മദിനം പോലെ അത്. മഹാദേവന് ജന്മദിനമുണ്ടോ? നമ്മൾ ആഘോഷിക്കാറുണ്ടോ? ശ്രീകൃഷ്ണ ജയന്തി, അഷ്ടമി രോഹിണി ചേർന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ പറയും, തിരിയൊക്കെ നോക്കി വെച്ചിട്ട്. പക്ഷേ ഒരു ശിവക്ഷേത്രത്തിലും ഇന്ന് മഹാദേവന്റെ പിറന്നാള അല്ലെങ്കിൽ ജന്മദിന പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ജനിക്കാത്ത ഒന്നിന് എങ്ങനെ ജന്മദിനം ഉണ്ടാവുക? ഉണ്ടായ അതിന് നാശം ഉണ്ട്. ഭഗവാൻ ആൾറെഡി ഉള്ളതാണ്, ഇനി ഉണ്ടാവാനില്ല. മഹാദേവൻ അതുകൊണ്ട് തന്നെ ജന്മദിനവും നമ്മൾ ആഘോഷിക്കാറില്ല. അങ്ങനെയാ കാണുന്നത്. അതെത്രയും ഉന്നതമായി ചിന്തിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ കേട്ടോ. ഇല്ലാത്ത ഒന്ന് എങ്ങനെ പിന്നെ ഉണ്ടാവുക? ചോദിക്കും പോലെ ഉണ്ടായും കൊണ്ട് ഇരിക്കുന്ന ഒരു സാധനം പിന്നെ ഇല്ലാതെ ആവുന്നില്ല. അവതാര പുരുഷന്മാർ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ജനിക്കുന്നും ഇല്ല, മരിക്കുന്നും ഇല്ല. അവർ അവതരിച്ചു, സ്വർഗാരോഹണം ചെയ്തു, അങ്ങനെയാ പറയാറുള്ളത്. ജനിച്ചു എന്നോ മരിച്ചു എന്നോ ഒരവതാരത്തെക്കുറിച്ചും പറയാറില്ല. ഈ ബ്രാഹ്മണർക്ക് ദാനം നൽകണം എന്ന് പറയുന്നതിൽ ചെരുപ്പും കൊടയും, അതായത് ഛത്രദാനം, പാതുകദാനം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഈ സംസ്കൃതം പറയുമ്പോൾ അത്ര അങ്ങോട്ട് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ചെരുപ്പും കൊടയെന്ന് പറഞ്ഞത്. പണ്ട് ഈ ശ്രാദ്ധം നടത്തുന്നത് കണ്ടിട്ടുണ്ടോ? വീട്ടിൽ ശ്രാദ്ധം നടത്തിയവരുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മുടെ വീട്ടിലെ കാരണവരെ ഈ മെതിയടി അങ്ങോട്ട് ഇടിയിപ്പിക്കും. എന്നിട്ട് ഈ കൊടയും കയ്യിൽ കൊടുത്തിട്ട് ഒരു 8 അടി അങ്ങോട്ട് നടക്കാൻ പറയും. എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ച് നടക്കാൻ പറയും. എന്താ? കാശിക്ക് കൊണ്ടുവരിക എന്ന സങ്കല്പം ഈ നമ്മൾ ആവാഹിച്ചു കൊണ്ടുവന്ന് മരിച്ചുപോയ ആ പ്രേതത്തിന്. അങ്ങനെയാണെങ്കിൽ
എങ്ങനെയാണ് ഈ ചെരിപ്പും കുടയും ദാനം ചെയ്യുന്നത് ഇത്രയും മഹത്വമായത്? ഇന്നത്തെ കാലത്ത് അതൊന്നുമല്ല ദാനം കേട്ടോ. ഇപ്പൊ എത്ര പൈസ കിട്ടിയാലും ആർക്കും തികയില്ല. അതന്നെ ഏറ്റവും വലിയ ദാനം ആയി മാറി. പണ്ട് അങ്ങനെയൊന്നും ആയിരുന്നില്ല. ദക്ഷിണയ്ക്കൊന്നും ഒരു ഗ്രന്ഥത്തിലും ഇത്രയൊന്നും എഴുതി വെക്കുന്നില്ല. പക്ഷെ ദക്ഷിണ കാരണം ഇന്നൊരു അമ്പലത്തിലെ ആളിനെ സമീപിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ 3 വർഷം ഞങ്ങൾ സപ്താഹം നടത്തി, ഈ വർഷം ഒന്ന് നാരായണീയം ചെയ്യാൻ ടീച്ചർ വരുമോ? അപ്പൊ എന്താ, സപ്താഹം നടത്തണില്ലേ? നാരായണീയം സപ്താഹമാണോ നടത്തണേ? അല്ല, കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങൾ ആ വായിക്കാൻ വന്നവർക്ക് ദക്ഷിണ മാത്രം 65,000 രൂപയായി. പിന്നെ ഈ പന്തലും ലൈറ്റും മൈക്കും സൗണ്ടും അന്നദാനവും, അപ്പോൾ സാധിക്കില്ല. ഞാൻ പറഞ്ഞു, നിർത്തണ്ട, നമുക്ക് ഈ വർഷവും ചെയ്യാം, സപ്താഹം നടത്തുക. ഇതിലും വലിയൊരു പുണ്യം എന്താ ഉള്ളത്? ഈ ആർഭാടം തുള്ളലും ഒന്നും വേണ്ട. നമുക്ക് സാധാരണ ഒരു സപ്താഹം, അഹം എന്ന് പറഞ്ഞാൽ പകല. അപ്പോൾ 6 മണിക്ക് തുടങ്ങി 6 മണിക്ക് നിർത്താം. 5 മണിക്കൂർ പ്രഭാഷണം, 5 മണിക്കൂർ വായന. ദക്ഷിണയൊന്നും അങ്ങനെ കാര്യമായിട്ട് ചെയ്യാതെ തന്നെ ചെയ്യാമെന്ന് ഏറ്റു പോകുന്നുണ്ട്. ഭഗവാൻ എത്തിക്കുമോ എന്നറിയില്ല. ഭഗവാൻ തീരുമാനിക്കൂത്രേ. അതുകൊണ്ടായിരിക്കാം ആ മഹത് വ്യക്തി എന്നെ എന്ന് കണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ നിന്ന് കാണണ്ടല്ലോ, വേറൊരു ക്ഷേത്രത്തിലുള്ള ആളാണ്. ഈ സപ്താഹം പോലെ ഉന്നതമായ യജ്ഞങ്ങളൊക്കെ നടത്തുമ്പോൾ, ജ്ഞാനയജ്ഞങ്ങളോ, ഈ യജ്ഞം നടത്തിയാൽ അവിടെ ദക്ഷിണ, അതായത് യജ്ഞ ഭഗവാന്റെ ഭാര്യയാണ് ദക്ഷിണാദേവിയെന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പണ്ടത്തെ വസ്ത്രദാനത്തിനൊക്കെ പ്രാധാന്യം ഉണ്ടായിരുന്നു. അന്നദാനാണ് മഹാദാനം എന്നാ പറയാം. ഒരു ബ്രാഹ്മണനെ നമ്മൾ അന്നദാനം നൽകിയാൽ ഏറ്റവും ഗുണാന്ന. ബ്രാഹ്മണർക്ക് ദാനം നൽകുന്നത് എങ്ങനെയാണ് ഇത്രയും പുണ്യവും ശ്രേഷ്ഠവും ഫലപ്രദവുമാകുന്നത് എന്ന് മഹാഭാരതത്തിൽ ഭീഷ്മാചാര്യരോട്, ഭീഷ്മ പിതാമഹനോട് ധർമ്മപുത്രർ ചോദിക്കുക. അപ്പോൾ ഇതിന് പിറകിൽ ഒരു കഥയുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. എന്താ കഥ? കഥ കേൾക്കാനല്ലേ നമുക്ക് താല്പര്യം. കഥയിലൂടെ തത്വങ്ങളാ. ഇപ്പം ഈ പാലാഴി കടഞ്ഞ കാര്യം പറഞ്ഞില്ലേ, അതിൻ്റെ തത്വങ്ങൾ പറഞ്ഞില്ലല്ലോ. പാലാഴി എന്ന് പറഞ്ഞാലേ നമ്മുടെ മനസ്സാ. ഇപ്പം നിങ്ങളിവിടെ ഇരുന്ന് കഥയൊക്കെ അങ്ങനെ കേൾക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ മഹാദേവനെ കുറിച്ചാണ് പറയുന്നത്. വൈരാഗിയായ മഹാദേവനെ കുറിച്ച് കേൾക്കുമ്പോൾ, നമ്മൾ കുറച്ച് ഇങ്ങനെ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നാമം ജപിക്കുമ്പോൾ നമുക്ക് കൂട്ടുവായ വരും, ഉറക്കം വരും. ആദ്യം പൊങ്ങി വന്നത് എന്താ? കാളകൂടല്ലേ പൊങ്ങി വന്നത്. മനസ്സാദ്യം ഇങ്ങോട്ട് കടയുമ്പോൾ ഈ ഭക്തിയിലേക്ക് ഇങ്ങോട്ട് വരാനേ നമ്മുടെ ശരീരത്തിലെ മായ അങ്ങോട്ട് സമ്മതിക്കില്ല, ഇന്ദ്രിയ സുഖം അനുഭവിച്ചിട്ട്. അപ്പോഴാണ് അത്രയും നമുക്ക് ഉറക്കം വരും, കോട്ടായിടൊക്കെ ചെയ്യുക. എന്നാലും വേണ്ടിയില്ലേ, ഒന്നും കൂടി വലിച്ചു പിടിച്ച് ഇരിക്കട്ടെ വെച്ചിട്ട് കുറച്ചും കൂടി നേരം ഇരിക്കും. അപ്പോൾ കുറച്ച് കഥയൊക്കെ അങ്ങനെ വരുമ്പോഴാണ് കുഴപ്പമില്ല, തരക്കെടില്ലല്ലോ, ഇത്തിരിയൊക്കെ ഭക്തി അല്ലെങ്കിൽ അറിവ് കിട്ടിത്തുടങ്ങും. അതാണ് ഈ രത്നവും പവിഴവും പിന്നെന്താ ലക്ഷ്മി ദേവിയും ചന്ദ്രക്കലയും ഐരാവതവും ഒക്കെ പൊങ്ങി വരുന്നത്. ഇനി അതും കഴിഞ്ഞ അവസാനം നിങ്ങൾക്ക് ഇവിടുന്ന് ഭക്തി ഉണ്ടായി, ജ്ഞാനം, കുറച്ച് അറിവൊക്കെ കിട്ടി. ഇതാണ് മഹാദേവന്റെ തത്വം, ആദിദേവനാണ് മഹാദേവൻ, ഈ ലിംഗം എന്ന് പറഞ്ഞ ഇതാ ഒക്കെ മനസ്സിലായപ്പോൾ അപ്പം ജ്ഞാനം വന്നു. അപ്പം ഉഷാറായി. പിന്നെ അവസാനം കടന്നു വരിക എന്താ? അമൃതാണ് മോക്ഷം എന്ന് പറയുന്നത്. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? മോഹക്ഷയം ആണ് മോക്ഷം. ശങ്കരാചാര്യ സ്വാമി പറയുന്നതാ. എല്ലാ മോഹങ്ങളും ഇല്ലാതെ ആകുമ്പോൾ എന്തുണ്ടാവും? ഇപ്പോൾ ശിവരാത്രി, എന്തിനെ രാത്രി ഉറക്കൊഴിക്കുന്നേ? പകലിങ്ങനെ ഇരുന്ന് ജപിച്ചാൽ പോരെ? രാത്രി എന്നെ രുദ്രൻ ജപിക്കണം പറഞ്ഞത് എന്താ? അല്ലെങ്കിൽ രാത്രി എന്നെ ജ്ഞാനയജ്ഞം വെക്കണം എന്തിനാ? നിങ്ങൾക്ക് രാവിലെ വെക്കായിരുന്നില്ലേ? കാരണം രാത്രിക്കും പകലിനും വ്യത്യാസമുണ്ട്. പകല് എന്ന് പറഞ്ഞാൽ നാനാത്വമാണ്. നാനാത്വം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ പലതും കാണും, എല്ലാം ചലനാത്മകമാണ്. അപ്പം നമ്മുടെ മനസ്സിൽ എന്താ? ഒന്നും അങ്ങനെ ഏകാഗ്രമായി നിൽക്കില്ല. ഈ രാത്രി നോക്കൂ, ഇരുട്ട് വീണ് കഴിഞ്ഞാൽ ഏകത്വം ആണ്. എല്ലാം ഒരുപോലെ, പുറത്തേക്ക് നോക്കിയാൽ കൂരി ഇരുട്ടാ. അപ്പോൾ പിന്നെ എല്ലാം എന്തായി? ഏകത്വം സംഭവിച്ചു. ഈ ഏകത്വം ഉണ്ടാകുമ്പോൾ ഏകാഗ്രത ഉണ്ടാവുത്രേ. മാത്രമല്ല നമ്മൾ ഉറക്കത്തിൽ നിന്നും ഉണരണം. ഏതുറക്കത്തിലാ? അപ്പം നമ്മളൊക്കെ ആനന്ദത്തിലാണ്. 3 ആനന്ദ നമുക്കുള്ളത്. ഒന്ന് ലൗകികാനന്ദം, ഈ ചൊറിമാന്തി സുഖം എന്ന് പറയും പോലെ. ഈ വരട്ടച്ചൊറി പിടിച്ചവനോട് ചോദിക്കണം അത്ര ചൊറിയുമ്പത്തെ സുഖം എന്താ? അതുമാതിരിയാണ് ഈ ലൗകികത്തിന്റെ പിറകെ. വേണ്ടാന്നല്ല കേട്ടോ, ലൗകികത്തിൽ നിൽക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആത്മീയമായ ഇത്തിരി എണ്ണ പുരട്ടിയിട്ട് ആ ജീവിതം എങ്ങനെ സമർപ്പിക്കണം? ഭഗവാന് വേണ്ടി, നമ്മുടെ ആചാരങ്ങൾക്ക് വേണ്ടി, അടുത്തുള്ള ക്ഷേത്രത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് സമർപ്പിക്കുക. അങ്ങനെ ഒരു ഗ്രൂപ്പാണല്ലോ ഇപ്പോൾ ഇവിടെ ഉള്ളത്. അങ്ങനെ സമർപ്പണത്തോടു കൂടി ജീവിക്കുമ്പോൾ എന്തായി മാറി? അത് നമുക്ക്
ഭജനാനന്ദം നൽകും. ഇപ്പൊ ഇവിടെ അങ്ങനെ ഇരുന്ന് വൈകുന്നേരം വരെ നിങ്ങൾ ഭജൻസ് പോലെ ഓം നമ ശിവായ പഞ്ചാക്ഷരി ജപിച്ചില്ലേ, അതാണ് ഭജനാനന്ദം എന്ന് പറയുന്നത്. പിന്നെ വെള്ളവും വേണ്ട, ഒന്നും വേണ്ട, ഭക്ഷണവും വേണ്ട, ഇരുന്ന് അങ്ങോട്ട് ജപിക്കുക. രാവിലെ ഒരു തുളസി തീർത്ഥം കുടിച്ച് എന്താ സങ്കല്പം? ഹേ ഭഗവാനെ മഹാദേവ, ഇന്ന് ശിവരാത്രിയാണ്, ഞാൻ ശിവരാത്രി വ്രതം നോൽക്കുന്നു, സ്വീകരിക്കണമേ എന്നും പറഞ്ഞിട്ടാ നമ്മളത് നോൽക്കുന്നത്, സങ്കല്പം വെക്കുന്നത്. അതുകൊണ്ട് ഓം നമ ശിവായ അങ്ങോട്ട് ഇരുന്ന് ജപിച്ചു. രാത്രിയിൽ നമ്മൾ ഉറക്കത്തിൽ നിന്നും ഉണർന്നിരിക്കുന്നത് പോലെ ജാഗ്രത്തിലേക്ക് അല്ലെങ്കിൽ ലൗകിക വിഷയങ്ങളിൽ നിന്നും ആത്മീയതയിലേക്ക് നമ്മൾ ഉയരണം, ജാഗ്രതയോടുകൂടി ഇരിക്കണം. അതാണ് ശിവരാത്രിയുടെ സങ്കല്പം, അതിലെ തത്വം വരുന്നത്. അതവിടെ വിട്ടുപോയതാ. ഇനിയിപ്പോൾ നിങ്ങളിവിടെ രാത്രിയിൽ ജപിക്കണം എന്ന് പറയുമ്പോൾ എന്തേ പകലെന്ന് ചോദിച്ചാൽ, ഉറക്കത്തെ മാറ്റി നിർത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? മനസ്സിനെ ഉയർത്തും, ആത്മാവിനെ ഉയർത്തും. ഉറക്കം പോലും വേണ്ടാന്ന് വെച്ച് ജാഗ്രതയോടുകൂടി ഇരുന്ന് മഹാദേവനെ അങ്ങനെ സങ്കല്പിക്കുക. ഇത് കഴിഞ്ഞ ഭജനാനന്ദവും കഴിഞ്ഞ് വേറൊരാനന്ദം കിട്ടാനുണ്ട്. അതാണ് ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത്. ഒരു ദിവസം നിങ്ങൾ ഇവിടെ വന്നിരുന്ന് ഈ പഞ്ചാക്ഷരി ഇങ്ങനെ ജപിക്കുമ്പോൾ മഹാദേവൻ നിങ്ങളുടെ അടുത്ത് വരും. നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന് ഏത് രൂപത്തിലാണോ നിങ്ങൾ ആ മഹാദേവനെ ധ്യാനിച്ചിരുന്നത്, ആ രൂപത്തിൽ ഭട്ടേരിപ്പാടിൻ്റെ മുന്നിൽ കൃഷ്ണൻ പ്രത്യക്ഷമായതുപോലെ വന്ന് നിങ്ങൾക്ക് വേണ്ട എല്ലാ വരങ്ങളും നൽകും. അപ്പോഴും പറയാണ്, മഹാദേവ കൊണ്ടുപോവല്ലേ, എൻ്റെ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല പറഞ്ഞാൽ നമ്മുടെ ആയുസ് നീട്ടിത്തരാൻ പോലും ദേവന് കഴിവുണ്ട് എന്നാ. മാർക്കണ്ഡേയ പുരാണം അറിയാലോ, ശിവലിംഗത്തിലാണ്ട് കെട്ടിപ്പിടിച്ചു കുട്ടി കരയാണ് മാർക്കണ്ഡേയൻ, മഹാദേവ ഇന്നേതാ കൊണ്ടുപോവാൻ കാലൻ വരുന്നു, രക്ഷിക്കണേ. അപ്പൊ എന്താ പറഞ്ഞേ? തിരുനാവായ പുറത്തേക്കൊരു വാതിലുണ്ട്, പറകിൽ നോക്കിയിട്ടുണ്ടോ പോകുമ്പോ? മാർക്കണ്ഡേയൻ വന്ന് രക്ഷിച്ച് മാർക്കണ്ഡേയനെ പുറത്തേക്ക് ഓടിച്ചെന്നത് വിഷ്ണുവിന്റെ അടുത്തേക്കാ. എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല, അപ്പുറത്തതാ തുപ്രങ്കോട് പറയും നമ്മള്, മഹാദേവന് മാത്രമേ കഴിയൂ മരണത്തിന്ന് രക്ഷിക്കാൻ എന്ന് പറഞ്ഞു. അതറിഞ്ഞ മഹാദേവൻ നന്ദികേശനെ അയച്ചു അത്രേ. പിറകിലേക്കുള്ള വാതിൽ തിരുനാവായ വിഷ്ണു തുറന്നു കൊടുത്തിട്ട് അവിടെ നന്ദീനെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിഷ്ണു ക്ഷേത്രത്തിൽ എങ്ങനെ നന്ദി വന്നത്? നന്ദികേശ്വരൻ അവിടെ നിന്ന് കൊടുത്തു. ഉയരണ്ടേ, ഇറങ്ങാൻ വയ്യ. കുട്ടി ആ നന്ദിയുടെ പുറത്ത് കയറി തൃപ്പാദങ്കോട് പോയി രക്ഷപ്പെട്ടു എന്നാ. ആ മാർക്കണ്ഡേയന് ഭഗവാൻ ആയുസ് നീട്ടിക്കൊടുത്തെങ്കിൽ നാമം ജപിക്കുന്ന, ഗായത്രി ജപിക്കുന്ന, പ്രാണായാമം ചെയ്യുന്ന, രുദ്രം ജപിക്കുന്ന, ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്ന നിങ്ങളുടെ ആയുസ്സും നീട്ടിത്തരും. എന്തിനാണെന്നറിയോ? ഒരുപാട് സുഖിച്ച് ജീവിക്കാനല്ല, ഭഗവാനെ ഭജിക്കാൻ. ഈ ഭജനാനന്ദം അങ്ങനെ ആഘോഷിക്കാൻ, അതിൽ അർമാദിക്കാൻ എന്ന് പറയാം. ആറാടുക, ഭക്തിയിൽ അങ്ങനെ ആറാടുക, ഭജൻസിൽ അങ്ങനെ ആറാടി ആ ഭക്തിരസം നമ്മൾ അങ്ങനെ അനുഭവിക്കുക. എന്താ ഹനുമാൻ പറഞ്ഞത്? ശ്രീരാമചന്ദ്ര, എനിക്ക് മോക്ഷം വേണ്ടാട്ടോ, ഈ ആകാശചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും ഭൂമിയുമുള്ള നാൾ ഇവിടെ ഇങ്ങനെ രാമനാമം ചൊല്ലി ഇരുന്നാ മതി. അതുപോലെ നമ്മളും പറയും, ശരി ഭജിച്ചോളൂ, അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞ് ആയുസ് വരെ നീട്ടിത്തരാൻ കഴിവുണ്ട്, മഹാദേവന് കഴിവുണ്ട് എന്നാ. അപ്പോൾ ആർക്കും ആഗ്രഹമില്ലല്ലോ പെട്ടെന്ന് അങ്ങോട്ട് മരിച്ചു പോവാൻ. പ്രത്യേകിച്ചും ഗ്രന്ഥങ്ങളുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് ഗ്രന്ഥങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ഒരു പകുതി പോലും വായിച്ചെത്തിയിട്ടില്ല. ഞാൻ എപ്പോഴും വിചാരിക്കുക, ഇങ്ങനെ അറ്റാക്കൊക്കെ കേൾക്കുവേ, ഈ കൊറോണ കാരണം കുത്തിവെച്ചോണ്ടാ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ, കൃഷ്ണ ഇനി വാങ്ങണില്ല, ഈ വാങ്ങി വെച്ചത് മുഴുവൻ ഒരു തവണയൊന്ന് വായിച്ചിട്ട് കൊണ്ടുപോകണേ, അത്രയുള്ളൂ ആഗ്രഹം. ഇങ്ങനെ പാടുക, ഭഗവാന്റെ നാമങ്ങൾ, കഥകൾ പാടി പാടി ഭക്തജനങ്ങളെ അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് കണ്ട ആ ഒരു കാഴ്ച ഉണ്ടല്ലോ, അതൊക്കെയാണ് ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ സുഹൃതം. ആ വയസ്സായ മുത്തശ്ശി മകള് വിളിച്ചു, കൊളത്തൂരമ്പലത്തിൽ പ്രഭാഷണം കേട്ടിട്ടേ ബിന്ദു നമ്മുടെ സത്സംഗം ഗ്രൂപ്പിലെ വോയിസ് ഇട്ടു, അമ്മയ്ക്ക് പടിയൊന്നും ഇറങ്ങാൻ വയ്യ, ഒരുപാട് പടികൾ ഇറങ്ങിപ്പോണം, അമ്മായി വരൂ കേട്ടോ, ടീച്ചറെ പരിചയപ്പെടാൻ വരും. ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ദേ ആ അമ്മ ഇങ്ങനെ വിളിക്കുക, താഴത്തേക്ക് വരൂ, കയറാൻ വയ്യാന്ന്. എഴുന്നേറ്റ് നിൽക്കാൻ പോലും അവർക്ക് വയ്യ, അത്രയും അങ്ങോട്ട് അവശയായിരിക്കുന്നു. ഈ വയസ്സ് കാരണം, അസുഖമൊന്നുമില്ല, ആ ഒരു ചേർത്ത് പിടിച്ചിട്ടുള്ള ആ ഒരു ചിരി, അത് മതി, സന്തോഷമായി കുട്ടിയെ കേൾക്കാൻ കഴിഞ്ഞൂലോ. അതാണ് ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സുഹൃതം എന്ന് പറയുന്നത്. ഇപ്പൊ നന്ദികേശ്വരനെ മനസ്സിലായില്ലേ? ഛത്രവും കൊടയും കൊടുത്ത് തന്നെ മുഴുവൻ പറയാം. ഇങ്ങനെ നമ്മൾ ശ്രാദ്ധം കൂട്ടുമ്പോൾ ഇങ്ങനെ ഒരുപാട് ചടങ്ങുകളുണ്ട്.
ബ്രാഹ്മണന് ഛത്രദാനം എന്തിനു നൽകി? അതിന് പിറകിൽ ഒരു കഥയുണ്ട് ധർമ്മപുത്ര, കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് കഥ പറഞ്ഞു കൊടുക്കുകയാണ് ഭീഷ്മാചാര്യര്. പരശുരാമനെ അറിയാലോ, ഒരവതാരം. ഈ പരശുരാമന്റെ അച്ഛനാണ് ജമദഗ്നി മഹർഷി. ഈ ജമദഗ്നി മഹർഷി അമ്പ് എയ്യും, ക്ഷത്രിയനാണല്ലോ. ഈ അമ്പ് ഇങ്ങനെ എയ്യുന്ന സമയത്ത് ഭാര്യ രേണുക ഓടിപ്പോയിട്ട് അത് എടുത്തുകൊണ്ട് വരും. നമ്മൾ കുട്ടികളെ ഈ വിമാനമൊക്കെ പറത്തി വിടും, കുട്ടി എടുത്തുകൊണ്ട് വരും, അങ്ങനെ ഒരു കളിപ്പിക്കല്. അപ്പോൾ ഭാര്യയും ഭർത്താവും അങ്ങനെ രസിക്കുകയായിരുന്നു. അവരുടെ ജീവിതത്തിലുണ്ട് ഈ രസങ്ങളൊക്കെ. അതുകൊണ്ട് നമ്മുടെ ലൗകികം തെറ്റൊന്നും അല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഓടിപ്പോയി ആ ശരം എടുത്തുകൊണ്ടുവരും. അപ്പോൾ മഹർഷിക്ക് സന്തോഷമായി, വീണ്ടും ഒന്നുകൂടി സ്പീഡിൽ എയ്ത് വിടും. അപ്പോൾ കുറേ അപ്പുറം പോയി വിടും. അപ്പോൾ ഓടിപ്പോയിട്ട് രേണുക എടുത്തു വന്ന് കൊടുക്കും. ഇങ്ങനെ സമയം ഉച്ച ചെയ്ത് അവർ ശ്രദ്ധിച്ചതേ ഇല്ല. വളരെ രസകരമായിട്ട് ഒരു 4-5 അസ്ത്രങ്ങൾ വെച്ചിട്ടുള്ള ഒരു കളി. ഉച്ചയായപ്പോൾ കുറേ ദൂരത്തേക്ക് എയ്ത് വിടുന്നുണ്ട് മഹർഷി. രേണുകയ്ക്ക് ഓടിയിട്ട് തന്നെ തളർന്നു. നല്ല വെയിലാ, തല ഇങ്ങനെ പൊള്ളണ ചൂട്, തലയ്ക്കിനപ്പുറം കാല് പൊള്ളിയിട്ട് നടക്കാൻ വയ്യ. കുറേ ദൂരം പോയി ശരങ്ങൾ പെറുക്കി വരുമ്പോൾ ഒരു മരം കണ്ടപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് സമയം വിശ്രമിച്ചപ്പോൾ മനസ്സിലായി ഇത്രേ ഭർത്താവിന് ദേഷ്യം വരുന്ന ആളാണ്. ജമദഗ്നി മഹർഷിക്ക് ദുർവാസാവിനെ പോലെ ദേഷ്യപ്പെടുകയാണാവോ, തളർന്നാലും വേണ്ടിയില്ല, കൊണ്ടു കൊടുക്കട്ടെ. അവിടുന്ന് എഴുന്നേറ്റു, വേഗം ഇത് കൊണ്ടുവന്ന് കൊടുത്തു. വിചാരിച്ച പോലെ തന്നെ ദേഷ്യപ്പെട്ടു അത്രേ. വന്നതും ചോദിച്ചു, രേണുകേ നീ എന്താ ഇത്രയും താമസിച്ചേ എന്ന് ചോദിച്ചപ്പോൾ, ക്ഷമിക്കണം പ്രഭോ, ഞാനാ ഓടിപ്പോയി തളർന്നു. പ്രത്യേകിച്ചും എൻ്റെ കാലുകൾ പൊള്ളിയിട്ട് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. തലയിലാണെങ്കിലോ ഈ വെയിൽ കൊണ്ടിട്ട് എനിക്ക് സഹിക്കാൻ വയ്യ. ഞാൻ ഇത്തിരി സമയം ആ വൃക്ഷച്ചുവട്ടിൽ വിശ്രമിച്ചു, അതുകൊണ്ടാണ് വൈകിയത്. വെള്ളം എടുക്കാൻ പോയി വൈകി വന്നത് ഓർമ്മ ഉണ്ടല്ലോ, ഒറ്റ വീശിനാ കിടക്കണു. അമ്മയെ കൊന്ന ആളാ പരശുരാമൻ അല്ലേ? അതുപോലെ ദേഷ്യപ്പെട്ടു. അപ്പോൾ ദേഷ്യപ്പെടല്ലേ, ഇനിയിപ്പോൾ രക്ഷയൊന്നുമില്ല, കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സമ്മതിച്ചു. പക്ഷെ ദേഷ്യം വന്നത് ആരോടാ തീർക്കാൻ തുടങ്ങിയതെന്നറിയോ? നേരെ ഈ കൊണ്ടുവന്ന് കൊടുത്ത് ശരങ്ങൾ ഇങ്ങോട്ട് എടുത്തു. ശരങ്ങൾ എടുത്തിട്ട് സൂര്യൻ്റെ നേരെ എയ്യാൻ നിൽക്കണത്. അസ്ത്രങ്ങളെ ഉന്നം വെക്കുന്നത് സൂര്യന് നേരെ. ആലോചിച്ചു നോക്കൂ, സൂര്യൻ നമുക്ക് എന്തെല്ലാം തരുന്നുണ്ട്. സൂര്യനാണ് എനർജിയുടെ കേന്ദ്രം. സൂര്യൻ ഇല്ലെങ്കിൽ ഒന്നും പിന്നെ ഈ ഭൂമുഖത്ത് ഉണ്ടാവില്ല. അതൊക്കെ അറിയുന്ന മഹർഷിയാ. സൂര്യഭഗവാൻ ഇതറിയാലോ, വീണ്ടും വിചാരം ഉണ്ടല്ലോ. സൂര്യഭഗവാൻ നേരെ ഇത് മനസ്സിലാക്കി ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ മുന്നിൽ വന്ന് നിന്നു. ബ്രാഹ്മണരെ പിന്നെ മഹർഷീശ്വരന്മാർക്കും നല്ല ബഹുമാനം. അപ്പോൾ അങ്ങനെ വെച്ചു. അയ്യോ, നമസ്കാരമൊക്കെ പറഞ്ഞു. മഹർഷി, അങ്ങ് ആരെയാണ് അമ്പെയ്യാൻ തുടങ്ങുന്നത്? ആർക്കാണ് ഉന്നം വെച്ചത്? ജ്ഞാനദൃഷ്ടി കൊണ്ട് ജമദഗ്നി മഹർഷിക്ക് മനസ്സിലായി ഇത്രേ, ഈ വന്നിരിക്കുന്നത് സൂര്യദേവൻ തന്നെയാണ്. പറഞ്ഞു, സൂര്യ, നീ തന്നെയാണ് വന്നിരിക്കുന്നത്, എനിക്കറിയാം. എൻ്റെ ഭാര്യയ്ക്ക് നീ കാരണം ബുദ്ധിമുട്ടുണ്ടായി. അകാരണമായി സൂര്യനെ അമ്പെയ്യരുത്. വീണ്ടും പറയാണ് മഹർഷി, അകാരണമായി സൂര്യനെ അമ്പെയ്ത് താഴെ വീഴ്ത്തരുത്. സൂര്യൻ ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ല. സൂര്യനാണ് ഈ വെള്ളം എല്ലാം ബാഷ്പീകരിച്ച് മുകളിൽ കൊണ്ടുപോയി മഴമേഘമാക്കിയിട്ട് മഴ പെയ്യ്ക്കുന്നത്. മഴ പെയ്താൽ പർജന്യം, മഴ പെയ്താലേ എന്തുണ്ടാവുള്ളൂ? അന്നം ഉണ്ടാവുള്ളൂ, കൃഷി ഉണ്ടാവുള്ളൂ, പ്രപഞ്ചത്തിന് നിലനിൽപ്പുള്ളൂ. സൂര്യഭഗവാനാണ് ഈ എല്ലാ ജീവജാലങ്ങൾക്കും എനർജി, ഊർജം നൽകുന്നത്. അതുകൊണ്ട് സൂര്യനെ താഴെ വീഴ്ത്തരുത് എന്ന് പറയാം. അപ്പൊ പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് രേണുകയ്ക്ക് കാല് പൊള്ളുന്ന ചൂടും തലയിലും ചൂട് നൽകിയില്ലേ, ഞങ്ങളുടെ കളി മുടങ്ങിയില്ലേ, അതുകൊണ്ട് ഞാൻ ഇത് ചെയ്തേ നിൽക്കും. ഇപ്പൊ പറയാ, അയ്യോ ക്ഷമിക്കണം, ഞാൻ തെറ്റുകാരനാണ്, ഇതിനൊരു പരിഹാരം കണ്ടാ പോരെ, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വന്നിട്ടത് ആരാ? സൂര്യദേവൻ തന്നെ, അതും ഒരു ബ്രാഹ്മണ വേഷത്തില്. അപ്പൊ ക്ഷമിച്ചു, ദേഷ്യമൊക്കെ പോയി. ഇത്രയേ ഉള്ളൂ. ഒരു കൈ കൊട്ടുമ്പോൾ മറ്റേ കൈയും കൂടി ചേർക്കുമ്പോഴാണ് ശബ്ദം ഉണ്ടാവുക. ഒരാൾ ചൂടാകുമ്പോൾ നമ്മൾ ചിരിച്ച് സംസാരിച്ചു നോക്കൂ, ആ പ്രശ്നം അവിടെ തീരും. അങ്ങനെ ഒരു തത്വം കൂടി അവിടെ ഉണ്ട്. പറഞ്ഞു, ശരി, ക്ഷമിച്ചിരിക്കുന്നു. കാരണം ശരണാഗതരെ രക്ഷിക്കുക എന്നുള്ളത് ഞങ്ങൾ മഹർഷീശ്വരന്മാരുടെ ധർമ്മമാണല്ലോ. അതുകൊണ്ട് സൂര്യനെ അമ്പെയ്ത് വീഴ്ത്തുന്നില്ല. പക്ഷേ എൻ്റെ ഭാര്യയ്ക്കുണ്ടായ വിഷമത്തിനൊരു പരിഹാരം കണ്ടു തരണം. അപ്പോൾ ആലോചിച്ചു സൂര്യഭഗവാൻ എന്താ ചെയ്തേന്നോ? നല്ല ഒരു കൊടയും ഒരു തോൽച്ചെരിപ്പും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ കുട ഉപയോഗിച്ച് ഭാര്യയ്ക്ക് ഇനി വെയിലത്ത് കൂടി തലയിൽ സൂര്യരശ്മി ഏൽക്കാതെ നടക്കാം. അതേസമയം കാലിൽ ഈ തോൽച്ചെരിപ്പ് അണിഞ്ഞാൽ മണ്ണിൻ്റെ ചൂടും കാലടികളെ പൊള്ളിക്കില്ല എന്നും പറഞ്ഞ് ഇത് രണ്ടും സമ്മാനമായിട്ട് കൊടുത്തു.
ഇവിടെ ബ്രാഹ്മണർക്കാ ദാനം ചെയ്തത്. വേറൊരു കാര്യം കൂടിയും പറഞ്ഞു. ബ്രാഹ്മണർക്ക് ഇങ്ങനെ ഛത്രദാനം, പാദുകദാനം ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമാണ്. ഇതിൻ്റെ ഗുണം ബ്രാഹ്മണർക്ക് ദാനം ചെയ്താൽ ഇഹലോകത്തിലും പരലോകത്തിലും നമുക്ക് ഗുണമുണ്ടെന്നാ. ഇഹലോകം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള താമസം, ഇഹലോകവാസം. ഇവിടെ നിന്ന് മരിച്ച് നമ്മൾ സ്വർഗത്തിൽ ചെന്നാൽ അല്ലെങ്കിൽ നരകത്തിൽ ചെന്നാൽ നമ്മുടെ പുണ്യപാപങ്ങൾക്ക് അനുസരിച്ചിട്ട് നമുക്ക് അവിടെയും എന്തുണ്ടായിരിക്കും? ഗുണങ്ങൾ ഉണ്ടായിരിക്കുന്ന. അതുകൊണ്ട് ദാനം ചെയ്യണം. ഈ കഥയുടെ പുറകിൽ ഇപ്പോൾ ആരും ഇതൊന്നും ദാനം ചെയ്യുന്നില്ല. ബ്രാഹ്മണർക്ക് ദാനം ചെയ്യണം, പ്രത്യേകിച്ചും നമ്മൾ അന്നദാനം ചെയ്യണം. ഇതാണ് ഈ കഥയുടെ പിന്നിലെ തത്വം. എങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാ. ബ്രാഹ്മണരെ ബഹുമാനിക്കണം. ആരാ ബ്രാഹ്മണൻ? നമ്മളെല്ലാം എല്ലാവരും ജനിക്കുന്നത് മനുഷ്യനായിട്ടാ. സ്കന്ദപുരാണം പറയുന്നുണ്ട്, ജന്മനാൽ ജായതേ മർത്യ. മർത്യനാ, വെറും മനുഷ്യൻ. മർത്യൻ എന്ന് പറഞ്ഞാൽ മരണം ഉള്ളവനാ. അത്രയും കുറഞ്ഞ ഇൻസ്റ്റിങ്ക്റ്റിലാണ് നമ്മൾ ജനിച്ചു വീഴുന്നത്. പക്ഷെയോ പിന്നെയോ കർമ്മണാൽ ജായതേ ദ്വിജ. കർമ്മം കൊണ്ട് അദ്ദേഹം പൂജാതി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹം ദ്വിജനായി മാറുന്നു. ബ്രഹ്മജ്ഞാനേന ഏവ ബ്രാഹ്മണ. ബ്രഹ്മജ്ഞാനം നേടുമ്പോഴാണ് അദ്ദേഹം എന്തായി മാറുന്നത്? ബ്രാഹ്മണൻ എന്ന പദവിക്ക് അർഹനാകുന്നത്. നമ്മൾ പറയും ബ്രഹ്മചര്യത്തിലൂടെ നീങ്ങണം. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തോടൊപ്പം ചരിക്കണം എന്നാണ് അർത്ഥം. ഇങ്ങനെ ഓരോ കഥകളിലൂടെയും തത്വങ്ങൾ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞ് ആരാധന നടത്തണം. ഒരുപാട് കഥകളുണ്ട്. ഇനി ഇതുപോലെ വരുമ്പോൾ തന്നെ പറയുന്ന ഒരു കഥയാണ് കൈതപ്പൂവിൻ്റെ കഥ. കേതകി എന്നാണ് ആ പുഷ്പത്തിനെ സംസ്കൃതത്തിൽ പറയുക. കൈതപ്പൂവിനെ മാത്രമാണ് നമ്മൾ എന്തിനെടുക്കാത്തത്? പൂജയ്ക്ക് എടുക്കാത്തത്. എന്താ കാരണം? കൈതപ്പൂവ് കള്ളം പറഞ്ഞു. കള്ളം പറഞ്ഞാൽ നമുക്ക് ക്ഷമിക്കുമോ? ഞാൻ പറയും എല്ലാം ഞാൻ ക്ഷമിക്കും, നുണ പറഞ്ഞേക്ക് ക്ഷമിക്കാൻ കഴിയില്ല. വല്ലാതെ ദേഷ്യം വരും നുണ പറഞ്ഞത് അറിഞ്ഞു കഴിയുമ്പോൾ. കാരണം അതങ്ങോട്ട് ആ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ധാർമ്മിക രോഷ. ബ്രഹ്മദേവൻ എങ്ങനെയാ ഉണ്ടായത്? ശ്രീനാരായണന്റെ നാഭികമലത്തിൽ നിന്നുണ്ടായി. ബ്രഹ്മദേവൻ ഉണ്ടായി കഴിഞ്ഞതും വിഷ്ണുവിനെ കാണുന്നത്, വേറൊന്നും കാണുന്നില്ല. വിഷ്ണുവിനെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് തോന്നുക, ഞാനാണ് കേമൻ, ഈ കിടക്കുന്ന ഒന്നുമല്ല. ഇവർ തമ്മിലിങ്ങനെ സംസാരിച്ചു വന്നു. അവസാനം എന്തായി? ഞാനാണ് കേമൻ. ഇവർ തമ്മിൽ അടി തുടങ്ങി. ആരെ അടിക്കുന്നത്? ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ. അവരെ തല്ല് തീർക്കാൻ പിന്നെ അതിനു മുകളിൽ ആരെയുള്ളൂ? മഹാദേവൻ മാത്രമേ ഉള്ളൂ. അപ്പൊ തീരുമാനമായി. മഹാദേവൻ അവിടെ വന്നു. എങ്ങനെയാ വന്ന്? ഈ ശിവലിംഗം ഉണ്ടായതിൻ്റെ കഥ അതെട്ടോ. ശിവലിംഗത്തിന്റെ രൂപത്തിൽ എങ്ങനെയാ? അനന്തമായ, നമ്മൾ ഇൻഫിനിറ്റി എന്ന് പഠിക്കില്ലേ, അനന്തമായ നീള. ഈ ശിവലിംഗത്തിന്റെ തലയും കാണാനില്ല, പാദവും കാണാനില്ല, ഒന്നും കാണുന്നില്ല. ഒരു അശരീരി പോലെ പറയാണ്, നിങ്ങൾ അടി കൂടണ്ട ബ്രഹ്മദേവ അല്ലെങ്കിൽ മഹാവിഷ്ണു, നിങ്ങൾ അടി കൂടണ്ട, നിങ്ങളുടെ തർക്കം ഞാൻ തീർത്തു തരാം. എന്താ തർക്കം? ആരാണ് കേമൻ? നിങ്ങളിൽ ആരാണ് കേമൻ എന്നുള്ളതിന് ഞാൻ നിങ്ങൾക്കൊരു പന്തയം വയ്ക്കാം. എന്താ പന്തയം? ഈ ശിവലിംഗത്തിൻ്റെ അറ്റം നിങ്ങൾ കണ്ടെത്തണം. ഒരാൾ താഴേക്ക് പോവുക, എവിടെ അറ്റെന്ന് കണ്ടെത്തുക, ഒരാൾ മുകളിലേക്കും പോവുക. മഹാദേവൻ അറ്റുണ്ടോ? അനാദിയാണ് മഹാദേവൻ. അതറിയാത്ത ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു? ഒരു വരാഹത്തിന്റെ രൂപത്തിൽ താഴേക്ക് അറ്റം തെരഞ്ഞു പോയി. മഹാവിഷ്ണു താഴേക്ക് അറ്റം തെരഞ്ഞു പോയി. അറ്റം കാണുന്നില്ല. ഒരു ഹംസരൂപിയായിട്ട് ബ്രഹ്മദേവൻ മുകളിലേക്ക് പോയി. അറ്റം കാണുന്നില്ല. കുറേ പോയി കഴിഞ്ഞപ്പോൾ ഈ ഹംസത്തിന് തളർന്നു, ചിറകൊക്കെ കുഴഞ്ഞു. തീരുമാനമാക്കുകയാണ്, എന്താ അപ്പം ഇനി ചെയ്യണ്ടേ? തിരിച്ചു പോയാലോ? തിരിച്ചു ചെന്നാൽ മഹാവിഷ്ണു എങ്ങാനും അറ്റം കണ്ടു വന്നിട്ടുണ്ടെങ്കിൽ കേമനാവില്ലേ? അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യും? കുറുക്ക് വഴികൾ കാണും. ഈ ബിൽഗേറ്റ്സ് ഒക്കെ അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ ഏറ്റവും വലിയ മടിയന്മാർക്കാണ് അത്ര ഏറ്റവും ഹാർഡ് വർക്കുള്ള ജോലികൾ കൊടുക്കുക. അപ്പോൾ അവരെന്ത് ചെയ്യത്രയെന്നോ അതിന് കുറുക്ക് വഴി കണ്ടെത്തും. അതിന് വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്നത്. അതുപോലെ ഇവിടെ ബ്രഹ്മദേവനും ഒരു കുറുക്ക് വഴി കണ്ടെത്തി. ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? കുറച്ചും കൂടി മേലെ ചെന്നപ്പോൾ ഈ അംശം പറന്ന് ചെല്ലുമ്പോൾ മഹാദേവന്റെ ശിവലിംഗത്തിൽ പൂജാപുഷ്പമായി അർച്ചിച്ചിരുന്ന ഒരു കൈതപ്പൂവ് കാറ്റടിച്ച് താഴത്തേക്ക് വരിക. അപ്പോൾ ഇതിനെങ്ങനെ പിടിച്ചു. എന്നിട്ട് കൈതപ്പൂവിനോട് ചോദിച്ചു, നീ എവിടുന്നാ വരുന്നേ?
ഞാൻ മഹാദേവൻ്റെ ആ ലിംഗത്തിന് മുകളിൽ എന്നെ അർച്ചിച്ചിരുന്നു അവിടെ നിന്നാ. അപ്പോൾ നീ മഹാദേവൻ്റെ ആ ലിംഗത്തിൻ്റെ അറ്റം കണ്ടു. എങ്കിൽ ഒരു പണി ചെയ്യണം. എത്ര ദൂരം പോകണം? അത് അനാദിയാണ്, പോയാലൊന്നും എത്തില്ല. നീ എനിക്കൊരു സഹായം ചെയ്യണം. താഴെ മഹാദേവൻ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. ഈ ശിവലിംഗത്തിൻ്റെ അറ്റം കണ്ടുവരാനാ പന്തയം. ഞാൻ ഈ അറ്റം കണ്ടിട്ടാണ് നിന്നെ ഈ പൂവിനെ അവിടെ നിന്ന് എടുത്തതെന്ന് നീ പറയണം. കള്ളം പറയണം എന്ന് പറയുക. പാരിതോഷികങ്ങളൊക്കെ തരാം. നമ്മുടെ നാട്ടിലും അതന്നെയല്ലേ സംഭവിക്കണേ. മന്ത്രിമാരൊക്കെ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? പലരും പല സ്ഥലങ്ങളിലും. അപ്പോൾ ഈ കള്ളത്തരങ്ങളൊക്കെ അന്നേ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യാതിരിക്കുമോ? അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു താഴത്തേക്ക്. മഹാദേവൻ ചോദിച്ചു, ഹംസരൂപിയാണ് ബ്രഹ്മദേവന്റെ രൂപം. രണ്ടാൾക്കും 5 മുഖം 5 തലയൊക്കെയാണ്. കണ്ടുവോ എന്ന് ചോദിച്ചു. ഞാൻ കണ്ടു എന്നുള്ളതിന് എന്താ തെളിവ്? അപ്പൊ ഈ കൈതപ്പൂവിനോട് ചോദിച്ചോളൂ. കൈതപ്പൂവാണ് അവിടെ പോയി എടുത്തതാണ്. കൈതപ്പൂ പറഞ്ഞു, കള്ളം പറഞ്ഞു. ഹംസരൂപത്തിൽ വന്നു. അവിടെ നിന്ന് മഹാദേവന്റെ തിരുജടയിൽ നിന്നാണ് ഈ കൈതപ്പൂവിനെ എടുത്തത്. ആ സമയത്ത് വിഷ്ണു തീരുമാനാക്കുകയാണ്, അനന്തമായ അനാദിയായ മഹാദേവന്റെ ശിവലിംഗ ഇതിനറ്റം ഇല്ല എന്ന് മനസ്സിലാക്കി തിരിച്ചു വന്നു വരാഹരൂപിയായിട്ട്. തിരിച്ചു വന്നപ്പോൾ മഹാദേവൻ ചോദിച്ചു, വിഷ്ണു അങ്ങ് ശിവലിംഗത്തിന്റെ അറ്റത്തെ കണ്ടോ? ഇല്ല, ഞാൻ കണ്ടില്ല. വിഷ്ണു സത്യം പറഞ്ഞു. മഹാദേവൻ കള്ളം പറഞ്ഞ ബ്രഹ്മാവിനോട് ദേഷ്യം വന്നപ്പോൾ എന്താ ചെയ്തേന്നോ? കൈതപ്പൂവിനെ ശപിക്കുക. കൈതപ്പൂവിനോട് പറഞ്ഞു, ശിവലിംഗം അനാദിയാണ്, അതിൻ്റെ അറ്റം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. നിങ്ങൾ കള്ളം പറഞ്ഞില്ലേ, അതുകൊണ്ട് ഇന്നു മുതൽ പൂജയ്ക്ക് നിന്നെ എടുക്കില്ല. കൈതപ്പൂവിനെ ഇപ്പം ആരും പൂജാ പുഷ്പങ്ങളിൽ എടുക്കില്ല. അതിന് ഇതാണ് കാരണം. മറ്റൊന്ന് എന്താ ചെയ്തതെന്നറിയോ? ഇതിന് കൂട്ടുനിന്നിട്ടേ ഉള്ളൂ ആര്? പൂവ്. അതിനെ പുറത്താക്കി ശപിച്ചു. കൂട്ടുനിന്നു. കള്ളം പറയുന്നതിന് കൂട്ടുനിന്നാ അവർക്കും ശിക്ഷ ഉണ്ട് എന്നാ പറയുക. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കഥയാ. അതേസമയം മഹാദേവന് ദേഷ്യം വന്നില്ലേ? ക്ഷിപ്രപ്രസാദി ക്ഷിപ്രകോപിയാണ്. ഈ ബ്രഹ്മദേവന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നു. പറങ്കേണ്ടി ഇരിയും പോലെ ഒരു തല ഇരിഞ്ഞിങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് വലിച്ചെറിഞ്ഞു അത്രേ. അപ്പോൾ എന്തായി? ബ്രഹ്മഹത്യാ പാപം ആയില്ലേ? ഒരു ജീവികളെയും നമ്മൾ എന്ത് ചെയ്യരുത്? ശിക്ഷിക്കാം, പക്ഷെ വധിക്കാൻ പാടില്ല. അപ്പൊ പത്രത്തിലൊക്കെ എന്തൊക്കെയാ കാണുന്നതല്ലേ? കുട്ടികൾ തമ്മിൽ അടിയും പ്രശ്നം ഉണ്ടായിട്ട് റാഗിങ്ങും നടന്നിട്ട് അവരൊക്കെ ഒന്നൊരാളെ കുത്തണമൊക്കെ, മറ്റൊരാൾ മേലെ ബിൽഡിങ്ങിൽ നിന്ന് ചാടി മരിക്കണു. ഇതൊക്കെയാണ് അവസ്ഥ. നമ്മൾ ശിക്ഷിക്കാം, പക്ഷെ എന്തേ ചെയ്യാവൂ? ഇപ്പൊ നമുക്ക് ജീവപര്യന്തം കഴിഞ്ഞ് തൂക്കുകയറിനും പിന്നെ എന്തുണ്ട്? ദയാഹർജിക്ക് കൊടുക്കാന്ന. അത്രയും പ്രശ്നമാണെങ്കിലേ തൂക്കുമരൊക്കെ കിട്ടുന്നുള്ളൂ. ഇവിടെ ഒരാളെ നമ്മളെ എത്ര തെറ്റ് ചെയ്തിട്ടാണെങ്കിലും കളവ് പറഞ്ഞിട്ടാണെങ്കിലും ശിക്ഷിക്കാം, പക്ഷെ എന്ത് ചെയ്യരുത്? വധിക്കരുത്. ബ്രഹ്മഹത്യാ പാപം ഉണ്ടാവും. ഇവിടെ മഹാദേവന് ബ്രഹ്മഹത്യാ പാപം കിട്ടി. അതെ, ദേവന്മാരൊക്കെ ഒത്തുകൂടി. അപ്പൊ മഹാദേവനാണെങ്കിൽ എന്താ? ആദിദേവനാണെങ്കിൽ എന്താ? നമ്മളൊക്കെ കൂട്ടം കൂടി പറയും പോലെ മന്ത്രിയാണെങ്കിൽ എന്താ? തെറ്റ് ചെയ്താ ശിക്ഷ അനുഭവിക്കണ്ടേ? ശിക്ഷിക്കാൻ തീരുമാനിച്ചു. എന്താ ശിക്ഷ? ബ്രഹ്മഹത്യാ പാപമാണ് ചെയ്തിരിക്കുന്നത്. ഭിക്ഷാടനം നടത്തണം. അങ്ങനെ അതാണ് കപോലം ഏന്തിയ ഒരുപാട് എന്തുണ്ട്? നമ്മുടെ തലയോട്ടികളുണ്ടല്ലോ, ആ തലയോട്ടികളിൽ ഒരെണ്ണം എടുത്തിട്ട് ഭിക്ഷാപാത്രമായി ഉപയോഗിച്ച് മഹാദേവൻ ഭിക്ഷാന്തേഹി എന്നും പറഞ്ഞ് എല്ലാ സ്ഥലങ്ങളിലും ഭിക്ഷയാചിച്ച് നടന്നു. ആ ഭിക്ഷ യാചിച്ച് നടന്ന മഹാദേവനാരും ഭിക്ഷ കൊടുത്തില്ല. കാരണം എന്താ? ഒരു കൊലപാതകി വരുന്നുണ്ട്, ഭിക്ഷ കൊടുക്കുക പറഞ്ഞാൽ നമ്മൾ കൊടുക്കുവോ? കൊടുക്കില്ല, ആരും കൊടുത്തില്ല. പക്ഷേ ശ്രീ പാർവതി ദേവിക്ക് സഹിക്കുവോ? ശ്രീ പാർവതി ദേവി ഇടത്തെ കയ്യിൽ അമൃതേന്തി വലത്തെ കയ്യിൽ തവിയേന്തി മഹാദേവൻ വന്ന് ഭിക്ഷാന്തേഹി എന്ന് പറഞ്ഞപ്പോ ആ ഇടത്തെ കയ്യിലെ അമൃത് വലത്തെ കയ്യിലെ തവി കൊണ്ട് കോരി മഹാദേവന്റെ ആ പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ ബ്രഹ്മഹത്യാ പാപം തീർന്നു. ഉച്ചയ്ക്ക് നിങ്ങൾ ക്ഷേത്രങ്ങളിലൊക്കെ അന്നദാനം നടത്തുമ്പോൾ അന്നപൂർണ മന്ത്രം ചൊല്ലണം. ഇവിടെ ഇരിക്കുന്ന പിൻവിളക്ക് കൊളുത്തുന്നില്ലേ? പിറകിലായിട്ട് നമ്മൾ ഓം ഹ്രീം നമഃശിവായ എന്ന് ജപിക്കുന്നില്ലേ? അത് ശ്രീ പാർവതി ദേവി കുടുംബസമേതം ഇരിക്കുന്നതാ. പിൻവിളക്ക് കഴിച്ചാൽ കാര്യസാധ്യം ഉണ്ടാവുന്ന. അപ്പോൾ പിൻവിളക്ക് കഴിക്കുന്ന സമയത്ത് ആരാണ് അവിടെ? ശ്രീ പാർവതി ദേവിയാണെന്ന് മനസ്സിലാക്കുക. അന്നപൂർണയാണ്. എന്താ? കയ്യിലെ അമൃതാണ്. ഈ തിരുമേനിമാർ
ദേവന്മാർ നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ ഏത് കൈ വെച്ചിട്ടാണ് അനുഗ്രഹിക്കാറ്? നമ്മൾ ദക്ഷിണയൊക്കെ വെക്കൂലേ? തിരുമേനി ഒന്നും കരുതണ്ട കേട്ടോ. ദക്ഷിണ വെച്ച് കഴിഞ്ഞാൽ തിരുമേനി ഇടത്തെ കൈ കൊണ്ടാണ് നമ്മൾ എങ്ങനെ അനുഗ്രഹിക്കുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരിക്കും നമ്മൾ ഇടം കൈ പാടില്ല പറയും. എന്താ കാരണം എന്നോ? ഇടത്തെ കയ്യിൽ അമൃത, വലത്തെ കയ്യിൽ അഗ്നിയാ. വലത്തെ കൈ കൊണ്ട് അനുഗ്രഹിച്ചാൽ നീ നശിച്ചു പോന്നാ, മുടിഞ്ഞു പോന്നാന്ന് പറയാം. അത് ഈ അഗ്നിയെ ശമിപ്പിക്കാൻ ആ തിരുമേനി ഇങ്ങനെ ഇടത്ത് കയ്യിൽ മുകളിൽ ഈ അമൃതാണ്. അമൃതിന് ഈ അഗ്നിയെ ശമിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് അതിൻ്റെ തത്വം. ഇവിടെ അന്നപൂർണയായ ആ ശ്രീ പാർവതി ദേവിക്ക് മുന്നിൽ അപ്പൊ എന്താ നമ്മൾ അന്നദാനം നടത്തുന്നതിൻ്റെ തത്വം? അന്നപൂർണേ പൂർണേ ശങ്കര പ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരി. ഈ അന്നപൂർണ മന്ത്രം നമ്മൾ ജപിക്കണം എന്നാ പറയാ. എന്നെങ്കിലും ഇവിടെ ഒരു ഊട്ടുപുരയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ അന്നപൂർണ മന്ത്രം അല്ലെങ്കിൽ എന്തെഴുതി വെക്കണം? ഓം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ഭഗവത്ഗീതയിലെ ബ്രഹ്മാർപ്പണം എന്ന മന്ത്രം. അതായത് നമ്മൾ അന്നദാനം കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് വീട്ടിലും അത് ചെയ്യണം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ, വിശേഷ ദിവസങ്ങളിൽ. അപ്പോൾ ഒന്നും നമ്മൾ മറ്റേ സാധനമൊന്നും കൂട്ടില്ലല്ലോ. വെള്ളം ഒരു ശകലം എടുത്തിട്ട് ഈ അന്നപൂർണ മന്ത്രം ചൊല്ലി 3 ചുറ്റി ഹവിസ്സാക്കിയിട്ട് വേണം നമ്മൾ ആ ഭക്ഷണം കഴിക്കാൻ. അത് തളിച്ച് ശുദ്ധാക്കിയിട്ട്. എങ്കിൽ അതിൽ ഫാറ്റ് ആൻഡ് ബോസ് ഉണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിലേക്ക് ഏശില്ല എന്ന സങ്കല്പം. കാരണം അത് ഹവിസ്സായി മാറി. അങ്ങനെ ഒരു സങ്കല്പം കൂടിയുണ്ട്. അപ്പോൾ അന്നപൂർണയായി നമ്മളെ ഒരു കയ്യിൽ തവിയും അമൃതും ഏന്തി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീ പാർവതീദേവി എന്നും മനസ്സിലാക്കുക. അങ്ങനെ ഈ കൈതപ്പൂവിന് ശാപം കിട്ടി പുറത്തായി. ബ്രഹ്മദേവന്റെ ഒരു തലയും പോയി, 4 തലയായി. മഹാദേവൻ എത്ര തലയാ? ധ്യേയ പഞ്ചമുഖോ രുദ്ര. മഹാദേവന് 5 തലകളും 5 ഭൂഷണങ്ങളും. അതന്നെയാ തലകൾ തന്നെ കേട്ടോ ഭൂഷണങ്ങൾ. 5 ആയുധങ്ങളും ഉള്ളവനായി വേണം നമ്മൾ ധ്യാനിക്കാൻ. ഇവിടെ വന്ന് നമ്മൾ എന്താ ധ്യാനിക്കുക? ആ ലിംഗരൂപം അങ്ങനെ ധ്യാനിക്കും അല്ലേ? അത് പോരാ. ഇവിടെ വന്ന കണ്ണടച്ച് കാണുമ്പോൾ, കണ്ണ് തുറന്ന ആ ലിംഗം കണ്ട് കണ്ണ് തുറക്കുമ്പോൾ 5 മുഖങ്ങളോടുകൂടി സർപ്പധാരിയായി പൂണൂലിനെ പോലെ സിംഹചർമ്മം അണിഞ്ഞ പുലിത്തോല് എടുത്തുകൊണ്ടിരിക്കുന്ന, ചില സമയത്ത് ദിഗംബരനാത്രേ, വസ്ത്രം പോലും ഇല്ലാന്നാ പറയാ, പൂണൂലായി ആ സർപ്പങ്ങളെ അണിഞ്ഞ, കയ്യിൽ മാനിനെ ഏന്തിയ ആ ഒരു മഹാദേവനെ നമ്മൾ അങ്ങനെ കാണുക. 5 ആയുധങ്ങളുണ്ട്. എന്തൊക്കെയാ 5 ആയുധങ്ങൾ? പിനാകം. എന്താ പിനാകം എന്ന് പറഞ്ഞാ? ശിവധനുസ്സാണ് പിനാകം. പിന്നെ എപ്പോഴും ഉണ്ടല്ലോ ഒരു ത്രിശൂലം, പിന്നെ പാശുപതാസ്ത്രം, പരശു കൊണ്ടല്ലേ ഗണപതിയുടെ കൊമ്പ് മുറിച്ചത്. അതുപോലെ പിന്നെ ഒരാൾക്കൊരു സാധനം കൊടുത്തിട്ടുണ്ട്. ആർക്കാ? രാവണന്. രാവണൻ മഹാഭക്തനായിരുന്നു. രാമനും രാവണനും ഭജിച്ചത് ആരെയാ? മഹാദേവനെയാ. അപ്പൊ മഹാദേവന്റെ വലിപ്പം മനസ്സിലായല്ലോ. ഈ മഹാദേവൻ കൊടുത്തതാണ് ചന്ദ്രഹാസം. അത് നിഷ്കരുണം മറ്റുള്ളവരുടെ നേരെ പ്രയോഗിച്ചാൽ, അനാവശ്യമായി പ്രയോഗിച്ചാൽ അത് തിരിച്ചു പോരുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ജടായുവിനെ ചന്ദ്രഹാസം ഇളക്കി വെട്ടിയതിന് ശേഷം പിന്നെ അതിനെക്കുറിച്ചൊന്നും കേൾക്കുന്നില്ല രാമരാവണ യുദ്ധത്തിൽ. ഈ ചന്ദ്രഹാസവും ഇങ്ങനെ 5 ആയുധങ്ങളുമായിട്ട് അങ്ങനെ കുടികൊള്ളുകയാണ് ആര്? മഹാദേവൻ. എന്തിനു വേണ്ടിയിട്ടാ? ശ്രീ പാർവതി ദേവി ചോദിക്കും, മഹാദേവ എന്തിനാ എപ്പോഴും ഈ പിനാകം ഇങ്ങനെ കൊണ്ടു നടക്കണേ? എപ്പോഴും വേട്ടക്കാരനെ പോലെ, വേടനെ പോലെ വരുന്നുണ്ട്, ചണ്ടാളനെ പോലെ വരുന്നുണ്ട്. അപ്പൊ പറയുകയാണത്രേ, ധർമ്മത്തിലൂടെ നീങ്ങുന്ന ദേവന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പ്രിയേ എന്ന്. കണ്ണുപൊത്തി പിടിച്ചില്ലേ? സൂര്യചന്ദ്രന്മാർ പോയപ്പോഴാണ് എന്തുണ്ടായത്? ഈ തിരുനെറ്റിയിൽ വീണ്ടും ഒരു കണ്ണ് മുളപ്പിക്കാനുള്ള കഴിവ് ആർക്കുണ്ടായി? ഇതൊക്കെ നമ്മുടെ ഭാഷയിൽ പറയുന്നതാട്ടോ, ഇങ്ങനെയൊന്നുമല്ല. അഗ്നിയായി തിരുനെറ്റിയിൽ ഈ എവിടെയാ? ഈ ഭ്രൂമധ്യത്തിൽ ഒരു ജ്വാലയുണ്ടായി എന്നും ആ ജ്വാല പിന്നീട് തൃക്കണ്ണായി, 3ാം തൃക്കണ്ണായി. എന്താ ചൊല്ലാറ്? ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം. ത്രംബകം എന്ന് പറഞ്ഞ മുക്കണ്ണൻ എന്നാണ് അർത്ഥം. ഈ 3ാം കണ്ണ് അങ്ങനെ ഉണ്ടായതാ. അത് തുറന്നു
തുറന്നതും എന്താ, പിന്നെ തീയല്ലേ. അപ്പുറത്ത് തന്നെ ആരുണ്ട്? ഹിമവാനാണ് കത്തിച്ചാമ്പലായി. അപ്പം ശ്രീ മഹാദേവി, ശ്രീ പാർവതി ദേവിയുടെ അച്ഛനല്ലേ ഹിമവാൻ, വേഗം കണ്ണ് തുറന്നു വിട്ടു, മുന്നിൽ ഓടി വന്നു, ഭഗവാനേ ശരണം, ഒറ്റ നമസ്കാരം. അപ്പോൾ കണ്ണു രണ്ടും തുറന്നു, തൃക്കണ്ണടഞ്ഞു. അതോടുകൂടി അവിടെ ആകെ സസ്യസമ്പുഷ്ടമായി മാറി. അപ്പൊ ചോദിച്ചു, എന്തിനാ അപ്പൊ കത്തിച്ചിട്ട് ഇപ്പൊ ഇത്ര വേഗം ഇങ്ങനെ പഴയ പോലെ ആക്കിയേ? ഒന്നുമില്ലെങ്കിലും നിന്റെ അച്ഛനല്ലേ, നിനക്ക് സന്തോഷം ഉണ്ടാവാനാണ് പ്രിയേ. എന്ത് സുന്ദരമായിട്ടാ ദേവി ദേവന്മാരൊക്കെ സംസാരിക്കുന്നത്. നമ്മുടെയൊക്കെ വീട്ടിൽ എന്താ എടി പൊടി ഒക്കെ വിളിക്കില്ലേ, ദേവി എന്നും പ്രിയേ എന്നും ഒക്കെ വിളിക്കുന്നത്. കാരണം അർദ്ധനാരീശ്വര സങ്കല്പം, ശിവകുടുംബ സങ്കല്പം എടുത്തു നോക്കൂ. പിറകില് ഒരു തൊടയിൽ പാർവതി, ഇപ്പുറത്ത് ഉണ്ണിഗണപതി, പിന്നെ മുരുകനും അയ്യപ്പനും ചേർന്ന് നിൽക്കുന്നത് നമുക്ക് കാണാം. ഈ 3 മക്കളും ശ്രീപാർവതി പ്രസവിച്ചുണ്ടായ കുട്ടികളല്ല. കഥയൊക്കെ പറഞ്ഞാൽ ഒരുപാട് പറയണം, 1 മണിക്കൂർ എന്നാ പറഞ്ഞിരുന്ന്. 10:30 വേദജപം തുടങ്ങണം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇന്ന് ശിവരാത്രിയാ, പോയിട്ട് പ്രഭാഷണത്തിൽ ഇന്ന കാര്യം കേൾക്കണം എന്ന് ആഗ്രഹിച്ചു വന്നവരുണ്ടെങ്കിൽ പറയൂ, അത് പറയാം. ചെറിയ കുട്ടികളൊക്കെ ഒച്ചയും വിളിയും കൂടാൻ തുടങ്ങി, അവരുടെ സമയം കഴിഞ്ഞു. സൂര്യൻ അസ്തമിച്ച് 3 നാഴിക കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം വിഷമായി എന്നാ പറയാ. ഈ വിഷത്തിന്റെ ഹലാഹലം പറയാന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഈ ശിവരാത്രിയോടനുബന്ധിച്ച് ഈ ചന്ദ്രന് ശോഷണം, അതായത് ചന്ദ്രൻ ഇല്ലാതെ അങ്ങോട്ട് ആയി പോവുകയാണ്. ആ സമയത്ത് ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങൾക്കും മനുഷ്യനും സസ്യജാലങ്ങൾക്കും എല്ലാം വിഷത്തിൻ്റെ, ഈ ഹലാഹലത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഈ ഹലാഹല വിഷം നമുക്ക് ഏൽക്കാതിരിക്കാനാണ് ഭസ്മം കരിച്ചിട്ട് നാളെ എന്ത് ചെയ്യും, അതിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ കിണറ്റിലും പുഴയിലും ഒക്കെ കൊണ്ടുപോയിടും. പണ്ട് ചെയ്തിരുന്ന ഒരു ചടങ്ങാണ്. മീനൂട്ട് നടത്തും. കാരണം സനാതനധർമ്മികളുടെ കടമയാണ് മറ്റുള്ള ജീവജാലങ്ങളെ എല്ലാം പരിപോഷിപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ കോലം വരയണ് കണ്ടുണ്ടോ, അരിപ്പൊടി കൊണ്ട്. എന്തിനാ? ചെറു ജീവജാലങ്ങൾക്കുള്ള ഭക്ഷണം. അത് ഭൂതയജ്ഞം എന്നാ പറയാ പഞ്ചമഹായജ്ഞങ്ങളിൽ. പുഴയിൽ മീനൂട്ട് നടത്തും. ശിവരാത്രി കഴിഞ്ഞ പിറ്റേ ദിവസം പാലും തേനും അരിയും എല്ലാം കൂട്ടി കുഴച്ച് നെയ്യും ഒക്കെ ചേർത്തിട്ടാണ് അത്ര പുഴയിൽ കൊണ്ടുപോയിട്ട് അവർക്ക് അരി നെല്ലും ഒക്കെ ഉണ്ടാവും കൊടുക്കുക. അതിൻ്റെ ഒരു സങ്കല്പം തന്നെയാണ് എന്ത്, നാളെ രാവിലെ എന്ത് ചെയ്യുന്നത്, ബലി തൂവുമ്പോൾ എള്ളും അരിയും ഒക്കെ ഉണ്ടാവില്ലേ, ചോറും ഒക്കെ, അത് നമ്മൾ പുഴയിൽ നിക്ഷേപിക്കില്ലേ. എത്ര മഹത്തായിട്ടാണ് നമ്മുടെ ഓരോ ആചാരങ്ങളും കൂട്ടിയിണക്കി ചേർത്ത് വെച്ചിരിക്കണേ നോക്കൂ. ഈ ഹലാഹല വിഷത്തിൻ്റെ പ്രശ്നം നമ്മളുടെ ഓരോ ഭക്ഷണങ്ങളിലും ഉള്ളത് കൊണ്ടാണ് അന്ന് ഉപവാസം അനുഷ്ഠിക്കണം എന്ന് പറയുന്നത്. ഇനി ഗുളികയും മരുന്നൊക്കെ ഉണ്ട് ഉപവാസം വയ്യാന്നുണ്ടെങ്കിൽ എന്ത്, ഫ്ലൂയിഡായിട്ട്, അതായത് കഞ്ഞി പോലെയുള്ള കനം കുറഞ്ഞ് പെട്ടെന്ന് ദഹിക്കുന്ന ആഹാരം, അതും രാവിലെ ഇളനീർ വെള്ളം മാത്രം കുടിക്കാം, ശുദ്ധോപവാസം ചെയ്യാം, വെള്ളം പോലും കുടിക്കാതെ, തുളസി തീർത്ഥം മാത്രം കുടിക്കാം, വെള്ളം മാത്രം കുടിച്ചിട്ട്. ഇനി ഇളനീർ മാത്രം കുടിക്കാം. ഇനി ഭക്ഷണം കഴിക്കണം, അസുഖമാണ്, മരുന്ന് വേണച്ച 12 മണിയാവുമ്പോഴേക്കെങ്കിലും ഭക്ഷണം, പിന്നെ ഘോരമായ സമയമാണ്, കഴിക്കരുത് എന്നാ പറയുക. അങ്ങനെയൊക്കെയാണ് ഉപവാസം പറയുന്നത്. പക്ഷെ ഇപ്പൊക്കെ എന്തായി മാറി, എന്താണെങ്കിലും പണ്ടൊക്കെ വിഷുവിന് പുഴുക്കും കഞ്ഞിയാ. ഇപ്പം ഇവിടെ വിഷുവിന് പുഴുക്കും കഞ്ഞിയും സദ്യയല്ലേ ഉണ്ടാക്കണത് നമ്മൾ. അതുപോലെ ഗുരുവായൂർ ഏകാദശിക്ക് ക്ഷേത്രത്തിൽ ഉപവാസം എടുത്ത് പോയാൽ അവർ സമ്മതിക്കില്ല. വേണമെങ്കിൽ നമുക്ക് കഴിക്കാതിരിക്കാം, കേമാണ് ടീച്ചറെ, ഇത്തിരി പുഴുക്കും കഞ്ഞിയൊക്കെ കഴിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിഷമാവട്ടോ, അങ്ങനെയൊക്കെ അവർ പറയാ. പുഴുക്കും കഞ്ഞിയും സുലഭമായിട്ട് 10 കഴിഞ്ഞ 10 ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് നിർത്താൻ, ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാനാണത്രേ ശിവരാത്രി ഇങ്ങനെ കൂട്ടമായി ഇരുന്ന് ആഘോഷിക്കുന്നത്. കാരണം ഈ ശിവരാത്രി ദിവസം എല്ലാ ജീവജാലങ്ങൾക്കും പക്ഷികൾക്കും മരങ്ങൾക്ക് ഔഷധങ്ങളൊന്നും പറിക്കില്ല അത്രേ പണ്ട് വൈദ്യന്മാര്. ഈ അമാവാസി ദിവസങ്ങളിൽ ആ ഔഷധങ്ങൾക്ക് പോലും ആ മരുന്നിൻ്റെ ശക്തി ഉണ്ടാവില്ല. അന്ന് രാത്രി ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചുറങ്ങരുത് എന്ന് വരെ ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. കാരണം അന്ന് ബീജാദാനം നടത്തിയാൽ അംഗവൈകല്യം ഉള്ള മന്ദബുദ്ധികളായ കുട്ടികളൊക്കെ ഉണ്ടാവുക. ഇപ്പം ആരാ അതൊക്കെ നോക്കുന്നേ? അന്ന് ഉറക്കൊഴിക്കണം എന്ന് വെക്കാൻ തന്നെ കാരണം അതാ, വിഷമയമാണ് നമ്മളുടെ പ്രപഞ്ചം. ആ വിഷത്തെ അകറ്റാനാണ് ഇങ്ങനെ ജ്ഞാനയജ്ഞങ്ങളും പഞ്ചാക്ഷരി മന്ത്രവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂട്ടമായിട്ടൊരു ക്ഷേത്രാങ്കണത്തിൽ വന്നിരുന്ന നമ്മൾ ഇങ്ങനെ അതിൽ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ അന്ന് രാത്രി എന്ത് സംഭവിക്കില്ല, ഈ പറഞ്ഞ ബീജാദാനം ഒന്നും നടക്കില്ല, അതിനുള്ള സ്വകാര്യത നമുക്ക് കിട്ടില്ല. അതിനു വേണ്ടി പൂർവികരുണ്ടാക്കി വെച്ചതാണ് ഉറക്ക ഒഴിക്കൽ എന്നുള്ള ചടങ്ങ്. അതുകൊണ്ട് അതായത് ഗർഭാധാനം നടത്തുന്നതൊക്കെ ഓരോ കാര്യങ്ങളായിട്ട് 16 കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, അതിൽ പറയുന്നുണ്ട്, ആ പേര് മറന്നുപോയി.
അത് അറിഞ്ഞ് ആരാധിച്ചാൽ മന്ദബുദ്ധി കുട്ടികളൊന്നും നമുക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ ഓരോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് എന്തേ ഇത്ര ഇങ്ങനെ സംഭവിക്കാൻ, നമുക്ക് തന്നെ പാവം തോന്നും. 9 വയസ്സായ കുട്ടീനെ തോളിലിടുക, കഴുത്തുറച്ചിട്ടില്ലേ. ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ കണ്ടതാ. ഒരുപാട് കുട്ടികൾ ഓരോ ദിവസം വരുന്നു. അപ്പം എന്തുകൊണ്ട്? പണ്ടൊന്നും ഇങ്ങനത്തെ കുട്ടികൾ അത്ര ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ ഇതിനൊക്കെ ഒരു സമയവും നേരമൊക്കെ ഉണ്ടായിരുന്നു. ഗർഭാധാനം നടത്താനൊക്കെ നമ്മുടെ ഗ്രന്ഥങ്ങൾ സമയം പറയുന്നു. ഇപ്പോൾ 12 മണി ഘോരമായ സമയ. രാക്ഷസൻ എന്ന് പറഞ്ഞ, അക്ഷസ് എന്ന് പറഞ്ഞ കണ്ണ, രാ എന്ന് പറഞ്ഞ രാത്രി, ഇരുട്ടാണ്. കണ്ണുകളിൽ ഇരുട്ടുള്ളവൻ ആരാണ്? രാക്ഷസന. അവരിറങ്ങി നടക്കുന്ന സമയമാണ് 12 മണിക്ക് ശേഷം. ഇപ്പം നമ്മളെ മക്കൾ ആ സമയത്തും റെസ്റ്റോറൻറ്റിൽ അത് കഴിഞ്ഞ് കൂത്താടി വന്നിട്ടാണ് പിന്നെ ഈ വക കാര്യങ്ങളൊക്കെ. പിന്നെ ഇങ്ങനത്തെ മക്കൾ ഉണ്ടായില്ലെങ്കിലല്ലേ പറയണ്ടുള്ളൂ. നമ്മളുടെ ആചാരങ്ങളെല്ലാം നമ്മൾ ആചരിക്കണം, അറിഞ്ഞ് ആചരിക്കണം. അപ്പോൾ ഹലാഹലം എന്ന് പറയുമ്പോൾ അത് വിഷാണെന്നും ആ ഹലാഹലം എന്ന വിഷത്തിൻ്റെ ഒരു ഇത് സസ്യങ്ങൾക്ക് പോലും ഉണ്ട് എന്നും മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഭസ്മം കരിക്കുന്നു. ആ ഭസ്മം പുഴയിലും കിണറ്റിലും ഒക്കെ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ ജലത്തെ ശുദ്ധമാക്കാനൊക്കെ ഒരു നുള്ളു ഭസ്മത്തിന് കഴിയുന്ന ഭസ്മം അത്രയും ഔഷധ ഗുണം ഉള്ളതാണ് എന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഔഷധ ഗുണത്തിനപ്പുറം ഈ വിഭൂതിക്ക് സൃഷ്ടി നടത്താനുള്ള കഴിവുണ്ട്. കാരണം ഒരു ചെടി മുളയ്ക്കാൻ വേണ്ടി പാകി വെച്ച് നോക്കൂ, അതിൽ കുറച്ച് വെണ്ണീറൊക്കെ ഇട്ടിട്ടുള്ള മണ്ണാണെങ്കിൽ അത് പെട്ടെന്ന് സൃഷ്ടി മുളച്ച് വരുന്നത് നമുക്ക് കാണാം. മറ്റുള്ള മരങ്ങളുടെ ചുവട്ടിലിട്ടാലും തന്നെ അത് നല്ല തഴച്ച് വളരുന്നുണ്ട്. അത്രയും കഴിവുള്ളതാണ് ഈ ഭസ്മം. നമ്മളുടെ ആരാധനകൾ, നമ്മളുടെ ആചാരങ്ങൾ അത് മനസ്സിലാക്കുക, അത് അറിഞ്ഞ് ആരാധിക്കുക. അതിനു വേണ്ടിയാണ് ഓരോ ആഘോഷങ്ങളും. അതിനൊക്കെ പിറകിൽ കുറേ കഥകളുണ്ട്, പക്ഷെ അതിന് പിറകിൽ തത്വങ്ങളുണ്ട്. മനസ്സാകുന്ന പാലാഴി നിങ്ങൾ അങ്ങോട്ട് കടഞ്ഞില്ലേ? ആർക്കെങ്കിലും ഉറക്കം വന്നുവോ? ഉറക്കം വന്നെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, നിങ്ങളിങ്ങനെ ലൗകികത്തിൽ മുങ്ങിയിട്ട് ഇങ്ങോട്ട് വരുന്നില്ല. ചിലർ പറയും ടീച്ചറെ ഇത് എടുക്കുമ്പോഴൊക്കെ തന്നെ ഉറക്കം വരികയാണ്. ചിലർ പറയും നാമം ജപിക്കുമ്പോൾ കോട്ടുവായിടാണ്. കാരണം എന്താണെന്നോ, നമ്മുടെ മനസ്സിൻ്റെ ഏകാഗ്രത അവിടെ നിന്ന് പോകുമ്പോഴാണ് നമ്മൾ കോട്ടുവായിടുക. കറക്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടു. ആ ധ്യാനത്തിൽ ഇങ്ങനെ ഇരുന്ന് കേശാദിപാദം ഹരിരാമ അല്ലെങ്കിൽ ഓം നമഃ ശിവായ ചൊല്ലി ഇങ്ങനെ ഇങ്ങനെ ജപിച്ച് ധ്യാനിക്കുമ്പോൾ പെട്ടെന്നൊരു കോട്ടുവായ വന്നാൽ ഉറപ്പിക്കുക, അപ്പോഴേക്കും നിങ്ങളെ മനസ്സ് അടുക്കളയിൽ അടുപ്പത്തിരിക്കുന്ന സാധനത്തിൽ എത്തിയിട്ടുണ്ടാവും. മനസ്സ് അത്രയും സ്പീഡിലാണ്. ഏറ്റവും വേഗതയുള്ള വാഹനമാണ് മനസ്സ് എന്നാ പറയുക. ഇനി എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ? ഈ ഹലാഹലാണെന്ന് പറയാനുള്ളത് സയൻസ് പ്രകാരം തെളിയിച്ചതാണ് കേട്ടോ. വേദത്തിലും ഇത് പറയുന്നുണ്ട്. ജ്യോതിശാസ്ത്രം നമ്മുടെ പണിക്കന്മാര് ജ്യോതിഷം വെച്ച് വാരി നോക്കി അവർ ഈ ജ്യോതിഷം പഠിച്ചവരും വേദം പഠിച്ചവരുമാണ് പറയുന്നത് ശിവരാത്രി എന്ന് പറയുന്നത് നമ്മൾ ആഘോഷിക്കാൻ കാരണം ഈ 14-ാം ദിവസം, അതായത് അമാവാസിയുടെ നാളെ വാവാണല്ലോ, വാവിൻ്റെ തലേ ദിവസം എല്ലാ സാധനങ്ങളിലും വിഷാംശം ഉണ്ട്. അതുകൊണ്ട് ആ വിഷാംശത്തെ അതിൻ്റെ കാഠിന്യം കുറയ്ക്കാനാണ് നമ്മൾ ഉറക്കൊഴിച്ചിരുന്ന് നാമം ജപിക്കുന്നത്. ശിവപഞ്ചാക്ഷരി മന്ത്രത്തിന് എല്ലാ വിഷങ്ങളെയും ശമിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി എന്തെങ്കിലും പറയണോ? മതി ടീച്ചറെ, ഉറക്കം വരുന്നുണ്ട് അല്ലേ? വീട്ടിൽ ദൂരം എത്തണം, വഴി മോശമാണ്, ഇതൊക്കെ ഉണ്ടാവും മനസ്സിൽ. ഈ ഇപ്പോൾ എത്ര മണിക്ക്? 6:45 തുടങ്ങി, 7:45, 8:15, ഈ ഒരു ഏകദേശം 2 മണിക്കൂർ വരെ നിങ്ങൾ സർവ്വവേദനകളും മറന്നില്ലേ? മനുഷ്യന് ഒരുപാട് ചിന്തകളാ, ഒരുപാട് വേദനകളാ, അവൻ അതങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കും. മനനം ചെയ്യാൻ പറയും. ഇവിടെ വരുമ്പോഴും മനസ്സിൽ ഇതൊക്കെ തന്നെയാവും. പക്ഷേ ഒരു ക്ഷേത്രാങ്കണത്തിൽ ഒരു ജ്ഞാനയജ്ഞത്തിൻ്റെ മുന്നിലേക്കാണ് വന്നിരുന്ന വാക്കാണ് ഈ പ്രപഞ്ചത്തെ ചൈതന്യവത്താക്കുന്നത്. ഈ വാക്കുകൾ, ഭഗവാന്റെ കഥകൾ അങ്ങനെ കേൾക്കുമ്പോൾ കേൾക്കുന്നവനും പറയുന്നവനും ഭക്തി ഉണ്ടാവും. നിങ്ങളപ്പോൾ ശരീരമല്ല, ആത്മാവാണ്. ഭഗവാന്റെ ആ ആത്മാവ് പരമാത്മാവിൽ നിന്നും ഒരംശം എടുത്തിട്ടാണ് നമ്മളെ ഈ ജീവാത്മാവായിട്ട് ഇവിടെ അംശാവതാരങ്ങളായി വിട്ടിരിക്കുന്നത്. ഈ ആത്മാവിനെ വന്നിടത്തേക്ക് തന്നെ, ആ പരമാത്മാവിലേക്ക് തന്നെ ലയിപ്പിക്കാനാണ് എല്ലാ ആത്മീയമായ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. ശരീരം ജനിച്ചു വന്നപ്പോൾ എത്രണ്ടോ, ഇതെല്ലാം ഇവിടുന്ന് അടുത്ത് ഈ ഭൂമിയിൽ നിന്നല്ലേ കടം വാങ്ങിയ പഞ്ചാര അയൽവാസിക്ക് തിരിച്ചു കൊടുക്കണ്ടേ? അതുപോലെ ഈ ഭൂമിയിൽ നിന്നെടുത്ത വായു, വെള്ളം, അഗ്നി അതൊക്കെ ചേർത്തിട്ട് ഈ ശരീരം എത്ര പോന്നു? ഇത് മരിച്ചു പോകുമ്പോൾ തിരിച്ചു കൊടുക്കണം. വന്നപ്പോൾ കൊണ്ടുവന്നത് എന്ത് മാത്രമാണ്? ഈ ആത്മാവെന്ന ജീവൻ മാത്രം. അതിനെ തിരിച്ചു പോകുമ്പോൾ ആ വന്നിടത്തേക്ക് എത്തിക്കാനുള്ള ഒരു പ്രയാണമാണ് ഓരോ ആത്മീയമായ ആചാരങ്ങളും.
അതിൽ ഒരു ചെറിയ യജ്ഞം ജ്ഞാനയജ്ഞം മാത്രമാണ് സത്സംഗം. പക്ഷേ സത്തുക്കളുമായി സംഘം ഉണ്ടാവുക. പണ്ടുള്ള യുഗങ്ങളിൽ വലിയ വലിയ കഠിന തപസ്, യാഗങ്ങൾ, യജ്ഞങ്ങൾ, അശ്വമേധയാഗം, രാജസൂയ യജ്ഞം എന്നൊക്കെ പറയില്ലേ, അതൊക്കെ വേണമായിരുന്നു. അതിനൊക്കെ ഒരുപാട് ചെലവുകളാണ്. പക്ഷേ ഈ കലികാലത്ത് എന്തേ വേണ്ടുള്ളൂ? ഭാഗവതം സമർപ്പിക്കുമ്പോൾ പറയാണ്, നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം എന്നും പറഞ്ഞിട്ടാ സമർപ്പിക്കണ. നാമം ചൊല്ലിയാൽ മാത്രം മതി. നാമം ചൊല്ലണേന് തുല്യമാണ് എന്ത്? യജ്ഞം, നാമയജ്ഞം നടത്തുക. ഇതെന്താ? ജ്ഞാനയജ്ഞം. വൈകുന്നേരം വരെ നിങ്ങൾ നാമയജ്ഞം, ഒരു യജ്ഞം തന്നെയാണ് അതല്ലേ അഖണ്ഡമായിട്ട് നടത്തുക എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയ്ക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യം. അതുപോലെ അത് കഴിഞ്ഞ് നിങ്ങൾ ഒരു ജ്ഞാനയജ്ഞത്തിലും പങ്കെടുത്തു. ഓരോ ജ്ഞാനയജ്ഞങ്ങളും ഓരോ പ്രഭാഷണങ്ങളും കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, എനിക്ക് എന്ത് മാറ്റം വന്നു. കഴിഞ്ഞ വർഷം രാമായണം തുടങ്ങിയവരെ, ഭജനാവലി തുടങ്ങിയവരെ അടുത്ത വർഷം ആകുമ്പോഴേക്ക് എങ്ങോട്ട് കയറണം? ഭഗവത്ഗീതയിലേക്ക് കയറണം. ആ അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ 1000 രൂപയുടെ താഴെ, 900 സംതിങ് രൂപയുള്ളൂ, എന്ത് മഹാഭാരതം. മഹാഭാരതത്തിലെ ഒരുപാട് തത്വസമ്പൂർണമായ കഥകളാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ആ തത്വങ്ങൾ മനസ്സിലാക്കാൻ അനുശാസനിക പർവ്വം മാത്രം വായിച്ചാൽ മതി. ഗോമൂത്രത്തിൻ്റെ പ്രസക്തി, ചാണകം എന്തേ ഇത്രയും ശുദ്ധം, സ്ത്രീത്വം ഉള്ളതാകാൻ, ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ അറിയേണ്ട. മൃത്യു എന്താണ്, ഇപ്പം ഇന്ന് പറഞ്ഞ എങ്ങനെയാണ് ഈ ബ്രാഹ്മണർക്കുള്ള ദാനം ഇത്രയും വിശേഷമായത്, ഇതെല്ലാം അതിലുള്ളതാ. ഗ്രന്ഥങ്ങളിലൂടെ അങ്ങനെ പോകുമ്പോണ്ടല്ലോ മാനസികമായിട്ട് നമ്മൾ അങ്ങനെ ഉയരും. ഒരു 4 മണിക്കൂറൊക്കെ ആ ഗ്രന്ഥത്തിൻ്റെ മുന്നിൽ അങ്ങോട്ട് ഇരിക്കണം, എന്നാലേ ഈ 1 മണിക്കൂർ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഒരുപാട് ആചാര്യന്മാർ ഇനിയും ഇവിടെ വരട്ടെ. ഈ ശിവരാത്രി ദിവസം ഇങ്ങനെ മഹാദേവൻ്റെ മുന്നിൽ ഇവിടെ എത്തിച്ച മഹാദേവനും കമ്മിറ്റിക്കും എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എന്തെങ്കിലും പറയണമെന്ന് ചോദിച്ചാൽ ആരും ഒന്നും പറയുന്നില്ല. നാരായണീയം സമർപ്പിക്കുമ്പോൾ വട്ടേരിപ്പാട് എന്താ പറഞ്ഞേ? ആദ്യം എന്ത് പറഞ്ഞു? ഹന്തഭാഗ്യം ജനാനാം. ആ ഗുരുവായൂർ ചെന്നാ തീർത്ഥം വാങ്ങുമ്പോൾ അവിടെ അങ്ങനെ മേലേക്ക് നോക്കിയിട്ടുണ്ടോ? അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹന്തഭാഗ്യം ജനാനാൻ. ചെറുപ്പത്തിൽ തോന്നും എന്ത് ഭാഗ്യം, ആകെ പ്രശ്നങ്ങളാണ് ഗുരുവായൂരപ്പ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ആകെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയണ്ടാവും. ഈ ചെമ്മല എന്ന് പറയുന്ന ഭാഗത്ത് അന്നൊക്കെ ഈ ചാരായം അതിപ്രസരമുള്ള കാലം. അച്ഛനും അങ്ങനെയായിരുന്നു, ആങ്ങളമാരും അങ്ങനെയായിരുന്നു. അപ്പോഴാണ് ഒരു സപ്താഹവേദിയിലെത്തി, എന്താണ് ഇത്രയും ദുഃഖത്തിന് കാരണം? ഞാൻ ആരാന്ന് ചോദിച്ചാൽ നമ്മളെ ഈ ശരീരം ഞാൻ എന്ന് പറയുന്നവന് അത് മോഹം കൊണ്ടാണ്. ഞാൻ ആരാന്ന് ചോദിച്ചാൽ ഇത് ആത്മാവാണ് എന്ന് പറയുന്നതാണ് ജ്ഞാനം. അങ്ങോട്ട് എത്തണം നമ്മൾ. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി ഇപ്പോൾ എവിടെ എത്തി? ഒരു വിഷമങ്ങളും ഇല്ല, സമാധി എന്ന് പറയും. ആ ഒരു അവസ്ഥയിലേക്ക് അങ്ങോട്ട് ഉയരാ. എങ്ങനെയായിരിക്കണം? ഭഗവാൻ ശിവൻ എങ്ങനെയാ? ശിവന്റെ വള്ളി ആരാ? ശവം ആയി. ശിവന്റെ വള്ളി പാർവതിയാണ്. പാർവതി ഇല്ലെങ്കിൽ ശിവന് ശക്തിയില്ല. ഭഗവാന്റെ കൂടെ നിൽക്കുക. ഒരു നെല്ലിൻ്റെ ഒരു മണി നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? നെല്ലിന് നല്ല വിലയാ അല്ലേ? അരിക്ക് വിലയുണ്ട്. നെല്ലിൻ്റെ പുറത്ത് ഈ അരിമണിയുടെ ഉള്ളിലാണ് എന്ത്? അരിമണി നെല്ലിൻ്റെ ഉമിയുടെ ഉള്ളിലാണ്. ഒരു ഉരലിലിട്ട് ഇത് അങ്ങോട്ട് കുത്തി ഉമി ആ മുറത്തിലിട്ട് അങ്ങോട്ട് ആക്കുമ്പോൾ അങ്ങോട്ട് പാറിപ്പോവും. ആ ഉമിക്ക് പിന്നെ വല്ല വിലയുണ്ടോ? അതുപോലെയാണ് നമ്മുടെ മരണം എന്നാ പറയുക. ഈ ശരീരത്തിന് വില ഉണ്ടാവണമെങ്കിൽ ഈ ശരീരത്തിനുള്ളിൽ ആരുണ്ടാവണം? ദേഹി, ആത്മാവ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഹന്തഭാഗ്യം ജനാനം. ഇവിടെ ഈ മനുഷ്യനായി ജനിച്ചത് വളരെ വലിയ ഭാഗ്യം, പരമഭാഗ്യം തന്നെയാണ്. എന്താ പറയുന്നത്? ശൃണ്വന്തി വിശ്വ അമൃതസ്യ പുത്ര. ഹേ അമൃതത്വത്തിൻ്റെ പുത്രന്മാരെ, നിങ്ങൾ കേട്ടാലും. അതായത് ദുർലഭോ മാനുഷോ ദേഹോ, ദുർലഭമായി കിട്ടിയ ഈ മനുഷ്യജന്മം, ഈ ദേഹം വെറുതെ കളയരുത്. ഇങ്ങനെ ഒരിട കിടന്നുറങ്ങുക, ഇത് തന്നെ ജീവിതം. എന്താ അതിനൊരു സുഖമുള്ളത്? ഗൃഹാന്തകൂപേ പതിതോ യഥാ പശു. ഒരു ഇത്തിരി നേരമൊക്കെ 8 മണിക്കൂർ ഉറങ്ങണം, 8 മണിക്കൂർ ജോലിക്ക് പോകണം, കുടുംബവും കൂടുമൊക്കെ നടക്കണ്ടേ. ബാക്കിയുള്ള 8 മണിക്കൂർ ഫുൾ എൻ്റർടൈൻമെൻറ്റിന് മാറ്റി വയ്ക്കാതെ അതിൽ 1 മണിക്കൂറെങ്കിലും ഗ്രന്ഥങ്ങളിലൂടെ നാമജപത്തിലൂടെ പോകുമ്പോൾ കിട്ടുമ്പോൾ ആ ഒരു ആത്മാനന്ദം അത് അനുഭവിക്കുക. ഭക്തി തന്നെ, ഭക്തിയിൽ അങ്ങനെ നിറഞ്ഞു നിന്ന് വരുമ്പോൾ നമ്മൾ കാലി ബക്കറ്റാണെന്നാ രമണ മഹർഷി പറയുക. പിന്നെ പോകുമ്പോഴോ നിറഞ്ഞു തുളുമ്പിപ്പോണം. എന്തിലാ നിറയേണ്ടത്? അറിവിൽ നമ്മൾ ഉയർന്നു നിൽക്കണം, ഭക്തിയിൽ നമ്മൾ ഉയർന്നു നിൽക്കണം.
ഈശദർശനം ആത്മദർശനം എന്നാണ് പാടിയത് രമണ മഹർഷി. അങ്ങനെ ആവണം. ഈശനെ കാണു, എന്താ? ആത്മാവിനെ കാണൽ തന്നെയാ. ഇവിടെ വന്ന് മഹാദേവനെ കാണുമ്പോൾ ആത്മാവിനെ തന്നെയാ. അത് ബിംബം എന്ന് പറയുന്നത്, ബിംബത്തിന് പ്രതിബിംബം ഉണ്ടല്ലേ. ഒരു കണ്ണാടിക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? കണ്ണാടിയിൽ എത്ര പേര് വന്ന് നോക്കിപ്പോണു? ആരെങ്കിലും അത് പിടിച്ചു വെക്കുന്നുണ്ടോ? മഹാദേവൻ ഒരു കണ്ണാടി പോലെ അവിടെ ഇരിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയില്ലേ? അവിടെ ചെന്നാൽ നമ്മൾ തന്നെയാണ് തത്വമസി എന്നുള്ള തത്വ. ഇവിടെ വന്ന മഹാദേവനെ എല്ലാവരും ഒരുപോലെയാണ്. ആ ബിംബം, ആ പരമാത്മാവ് നമ്മുടെ ഉള്ളിൽ അങ്ങനെ പ്രതിബിംബിക്കണം. അപ്പോ ഇവിടെ ജനിച്ചത് ഭാഗ്യം തന്നെ. ഇനി ഇങ്ങനെ അവസാനിപ്പിക്കുന്നത്, സ്ഫീതം ലീലാവതാരേരിതമിഹ കുരുതാമായുരാരോഗ്യ സൗഖ്യം. ഇവിടെ ജനിച്ചത് ഭാഗ്യമാണ്. ജനിച്ചു എന്ന് മാത്രമല്ല, എനിക്ക് അത്രയൊന്നും അറിയില്ല, പക്ഷേ വേദങ്ങൾ പറയുന്നു അങ്ങയുടെ അവതാരങ്ങളെ കീർത്തിച്ചാൽ മതി എന്ന്. അതുകൊണ്ട് 18,000 ശ്ലോകങ്ങളുള്ള ഭാഗവതം ആറ്റിക്കുറുക്കി ഞാൻ ഒരു 1036 ശ്ലോകങ്ങളിലാക്കി വെച്ചു. കൃഷ്ണ, അബദ്ധം അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. അവസാനം ചോദിക്കുകയാണ്, എന്താ വേണ്ടത്? ആയുരാരോഗ്യ സൗഖ്യം, ആയുസ്സും ആരോഗ്യവും സുഖവും തരയണമേ. എന്തിനത് മൂന്നും കൂടിയും ചോദിച്ചേ? ബുദ്ധിമാന്മാരാണ്, പണ്ഡിതനാണ് പട്ടേരിപ്പാട്. ആയുസ്, നമുക്കൊക്കെ കുറേ ആയുസ് വേണം. എങ്കിലും ഇങ്ങനെ ഇവിടെ വന്നിട്ട് അല്ലെ, ഇവിടെ ഇനിയിപ്പോൾ എന്തൊക്കെ നടക്കാൻ പോണു, എല്ലാത്തിനും ഉയർച്ച തുടങ്ങുകയാണ്. ഇതൊക്കെ നമുക്കും കണ്ട് അനുഭവിക്കണ്ടേ, ആനന്ദിക്കണ്ടേ, ഭക്തിയിൽ ആറാടണ്ടേ? അതിന് ആയുസ് വേണം, ആരോഗ്യം വേണം. കുറേ ആയുസ് ഉണ്ട്, കട്ടിലുമ്പോൾ കിടന്ന് അങ്ങോട്ട് വരാൻ പറ്റുമോ? ആരോഗ്യവും തരണം ഈ പടി കയറി വരാൻ. പിന്നെ ഇത് രണ്ടും ഉണ്ട്. ഇവിടെ വന്ന് ഇരുന്നാലും മനസ്സിനൊരു സുഖം ഇല്ലെങ്കിൽ വല്ലതും തലയിലേക്ക് കയറുമോ? അപ്പോൾ മനസ്സുഖം തരണം. ഏറ്റവും വലിയ സുഖം മനസ്സുഖാണത്രേ. ആത്മാനന്ദം അങ്ങനെ അനുഭവിക്കുക. പറഞ്ഞില്ലേ, ലൗകികാനന്ദവും ഭജനാനന്ദവും കഴിഞ്ഞ് ആത്മാനന്ദത്തിലേക്ക് കയറുക. ഈ പ്രഭാഷണം കേട്ടിങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളല്ലാതെയായി നിങ്ങളുടെ മനസ്സിങ്ങനെ കുതിക്കുന്നില്ലേ? ആ ഒരവസ്ഥയിൽ ഗ്രന്ഥങ്ങളിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് എത്താൻ കഴിയണം. ഇവിടെ വന്ന് മഹാദേവന് മുന്നിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും വേണ്ട എനിക്ക് എന്നുള്ള ഒരു ഭാവത്തിൽ സർവം ത്യജിക്കുക. ത്യാഗമൂർത്തിയാണ് മഹാദേവൻ. എനിക്കിനി ഒന്നും വേണ്ട, ഈ നേടിയതൊക്കെ മതി, ബാക്കി ജന്മം ഈ ദേവരുടെ മുന്നിൽ ഞാൻ സമർപ്പിക്കുകയാണ് എന്നും പ്രാർത്ഥിക്കുക. എന്തേ വേണ്ടു? അനായാസേന മരണം വിനാദൈന്യേന ജീവനം ദേഹാന്തേ തവ സാന്നിധ്യം ദേഹിമേ പരമേശ്വരം. ഹേ മഹാദേവ, അനായാസേന, വേദനയില്ലാത്ത പെട്ടെന്നുള്ള ഒരു മരണം തരേണമേ. വിനാദൈന്യേന ജീവനം, വയസ്സാകുമ്പോ ആരെയും ആശ്രയിക്കാനുള്ള ഒരു അവസ്ഥ വരാതിരിക്കണമേ. ഒന്നിനും രണ്ടിനും പോകാൻ ഒരാൾ പിടിക്കണമെങ്കിലത്തെ അവസ്ഥ ചിന്തിച്ചു നോക്കൂ. ദേഹാന്തേ തവ സാന്നിധ്യം, ഈ ദേഹം അവസാനിക്കുന്ന സമയത്ത് എങ്ങനെയാണോ കുറൂരമ്മയുടെ അടുത്ത് കൃഷ്ണൻ വന്നിരുന്ന് കൈ തലോടി, ആത്മയോനി സ്വയം ജാതോ വൈഖാനാ സാമഗായന ദേവകീ നന്ദന സൃഷ്ട ക്ഷിതീശ പാപനാശന. ആ മന്ത്രങ്ങൾ അങ്ങനെ ജപിച്ചുകൊണ്ട് തലോടി ആ കണ്ണങ്ങനെ അടപ്പിച്ചപ്പോൾ കൃഷ്ണന്റെ കണ്ണിന്ന് 2 തുള്ളി കണ്ണുനീര് കുറൂരമ്മയുടെ കയ്യിലേക്ക് വീണത്രേ. അങ്ങനെ തന്നെയല്ലേ ആ ജടായുവിനെയും മരിപ്പിക്കുന്ന. അതുപോലെ ദേഹാന്തേ തവ സാന്നിധ്യം, ആ മരണസമയത്ത് കൃഷ്ണ മഹാദേവ അങ്ങയുടെ നാമം ജപിക്കാൻ തോന്നിപ്പിക്കണമേ ശ്രീ പരമേശ്വര. ദേഹിമേ പരമേശ്വരം, ഈ ദേഹിയെ, അതായത് ഈ ശരീരം വിട്ട് ദേഹി ആത്മാവ് പോകുമ്പോൾ ഭഗവാനെ, ആ ആത്മാവിനെ നേർവഴിക്ക് നയിച്ച് അങ്ങയിലേക്ക് ചേർക്കണമേ എന്നാണ് അത്രേ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ഈ ദേഹം, ദേഹി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സംശയ, ഈ ദേഹം എന്തായാലും നമ്മൾ ഉപേക്ഷിക്കണം അല്ലേ? ജനിച്ച മരണം ഉറപ്പാ, വന്നതിനൊക്കെ തിരിച്ചു പോകണം. ആ സമയത്ത് മഹാദേവന്റെ നാമം ജപിക്കാൻ നമുക്ക് നല്ലോണം വയ്ക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും അല്ലേ? ഫോണിലും ടി വിയിലും ഒക്കെ ആയിട്ട് ജപിക്കില്ല. ഒരു തലവേദന വന്നാൽ അയ്യോ ഒന്നിക്ക് വയ്യ. പിന്നെ ഈ 5 വായുക്കളാണത്രേ ഈ പ്രാണനങ്ങനെ ഇതായിട്ട് കഫങ്ങനെ തടയുമ്പോൾ നമുക്ക് നാമം ചൊല്ലാനൊന്നും പറ്റില്ല. അത് ഈ ശിവാനന്ദ ലഹരിയിൽ പറയുന്നുണ്ട്. അങ്ങനെ കഫം തടഞ്ഞ് ഭഗവാനെ അങ്ങയുടെ നാമം പുറത്തേക്ക് വരാതെ ഇരിക്കുമ്പോൾ ഒരു നിമിഷം എൻ്റെ അടുത്ത് വന്ന് ഇരുന്ന് എന്നെ മരിപ്പിക്കണേ എന്ന് അതുമാത്രം പ്രാർത്ഥിച്ചാൽ മതി. പിന്നെന്താ, ഭഗവാന്റെ ആ രൂപം കണ്ട് മരിച്ചാൽ പിന്നെ മോക്ഷം തന്നെയല്ലേ, സംഹാരമൊന്നും പിന്നെ അവിടെ ഇല്ല. നമ്മുടെ ഈ ശരീരം എടുത്തു കഴിഞ്ഞാൽ അത് ത്യജിക്കണം. ആ ഒരു
ഘട്ടം എത്തുമ്പോൾ, ആ ഒരു അറിവിലേക്ക്, പൂർണ്ണമായ അറിവിലേക്ക് നമ്മൾ എത്തുമ്പോൾ, പൊരുളറിയുമ്പോൾ മരണത്തെ പോലും നമുക്ക് ഭയം ഉണ്ടാവില്ല. പിന്നെന്തിനാ സംഹാരമൂർത്തിനെ നമ്മൾ പേടിക്കുന്നത്? അതുതന്നെ ഇവിടെ ചോദിക്കുന്നത്. ആ പ്രാർത്ഥനയോടുകൂടി ഈ യജ്ഞം ഞാൻ എല്ലാവർക്കും വേണ്ടി മഹാദേവന് സമർപ്പിക്കാം. എന്തിനാ സമർപ്പിക്കണേന്നറിയോ? നമ്മളിപ്പോൾ കർമ്മഫല ഒന്നും വേണ്ട, എനിക്കിനി ഒന്നും വേണ്ട, കർമ്മഫലം കിട്ടിക്കഴിഞ്ഞാൽ ഇനിയും ജന്മം എടുക്കേണ്ടി വരും, അത് കർമ്മം അനുഭവിച്ച് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് കർമ്മങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല. എനിക്ക് പുണ്യം വേണ്ട, വലിച്ചെറിയാം. അങ്ങനെയല്ല. എന്താ ചെയ്യേണ്ടത് അറിയോ? ഒരു വിത്ത് നമ്മളങ്ങോട്ട് വലിച്ചെറിഞ്ഞാലും അത് മുളയ്ക്കും. ഒരു തടമൊക്കെ എടുത്ത് പാവിക്കഴിഞ്ഞാൽ വിത്ത് വിതയ്ക്കുക എന്നാ പറയുക. അതിന് വ്യത്യാസമല്ലേ? അതുപോലെയാ കർമ്മയോഗമാണ്. എനിക്ക് കർമ്മത്തിനൊന്നും ഇനി ഫലം അനുഭവിക്കാൻ വയ്യ, എനിക്ക് കർമ്മഫലം വേണ്ട പറഞ്ഞാലും ഫലം നമ്മളെ കൂടെ ഉണ്ടാവും. അപ്പം എന്ത് ചെയ്യുക? നമ്മൾ ഏതൊരു യജ്ഞം നടത്തിയാലും അതിൻ്റെ പുണ്യങ്ങളും പാപങ്ങളും എല്ലാം മഹാദേവൻ്റെ ആ പദാരവിന്ദങ്ങളിൽ അങ്ങോട്ട് സമർപ്പിക്കുക. അപ്പം പിന്നെ ഇനി എന്തില്ല, അടുത്ത ജന്മം ആ കർമ്മഫലം എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരണ്ടാലോ. പക്ഷെ അവിടെയും ഭക്തന്മാരുടെ മുന്നിൽ അത്രയും കരുണാമയനാണ് ഭഗവാൻ. ആ കരുണാമയനായ ഭഗവാൻ അത് മനസ്സിലാക്കിയിട്ട് അവനെ വീണ്ടും വീണ്ടും ഉയർത്തും, അവന് സുഖലോലുപതകൾ കൊടുക്കും എന്നാ പറയുക. കാരണം ഭഗവാൻ മഹാദേവൻ സർവന്തര്യാമിയാണ്. നമ്മുടെ ഉള്ളിലെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഭഗവാൻ അറിയാം. പിന്നെന്താ, ഇനിയൊരു ജന്മം വേണ്ട, കർമ്മഫലം എടുക്കാൻ എന്നുള്ളതുകൊണ്ട് മാത്രമാണ് എല്ലാം നമ്മളവിടെ പുണ്യം കൂടിയും വേണ്ട പറഞ്ഞ് സമർപ്പിക്കുന്നത്. ഈ യജ്ഞം ഞാൻ സമർപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഹരേ നാരായണ. ഓം നമഃ ശിവായ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിർസ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ജഗദംബികായേതി സമർപ്പയാമി. സർവം സദാശിവായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഹരി തത്സം. ഹരേ കൃഷ്ണ.